ഹലോ നമ്മുടെ കീമിൻ്റെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. പ്രതീക്ഷിച്ച പോലെ സമ്മിശ്രമായ ക്വസ്റ്റ്യൻ പേപ്പർ, ശരിയല്ലേ? നമുക്ക് വലിയ പ്രശ്നങ്ങളുമില്ല, വലിയ ഡിഫിക്കൽട്ടി ഇല്ല, എന്നാൽ തീരെ സിമ്പിളാണെന്നും പറയാൻ പറ്റത്തില്ല. അതൊരു ക്വസ്റ്റ്യൻ പേപ്പർ, പക്ഷേ നമുക്ക് എല്ലാവർക്കും സിമ്പിളായിരുന്നു. ഓക്കെ, ലെറ്റ് എഫ് ഫ്രം ആർ ടു വറി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 9 ദെൻ ദ റേഞ്ച് ഓഫ് എഫ് ഈസ്. റേഞ്ച് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളെടുത്ത് ചോദിക്കുന്നത്. റേഞ്ച് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നതിൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. രണ്ട് സൈഡിലും ഒരു 9 ആഡ് ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് 9 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9 ആണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ സി തന്നെയാണ്, 9, ഓക്കെ, സക്സസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. let f of x is equal to x minus 1 upon x plus 1. Let s is equal to set of all x belongs to R such that f composition f inverse x is equal to x does not hold. അതായത് ഡസ് നോട്ട് ഹോൾഡ് ആകുന്നത് നിങ്ങൾക്കറിയാം, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് എക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് എക്സ് ഡസ് നോട്ട് ഹോൾഡ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഡസ് നോട്ട് ഹോൾഡ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, ശരിയല്ലേ? ഡസ് നോട്ട് ഹോൾഡ് ആകുന്നത് എഫ് കോമ്പോസിഷൻ എഫ് ആകാത്ത രണ്ട് പോയിന്റ് ഇൻഫൈനറ്റ് ആകും. നമുക്ക് ഇല്ലാത്ത രണ്ട് പോയിന്റ് എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ 0 ആകുന്നതും ഇതിൻ്റെ എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് സെയിം ആകുന്നതുമായ രണ്ട് പോയിന്റുകളാണ് നമുക്ക് ആകാത്തത്. അതല്ലാത്ത പോയിന്റുകളിലെല്ലാം ഇത് സാറ്റിസ്ഫൈങ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ദ ഡൊമൈൻ ഓഫ് ദ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു അണ്ടർ ദ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 4 പ്ലസ് 1 ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 6 ഈസ്. ഇതിനകത്ത് ഡൊമൈൻ കണ്ടുപിടിക്കാനായിട്ട് ഡൊമൈൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആയിട്ടാണ്. സോ എക്സ് സ്ക്വയർ മൈനസ് 4 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കൊടുക്കും. സോ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എഴുതാം, ശരിയല്ലേ? ശരിയാണല്ലോ, ഓക്കെ. സോ എക്സ് ബിലോങ്സ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് 2 ക്ലോസ്ഡ് യൂണിയൻ 2 ടു ഇൻഫിനിറ്റി നമുക്ക് എഴുതാം, ശരിയല്ലേ പിള്ളേരെ? മൈനസ് ഇൻഫിനിറ്റി മൈനസ് 2 ക്ലോസ് 2 ടു ഇൻഫിനിറ്റി എഴുതിയാൽ പോലെ നമുക്ക് ഡിനോമിനേറ്ററിൻ്റെ കാര്യം നോക്കണം. എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 6 ഗ്രേറ്റർ ദാൻ 0 നമുക്ക് എഴുതാം. എക്സ് സ്ക്വയർ മൈനസ് 7x എന്ന് പറയുന്നത് എക്സ് സ്പ്ലിറ്റ് ചെയ്താൽ ആഡ് ചെയ്യുമ്പോൾ -7 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? ആഡ് ചെയ്യുമ്പോൾ -7 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടുന്ന -6 -1. എക്സ് മൈനസ് 6 ഇൻറ്റു എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് ഈസ് എക്സ് ബിലോങ്സ് ടു, അവിടെ ഓപ്പൺ ഇൻ്റർവലാണ്, മൈനസ് ഇൻഫിനിറ്റി, ഇതിൽ ചെറിയ നമ്പർ എന്ന് പറയുന്നത് 6 1, മൈനസ് ഇൻഫിനിറ്റി 1, രണ്ട് മൈനസ് അല്ലേ കിട്ടേണ്ടത്? രണ്ട് മൈനസാണ് കിട്ടേണ്ടത്. 1 യൂണിയൻ 6 ടു ഇൻഫിനിറ്റി ആണ്. ഇതിന് രണ്ടിനും കൂടെ ഇൻ്റർസെക്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്, ശരിയല്ലേ? ഇൻ്റർസെക്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോഴത്തേനും മൈനസ് ഇൻഫിനിറ്റി തൊട്ട് ഇത് 1 വരെ പോകുന്നുണ്ട്, ഇത് -2 വരെ പോകുന്നുണ്ട്. നമുക്ക് ഇവിടെ വരെ പോകാനേ പാടുള്ളൂ, -2 വരെ പോകാനേ പാടുള്ളൂ, ചെറിയ നമ്പറിലേക്ക് പോകണം. ഇത് ക്ലോസ്ഡ് ആണ്. യൂണിയൻ പിന്നെ എവിടെ തൊട്ടേ പാടുള്ളൂ? 6 തൊട്ട് ഇൻഫിനിറ്റി വരെ പാടുള്ളൂ. 6 തൊട്ട് ഇൻഫിനിറ്റി വരെ എന്ന് പറയുമ്പോഴത്തേനും എന്ത് കട്ട് ചെയ്ത് കളയാണ്? 2 ഉൾപ്പെടെ 6 ഒഴിവാക്കി കട്ട് ചെയ്ത് കളയാനാണ്, ശരിയല്ലേ? ആൻസർ ഓപ്ഷൻ ഇ ആണ്. അടുത്ത ചോദ്യം. The number of solutions of the equation 1/2 into x cube plus 1 is equal to under the cube root of 2x minus 1. ഈ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ആണ് റൈറ്റ് സൈഡിൽ കിടക്കുന്നത്. അതൊരു ക്യൂബിക് ഇക്വേഷൻ ആണ്. ക്യൂബിക് ഇക്വേഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെ വരും. ഐഡൻറ്റിറ്റി ഫംഗ്ഷനുമായിട്ടുള്ള റെസ്ട്രിക്ഷൻ എടുക്കുമ്പോഴത്തേനും തിരിച്ച് വന്നാൽ, ഐഡൻറ്റിറ്റി ഫംഗ്ഷനായിട്ടുള്ള റെസ്ട്രിക്ഷൻ എടുക്കുമ്പോൾ തിരിച്ച് വന്നാൽ 3 പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ആണ് നമുക്ക് വരുന്നത്. 3 പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ ഇ ആണ്. ഓക്കെ, നമ്മൾ സ്പീഡ് ചെയ്ത് പോകണം. അടുത്ത ക്വസ്റ്റ്യൻ. A, B, C, D, B increasing sequence of real numbers which are in geometric progression, then A plus D is equal to 112 and B plus C is equal to 48, then the value of A plus C plus 8 upon B is A plus D is equal to 112. നമുക്ക് geometric progression അല്ലേ പറഞ്ഞിരിക്കുന്നത്? A, B, C, D. ഇത് A കൊടുക്കും, ഇത് AR കൊടുക്കും, ഇത് AR സ്ക്വയർ കൊടുക്കും, ഇത് AR ക്യൂബ് എന്ന് കൊടുക്കും. AR സ്ക്വയർ, AR ക്യൂബ് വിച്ച് ആർ ഇൻ geometric progression ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവർ പറഞ്ഞിരിക്കുന്നതിൽ A plus D എന്ന് പറയുന്നത് എയും ഡിയുടെയും കൂടെ സമ്മ, A plus AR ക്യൂബ് സീക്വൽ ടു എത്ര പിള്ളേരെ? 112 കിട്ടും. ആൻഡ് B plus C എന്ന് പറയുന്നത് AR plus AR സ്ക്വയർ, AR plus AR സ്ക്വയർ ഇസ് ഈക്വൽ ടു AR plus AR സ്ക്വയർ എന്ന് പറയുന്നത് 48 ആണ്, ശരിയല്ലേ? സോ A ഇൻറ്റു 1 plus R ക്യൂബ് ഇസ് ഈക്വൽ ടു 112 കിട്ടും. A ഇൻറ്റു AR ഇൻറ്റു 1 plus R is equal to 48 കിട്ടും. സോ ഇത് ഡിവൈഡ് ചെയ്താൽ A ഇൻറ്റു 1 plus R ക്യൂബ് ഡിവൈഡഡ് ബൈ AR ഇൻറ്റു 1 plus R is equal to 112 upon 48 എന്ന് കിട്ടും. സോ ഇത് നമുക്ക് A ക്യാൻസൽ ആയിപ്പോവും. ഇത് 1 plus R ഇൻറ്റു 1 plus R സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 plus R എന്ന് കിട്ടും. ഈക്വൽ ടു 112 ഡിവൈഡഡ് ബൈ 48 എന്ന് കിട്ടും. 1 plus R ക്യാൻസൽ ആയിപ്പോയാൽ സോ 1 plus R സ്ക്വയർ ഇസ് ഈക്വൽ ടു 112 ഡിവൈഡഡ് ബൈ 48 എന്ന് കിട്ടും. ഓൺ സിംപ്ലിഫൈ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താലുള്ള ആൻസർ ഞാൻ നേരിട്ട് പറയാം. അതിലെ കൺവീനിയൻസ് നമുക്കിനി സിംപ്ലിഫൈ ചെയ്യുന്ന കണ്ട കാര്യമില്ലല്ലോ, ഇതിൻ്റെ ആവശ്യമുണ്ടോ പിള്ളേരെ? ഇല്ലല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 5.
ആറ് നമുക്ക് കിട്ടുന്നത് ചെയ്ത് കാണിക്കാവേ 1/3യും ആറ് 3യുമാണ് കിട്ടുന്നത്. ആർ ഇസ് ഈക്വൽ ടു 1/3യും ആർ ഇസ് ഈക്വൽ ടു 3യുമാണ് കിട്ടുന്നത്. ഇതിൽ 1/3 നമുക്ക് എടുക്കത്തില്ല, കാരണം എന്ന് വെച്ചാൽ ഇൻക്രീസിങ് സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ആർ ഗ്രെയ്റ്റർ ദാൻ 1 ആയിരിക്കണം. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു 3 കിട്ടി. ആർ 3 കിട്ടിയാൽ നമുക്കൊരു തന്നിരിക്കുന്ന ഒരു ഇക്വേഷനിൽ ആർ ഇട്ട് കൊടുത്താൽ എ ഇൻറ്റു 1 പ്ലസ് ആർ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 3 9 9 3 27 ആണ്. സീക്വൽ ടു 112 എന്ന് കിട്ടും. സോ എ ഇസ് ഈക്വൽ ടു 112 ഡിവൈഡഡ് ബൈ 28 എന്ന് കിട്ടും. 112 ഡിവൈഡഡ് ബൈ 28 എന്ന് പറയുന്നത് നമുക്ക് എന്നാ ചോദിച്ചിരിക്കുന്നത്? എ പ്ലസ് സി പ്ലസ് ഡി ആണ്. ഓക്കെ, 4 എന്നാണ് നമുക്ക് എയുടെ വാല്യൂ കിട്ടിയിരിക്കുന്നത്. അതുപോലെ എ പ്ലസ് സി വേണം. എ എത്രയായിരുന്നു? എ എന്ന് പറയുന്നത് 4 കിട്ടി. എ ആർ എന്ന് പറയുന്നത് സി അല്ലേ വേണ്ടത്, സോറി, എ ആർ സ്ക്വയർ എന്ന് പറയുന്നത് 4 ഇൻറ്റു 9 9 4 36 അല്ലേ പിള്ളേരെ? 9 ഇൻറ്റു 4 36 അല്ലേ? അതെ, 36 പ്ലസ് ദെൻ 8 എന്ന് പറയുന്നത് 8 തന്നെ ഡിവൈഡഡ് ബൈ ബി എത്രയാണ് പിള്ളേരെ? ബി എന്ന് പറയുന്നത് എ ആർ ആണ്. 4 ഇൻറ്റു 3 12 36 4 48 48 ബൈ 12 കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു 12 4 48. ഇതിനകത്തൊരു ചെറിയ ആൻസർ കീ ഞാൻ എഴുതി മാറിപ്പോയിട്ടുണ്ട് എന്ന് മാറി തരണം. ഇത് ഇൻഫൈനൈറ്റ് അല്ല കേട്ടോ, ഇൻഫൈനൈറ്റ് അല്ല. 2 എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ശരിയല്ലേ? എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ആക്ച്വലി എക്സ് തന്നെയാണ്. ഡിഫൈൻഡ് ആകാത്ത 2 സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ 0 ആകുന്ന 2 സ്ഥലങ്ങൾ മാത്രമാണ് ഹോൾഡ് ആവാതിരിക്കുന്നത്. ബാക്കി എല്ലായിടത്തും ഹോൾഡ് ആവും. 2 ആണ് കേട്ടോ, പറഞ്ഞ് മാറിപ്പോയതാണ്. സോറി, മാർക്ക് ചെയ്ത് മാറിപ്പോയതാണ്. എക്സ്ട്രീംലി സോറി. അടുത്ത്, let A be two real numbers between 3 and 81 such that the resulting sequence 3a b 81 is in a geometric progression, then the value of a plus b is equal to. എ ബി എന്ന് പറയുന്ന 2 റിയൽ നമ്പറാണ്, 3ക്കും 81 ഇടയ്ക്കുള്ളത്. റിസൾട്ടിങ് സീക്വൻസ് 3ab 81 ജോമെട്രിക് പ്രൊഗ്രഷനിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3ab 81നെ നമുക്ക് ഇത് 3 ഇൻറ്റു ആറ്, ഇത് 3 ഇൻറ്റു ആർ സ്ക്വയർ, ഇത് 3 ഇൻറ്റു ആർ ക്യൂബ് എന്ന് വിളിക്കാം. സോ 3 ഇൻറ്റു ആർ ക്യൂബ് എന്ന് പറയുന്നത് 81 വരും. ആർ ക്യൂബ് എന്ന് പറയുന്നത് 81/3 എന്ന് പറയുന്നത് 27 വരും. ആർ എന്ന് പറയുന്നത് 3 കിട്ടും. ശരിയാണോ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എയുടെ വാല്യൂ കിട്ടിയോ? എ കിട്ടി. 3 എയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 ഇൻറ്റു ആർ, 3 ഇൻറ്റു 3 9, ഇത് 27, ഇത് 81. നമുക്ക് എ പ്ലസ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. എ പ്ലസ് ബി എന്ന് പറയുന്നത് 9 + 27 ദാറ്റ് ഈസ് ഈക്വൽ ടു 36 കിട്ടും. 36 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ ഇ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 7. A1, A2, A3 be increasing sequence of natural numbers which are in arithmetic progression with a common difference d. Suppose A1 plus A2 plus A3 is equal to 27 and A1 square plus A2 square plus A3 square is equal to 275. Then the value of A1 and D are. ഇവിടെ വളരെ ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ് കോമൺ ഡിഫറൻസ് ഡി. അപ്പം നമുക്ക് A1നെ നമുക്ക് എ എന്ന് വിളിക്കാം, A2 എന്ന് പറയുന്നത് A പ്ലസ് ഡി എന്ന് വിളിക്കാം, A3 എന്ന് പറയുന്നത് A പ്ലസ് 2D എന്ന് വിളിക്കാം, ആൻഡ് A4 A3 മാത്രം മതി. സം എന്ന് പറയുന്നത് A1 പ്ലസ് A2 പ്ലസ് A3 ദാറ്റ് ഈസ് 3A പ്ലസ് 3D ഈസ് ഈക്വൽ ടു 27 എന്ന് കിട്ടി. സോ 3 കോമൺ എടുത്താൽ A പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 27 ആണ്. സോ A പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 9 എന്ന് കിട്ടും. ശരിയല്ലേ? A പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 9 കിട്ടും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് A പ്ലസ് ഡി 9 കിട്ടുന്ന നമ്പറുകൾ 3യും 2യും കൂടെ ആഡ് ചെയ്താൽ 9 ആണോ? അല്ല. 4ഉം 5ഉം കൂടെ ആഡ് ചെയ്താൽ 9 ആണ്. ഇത് ആഡ് ചെയ്താൽ 9 ആണോ? ഇത് ആഡ് ചെയ്താൽ 9 ആണോ? അല്ല. അപ്പോൾ പിന്നെ 2 ചോയ്സേ ഉള്ളൂ. ഈ 2 ചോയ്സിൽ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുമ്പോഴത്തേനും കിട്ടുന്നത് ഓപ്ഷൻ ഇ മാത്രമേ ഉള്ളൂ. ദാറ്റ് ഇസ് ദ 7th ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഇൻ അരിത്തമെറ്റിക് പ്രൊഗ്രഷൻ ഇഫ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് 54. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ പിള്ളേരെ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എ മൈനസ് ഡി, ഇത് എ പ്ലസ് ഡി, സോറി, ഇത് എ മൈനസ് ഡി, ഇത് എ പ്ലസ് ഡി കൊടുക്കാം. ഓക്കെ, എ മൈനസ് ഡി, എ പ്ലസ് ഡി എന്ന് കൊടുക്കാം. നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ എ മൈനസ് ഡി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ഡി ദ ഹോൾ സ്ക്വയർ എന്ന് വിളിക്കാം. എക്സ്പാൻഡ് ചെയ്താൽ എ സ്ക്വയർ ക്യാൻസൽ ആയി പോകും. ഇത് മൈനസ് 2AD പ്ലസ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു അപ്പുറത്ത് 2AD കിട്ടും. സോ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4AD എന്ന് നമുക്ക് കിട്ടും. ഓർ എ ഇസ് ഈക്വൽ ടു 4D എന്ന് കിട്ടും. ഏരിയ അവർ പറഞ്ഞിട്ടുണ്ട് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ, എ മൈനസ് ഡി ഇൻറ്റു എ ഇസ് ഈക്വൽ ടു 54 എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ലോങ്ങസ്റ്റ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. സോ എ മൈനസ് ഡിയും എയും നമുക്കറിയാമല്ലോ. ഡി 1/2 ഇൻറ്റു എ എന്ന് പറയുന്നത് 4D ആണ്. 4D മൈനസ് ഡി എന്ന് പറയുന്നത് 3D ആണ്. ഇസ് ഈക്വൽ ടു 54 നമുക്ക് കിട്ടും. ഇത് 2 ആണ്. സോ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു 54 ഡിവൈഡഡ് ബൈ 6 9 6 54 ആണ് കേട്ടോ. എഴുതുന്നതിനകത്ത് മാറിപ്പോകാതെ നോക്കണം. 54 ആണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ഡി ഈസ് ഈക്വൽ ടു 3 എന്ന് നമുക്ക് കിട്ടും. പോസിറ്റീവേ പറ്റത്തുള്ളൂ. ഡി 3 ആണെങ്കിൽ എ എന്ന് പറയുന്നത് 4 3 12, എ പ്ലസ് ഡി എന്ന് പറയുന്നത് 15 എന്ന് കിട്ടും. 15 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം.
സി ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ഐ ഈക്വൽ ടു 0. കാരണം ഇതൊരു ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ +or-1 ആണ്. ഓക്കെ, ഡിറ്റർമിനൻറ്റ് ഓഫ് ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത് +or-1 ആണ്. ഡിറ്റർമിനൻറ്റ് ഓഫ് മെട്രിക്സിൻ്റെ ഓഡ് ഓർഡർ എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഐ എടുക്കാം. ഐ എന്ന് പറയുന്ന ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. ഇനി ഇത് പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ. ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ഐ എന്ന് പറയുന്നത് 0 ഇടുന്ന പ്രോപ്പർട്ടി മാത്രം ഓർത്തിരുന്നാൽ മതി. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 10 ഇനീക്വാളിറ്റി ആണ്. സിംപ്ലിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. 2x - 1/3 > LCM എടുത്താൽ 5 3 15x -5 2 10 -4 2 8 ശരിയല്ലേ പിള്ളേരെ, പ്ലസ് 4x ഡിവൈഡഡ് ബൈ 5 4 20. ഇപ്പോഴത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 40x -20/3 > 15x + 14x 4x എന്ന് പറയുന്നത് 14 19x ആണ്. -18 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 20 4 × 2 ഈശ്വര വലിയ നമ്പറിലേക്കൊക്കെ ആണല്ലോ പോകുന്നത്. അതെ, അത് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തായിരുന്നല്ലേ, പിന്നെ എന്തിനാണ് പിള്ളേരെ ഞാനിത് ആദ്യം 3 എഴുതി വെച്ചത്. ശരി, ആവേശം കൂടി പോയത്. 2x - 1/3 > 15 19x -18 ഡിവൈഡഡ് ബൈ 20 എന്ന് കിട്ടും. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 20x - 20 > 19 × 3 എന്ന് പറയുന്നത് 9 3 27x 2 57x -54 എന്ന് കിട്ടും. 57 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ 57 20 - 57 എന്ന് പറയുന്നത് -34x അല്ലേ പിള്ളേരെ, ശരിയല്ലേ. 57 20 34x > 20 54 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ സോറി ഇത് 40 ആയിരുന്നു. 40 സോറി പിന്നെ 20 എഴുതുള്ളൂ. 40 57x 40x കൂടെ -17x > 20 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ 30 ശരിയല്ലേ, -30. സോ x <= ഒരു 17 30 അല്ല 34 ഡിവൈഡ് ചെയ്യുമ്പോഴത്തേനും ഇനീക്വാളിറ്റി റിവേഴ്സ് ആവും. 34 ഡിവൈഡഡ് ബൈ 17 ദാറ്റ് ഈസ് x <= 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ആൻസർ ഓപ്ഷൻ ഡി. അതാണ് നമ്മുടെ 10ാമത്തെ ചോദ്യം. അതായിരുന്നു. ഇനി 11 തൊട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ കൊച്ചുമോൻ സാർ റെഡിയാണ്. വെൽക്കം ഓൾ ഓഫ് യു ടു ദിസ് സെഷൻ. നമ്മൾ ഓൾറെഡി ഇപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് കണ്ടു? 1 മുതൽ 10 വരെയുള്ള ഈ വേർഷനിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 1 മുതൽ 10 വരെയുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ ഏതാണെന്ന്. ദ കോൺട്രാപോസിറ്റീവ് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് if the number is not divisible by 3 then it is not divisible by 15. കോൺട്രാപോസിറ്റീവ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന P implies Q ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അല്ലേ. P implies Q ൻ്റെ കോൺട്രാപോസിറ്റീവ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. നെഗേഷൻ ഓഫ് Q implies നെഗേഷൻ ഓഫ് P. ഇതിനകത്ത് നെഗേഷൻ ഓഫ് Q implies നെഗേഷൻ ഓഫ് P വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. The number is the first one and that number is not divisible by 3. So P number is not divisible by 3. Then it is not divisible by 15. That is Q, not divisible by 3. So reverse ചെയ്താൽ the number is divisible by 15. Then it is divisible by 3. It's a very simple question. നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് അല്ലേ. It's a very simple question. So the right answer of that one is the number is divisible by 15. Then it is divisible by 3. Next question നമുക്ക് അടുത്ത് നോക്കാം. ദിസ് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ഫ്രം മാട്രിസസ് ആണ്. മാട്രിസസിലെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഏതാ? 12th one. ഇഫ് എ നമ്പർ ലെറ്റ് എ ബി ആൻ ഇൻവേർട്ടബിൾ മാട്രിക്സ്. ഇൻവേർട്ടബിൾ ആണ്. ഇൻവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണ്. then it is of order 4/3 with complex entries and means the complex values ആണ് ഇതിനകത്ത് വന്നിരിക്കുന്ന entries. If the determinant of adjoint of A, നമുക്കൊരു ഫോർമുല ഉണ്ടല്ലോ, ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ. നമ്മുടെ ഫോർമുല ആരായിരുന്നു? ഡിറ്റർമിനൻറ്റ് എ റൈസ്ഡ് n-1 അല്ലേ. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 5. സോ ദിസ് ഈസ് 5 ആണ്. ദിസ് വാല്യൂ ഈസ് 5 ആൻഡ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഡിറ്റർമിനൻറ്റ് എ റൈസ്ഡ് n-1 ക്യൂബ്. റൈറ്റ്? ഡിറ്റർമിനൻറ്റ് ഓഫ് എ ക്യൂബ് ഈസ് 5. ഓക്കെ, ഡിറ്റർമിനൻറ്റ് ഓഫ് എ ക്യൂബ് ഈസ് 5 ആണെങ്കിൽ ഡിറ്റർമിനൻറ്റ് എക്ക് ദ നമ്പർ ഓഫ് പോസിബിൾ വാല്യൂസ് ഓഫ് ദ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഏത് വരും? 1 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്. ഏതായാലും എ ക്യൂബ് 5 എന്ന് വന്നാൽ ഡിറ്റർമിനൻറ്റ് ഓഫ് എക്ക് വരാവുന്ന വാല്യൂസ് ക്യൂബ് റൂട്ട് ഓഫ് 5 അല്ലേ വരുള്ളൂ. ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 5. നമുക്കറിയാമല്ലോ ഈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ എന്ന് പറയുമ്പോൾ ഈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഒരു കോംപ്ലക്സ് എൻട്രീസ് ഉള്ളതല്ലേ. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 5ന് ഏതൊക്കെ വാല്യൂസ് വരാം? നമുക്ക് 3 വാല്യൂസ് വരത്തില്ലേ. സ്ക്വയർ റൂട്ടാണെങ്കിൽ 2 വാല്യൂസ് വരും, ക്യൂബ് റൂട്ടാണെങ്കിൽ 3 വാല്യൂസ് വരും. ആൻഡ് മോർ ഓവർ ഇതൊരു കോംപ്ലക്സ് വാല്യൂസ് ആണ്. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് 3 റൂട്ടുകൾ വരും. സോ ദ റൈറ്റ് ആൻസർ ഓഫ് ദാറ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12 ഈസ് നമുക്ക് എന്തെന്ന് എഴുതാം? ആൻസർ 3 എന്ന് നമുക്ക് വിചാരിക്കാം കേട്ടോ.
3 റൂട്ട്സുകൾ വരും ക്യൂബ് റൂട്ട് ഓഫ് 5 ആൻഡ് കോംപ്ലക്സ് എൻട്രീസ് കൂടെ ആയതുകൊണ്ട് റിയൽ അല്ലാത്തത് കൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 13 ദ ഡിറ്റർമിൻ. ഈ ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാതെ ആരെങ്കിലും പോരുമോ? ഇറ്റ്സ് വെരി ഈസി ബിക്കോസ് ഇറ്റ് ഈസ് എ സിമ്പിൾ ഡിറ്റർമിനൻറ്റ് വാല്യൂ. സിമ്പിൾ ഡിറ്റർമിനൻറ്റ് വാല്യൂ. ഇതിന് വേണമെങ്കിൽ ഫോമുല ഒക്കെ ഉണ്ട്, അതിലേക്കൊന്നും പോയി വെറുതെ കൺഫ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 2 1 അങ്ങ് 0 ആക്കിയിട്ട് പെട്ടെന്ന് അങ്ങ് ചെയ്തോ. അപ്പോൾ R2 ഇംപ്ലൈസ് R2 മൈനസ് അല്ലെ നേരെ അങ്ങ് പിടിച്ചു. അപ്പോൾ അത് വലിയ മൾട്ടിപ്ലിക്കേഷൻ വരും. ഐ തിങ്ക് അതിലും ബെറ്റർ നമുക്ക് ഈ 2 1നെ അങ്ങ് 0 ആക്കി പിടിക്കാം. 148 1927 116. അപ്പം 148 അവിടെ കിടക്കട്ടെ. നമുക്ക് 1നെ 0 ആക്കിയാൽ R2 ഇംപ്ലൈസ് R2 മൈനസ് R1 അങ്ങോട്ടിട്ടേ. R3 ഇംപ്ലൈസ് R3 മൈനസ് R1 അങ്ങോട്ടിട്ടേ. അപ്പം ഒരെണ്ണം 1 മൈനസ് 1 0. 9 മൈനസ് 4 5. 27 മൈനസ് 8 10 19. 19ഉം 8ഉം അല്ല 27. 19ഉം 1 20 7 27. പിന്നെ ഈയിടെ മാറിയിട്ടൊന്നുമില്ലല്ലോ. 1 മൈനസ് 1 0. 16 മൈനസ് 4 12. 64 മൈനസ് 8 എത്രയാ? 56. The answer is very simple. 1 into 56 into 5. The answer of this one 56 into 5 minus 19 into 12. 56 into 5 25 200 280 മൈനസ് 19 190. പിന്നെ എത്രയാണ്? 190ഉം 19 2 38. 190 200 19 2 218 18 അല്ലേ? 280 മൈനസ് 18 എത്ര വരും? 19 ഇൻറ്റു 12 മൾട്ടിപ്ലൈ ചെയ്തേക്കാം. 19 38 19. ഓക്കെ 8 9 3 12. കണ്ടോ 128 ആയിരുന്നു അല്ല 228 ആയിരുന്നു. അതാണ് പ്രശ്നം. ഇപ്പോൾ തെറ്റിപ്പോയതിനെ. 28ഉം എത്രയാണ്? 80 52. ആൻസർ ഇവിടെ വളരെ സിമ്പിളായിട്ട് കിടപ്പുണ്ട്. 52 എന്നുള്ള കാര്യം it's very clear from that question. So the answer for question number 13 is option E is the right answer of that one. It's a simple question. ആർക്കും ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് വൺ ഇച്ചിരി കൂടെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് A equal to 5A minus B and 3 2 A into there is an expression which is given as A into adjoint of A which is equal to A into A transpose. A into adjoint of A equal to A into A transpose ആണ്. നല്ലൊരു ഇക്വേഷൻ തന്നിട്ടുണ്ടല്ലോ. Then which of the following statement is true? കൊള്ളാലോ. നമുക്കിതെങ്ങനെ ചെയ്യാം? നേരെ അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയൊന്നുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. അഡ്ജോയിൻ്റ് ഓഫ് എ 2/2 അല്ലേ? ഒരു എ ഇൻവേഴ്സ് കൊണ്ട് ത്രൂ ഔട്ട് ഒരു മൾട്ടിപ്ലിക്കേഷനും കൊടുത്തേ. എ ഇൻവേഴ്സ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് എ ഇൻറ്റു എ ട്രാൻസ്പോസ്. ഇതങ്ങ് പൊക്കോളുമല്ലോ. അയ്യല്ലേ? സോ സിംപ്ലി വി ഒബ്റ്റൈൻഡ് അഡ്ജോയിൻ്റ് ഓഫ് എ വിച്ച് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ്. ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടാതിരിക്കത്തില്ല. ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ആൻസർ കിട്ടാതിരിക്കത്തില്ല. അപ്പോൾ അഡ്ജോയിൻ്റ് ഓഫ് എ ഒരു 2/2 മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാമല്ലോ. മാറിപ്പോല്ലോ. 2/2 മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് എങ്ങനെ? റിവേഴ്സ് ദ ഡയഗണൽ എലമെൻറ്റ് 5A to 5A. റിവേഴ്സ് ദ സൈൻ ഓഫ് ദ അതർ എലമെൻറ്റ് B മൈനസ് 3. ഇതേ സമം ഈക്വൽ ടു എ ട്രാൻസ്പോസ് ഇട്ടേ കുട്ടികളെ 5A മൈനസ് B. ഓക്കെ അപ്പോൾ B ഈക്വൽ ടു 3 കിട്ടി. And 5A minus B 3 2. So the concept is simple. Now we can compare the values of B on either matrices on either side. So B is equal to 3 and 5A equal to 2. So A equal to വേണേ 2/5 എന്ന് എഴുതിക്കോ. B equal to 3. ഇതിൽ ഏത് ഓപ്ഷൻസ് ശരിയാവുമെന്ന് നോക്കിയേ. 5A minus B 5A minus B minus 5 അല്ല. 5A plus B 5A 2 plus 3 10 അല്ല. ഡിറ്റർമിനൻ്റ് ഓഫ് എ ലെസ് ദാൻ 0 സിമെട്രിക് ആണോ? ഇത് രണ്ടും കിട്ടി നോക്കണം നമുക്ക്. ഒരു കാര്യം ചെയ്യ്. എയ്ക്കകത്തോട്ട് ഈ വാല്യൂ അങ്ങോട്ട് ഇട്ട് കൊടുക്ക്. പുട്ട് ദീസ് വാല്യൂസ് ഇൻ ടു അവർ മാട്രിക്സ് എ ദറ്റ് ഈസ് 5A മൈനസ് ബി. 5A 2 എന്ന് കിട്ടിയിട്ടുണ്ട്. മൈനസ് ബി ബി മൈനസ് 3 ആണ്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 3 and 2. ആൻഡ് ചെക്ക് ദിസ് വൺ ഈസ് എ സിമെട്രിക് മെട്രിക്സ് ഓർ നോട്ട്. 2 minus 3 അല്ല. സിമെട്രിക് അല്ലല്ലോ. മൈനസ് ആണല്ലേ വെക്കുള്ളൂ. അപ്പോൾ അതും പോയി. സിമെട്രിക് നമ്മൾ റൂൾ ഔട്ട് ദിസ് ഓപ്ഷൻ. റൂൾ ഔട്ട് ദിസ് വൺ. ദിസ് വൺ നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് എ ലെസ് ദാൻ 0 2 into 2 4 minus 9 4 minus minus 9 13. So it also removed asymmetrical. So the right answer of that question is option E is the right answer. Okay, it's a good question. And let us solve next one.
ഇതെന്താ 15th ക്വസ്റ്റ്യൻ അല്ലേ? സപ്പോസ് എ ഈക്വൽ ടു A1 B1 C1 A2 B2 C2 A3 B3 C3 ആണോ ആണെന്ന് പറയുമോ? is an adjoint. Okay, is an adjoint of the matrix 1 3 3 1 4 3 1 3 4. Then the value of A1 plus B2 plus C3 by B1 A2. കുട്ടികളെ ഇതിൻ്റെ അഡ്ജോയിൻ്റ് ആണ്. അപ്പോൾ അഡ്ജോയിൻ്റ് ആണെങ്കിൽ ഈ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഈ 1ൻ്റെ കോഫാക്ടറാണ്. സോ ദാറ്റ് ഈസ് A1 ഈക്വൽ ടു കോഫാക്ടർ ഓഫ് ഫസ്റ്റിൻ്റെ കോഫാക്ടർ 16 - 9 7. A2 പിന്നെ എന്നാ വേണ്ട B2 A1 plus B2 plus C3 B2 എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന 2/2 പൊസിഷനിൽ കിടക്കുന്ന എലമെൻറ്റ് എന്ന് പറയുന്നത് 2/2 പൊസിഷനിൽ കിടക്കുന്ന എലമെൻറ്റിൻ്റെ കോഫാക്ടറാണ്. അതും പോസിറ്റീവ് തന്നെ ആയിരിക്കും. 4 - 3 1. പിന്നെ ആരാ വേണ്ടത്? C3 തേർഡ് കോളം തേർഡ് റോയിൽ കിടക്കുന്ന എലമെൻറ്റിൻ്റെ കോഫാക്ടർ. ഓക്കെ, അത് ഉൾപ്പെടുന്ന റോ കോളം മാറ്റി കഴിയുമ്പോൾ 1. സോ A1 plus B2 plus C3 7 1 8 1 9. ദ റിക്വയർഡ് ആൻസർ രണ്ടുപേരെ കൂടെ കണ്ടുപിടിക്കാനുണ്ടല്ലോ. B1 രണ്ടാമത്തെ ആളുടെ കോഫാക്ടർ എടുത്താൽ 3യുടെ കോഫാക്ടർ എടുത്താൽ 3 ഉൾപ്പെടുന്ന റോ കോളം മാറ്റി കഴിയുമ്പോൾ 4 - 3 പക്ഷേ 1 ആണ്. ബട്ട് ഇറ്റ് ഈസ് B1 ഈക്വൽ ടു -1 എന്ന് എടുക്കണം. -1 റൈസ് ദ 2 + 1 ആണ്, അല്ല 1 + 2. ഓക്കെ, അതെല്ലാം കറക്റ്റാണ്. A2 അവിടെ കിടക്കുന്നത് ദേ കിടക്കുന്നു A2. അപ്പോൾ ഇതിൻ്റെ കോഫാക്ടർ എടുത്തേ, അതേതാ 2 സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. അപ്പോൾ അത് ഉൾപ്പെടുന്ന റോ കോളം മാറ്റിയപ്പം 12 - 9 അത് 3 എന്നാണ് കിട്ടേണ്ടത്. A2 3 കിട്ടണം, പക്ഷേ അത് -3 ആയിരിക്കും നമുക്കറിയാം. സോ സിംപ്ലിഫൈങ് ദിസ് വൺ A1 B2 C3 7 + 1 + 1 by B1 -1 A2 -3. So simply 9 divided by 3. So what is the right answer of that one? 9 by 3, that is equal to 3. Option B is the right answer of our question. Can you follow? Got it? It's properly the answer of that one is option B. Now question number next one. Oh, ഇത് നമ്മുടെ കോംപ്ലക്സ് നമ്പർ അല്ലേ? then the value of x square plus 1. x ആരാ? ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ടാണ് എക്സ് എന്ന് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. the real part of this complex number is x and we should get x square plus 1. അപ്പോൾ ഈ കോംപ്ലക്സ് നമ്പർ ഒന്ന് മര്യാദയ്ക്ക് എഴുതിയാൽ x + i y 1 + cos θ + i sin θ അല്ലേ? എന്നാൽ പിന്നെ 1 + cos θ നമ്മുടെ കോഞ്ചുഗേറ്റ് - i sin θ ഡിവൈഡഡ് ബൈ എന്ത് വരും? a + ib × a - ib a² + b². 1 + cos θ² + sin² θ. ഇതല്ലേ നമ്മുടെ കോഞ്ചുഗേറ്റ് ആയിട്ട് നമ്മൾ എഴുതുന്നത്. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണമെങ്കിൽ നമ്മുടെ ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 1 + cos θ - i sin θ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു a + ib × a - ib = a² + b² ആണ്. അപ്പം ന്യൂമറേറ്ററിൽ വരുന്ന റിയൽ പാർട്ട് 1 + cos θ. സോ വാട്ട് ഈസ് ദ റിയൽ പാർട്ട് ഓഫ് ദിസ് വൺ? ഇതിൻ്റെ റിയൽ പാർട്ടാണല്ലോ എക്സ്. ഇതിൻ്റെ റിയൽ പാർട്ട് മേളിൽ 1 + cos θ ആണ്. താഴെ വരുന്ന 1 + cos θ² + sin². ഒരു 1 ഉണ്ട്, 2 cos θ ഉണ്ട്, cos² ഉണ്ട്, sin² ഉണ്ട്. 2 + 2 cos θ വരും. ക്യാൻ യു ഫോളോ? ഒരു 1 ഉണ്ട്, ഒരു 2 cos θ ഉണ്ട്, ഒരു cos² ഉണ്ട്, ഒരു sin² ഉണ്ട്. cos² + sin² 1 1 + 1 2 2 × 1 + cos θ. Simply cancelling the 1 + cos θ on either side, the answer is 1/2. This is x. What we have to find? x² + 1. Then what is the value of x² + 1? 1/2 square plus 1 1/4 plus 1 4 5/4. Any such option given there? 5/4. That is option E is 5/4. Agreed? Option E is 5/4. Now we discuss question number 16. That is from എവിടെയായിരുന്നു? കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. വലിയ ഡിഫിക്കൽട്ട് ഒന്നും അല്ല, നമുക്ക് വലിയ ഡിഫിക്കൽട്ടായിട്ട് തന്നെ കൂട്ടാനില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ആൽഫ ആൻഡ് ബീറ്റ ഗാമ ആർ ദ ക്യൂബ് റൂട്ട്സ് ഓഫ് -2. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. ക്യൂബ് റൂട്ട് ഓഫ് -2 നമ്മൾ പഠിച്ചിട്ടില്ല. ക്യൂബ് റൂട്ട് ഓഫ് -1 -1 - ഒമേഗ -ω² ആണ്. ക്യൂബ് റൂട്ട് ഓഫ് -1 എന്ന് പറയുന്നത് -1 - ഒമേഗ -ω² ആണ്. അപ്പോൾ ഐ തിങ്ക് ക്യൂബ് റൂട്ട് ഓഫ് -2 -2 ഒമേഗ -2 ω². ഓക്കെ, -2 ഒമേഗ -2 ω². എന്താ വേണ്ടേ? എക്സ് ആൽഫ + വൈ ബീറ്റ + z ഗാമ.
എക്സ് ബീറ്റ വൈ ഗാമ പ്ലസ് സെഡ് ആൽഫ ഏതാണ്ടൊക്കെ ആൽഫ ബീറ്റ ഗാമ എടുക്കാം. ഇതിനെ നമുക്ക് ആൽഫ, ഇതിനെ നമുക്ക് ബീറ്റ, ഇതിനെ നമുക്ക് ഗാമ എന്ന് എടുക്കാം. എടുത്താൽ the required expression is x into minus 2 plus y into minus 2 omega plus z into minus 2 omega square by x into അതെന്താണ് മൈനസ് ബീറ്റ അല്ലേ മൈനസ് 2 ഒമേഗ പ്ലസ് വൈ ഇൻറ്റു മൈനസ് 2 ഒമേഗ സ്ക്വയർ പ്ലസ് സെഡ് ഇൻറ്റു ആൽഫ മൈനസ് 2. ഇത്രയും നേരത്തെ പിടിച്ച് എഴുതിയിട്ട് പ്രത്യേകിച്ചൊരു ഗുണവുമില്ല. നമുക്ക് എല്ലാം കട്ട് ചെയ്ത് പോകും. ഒരു എക്സ് മൈനസ് അടക്കം കട്ട് ചെയ്ത് പോകും. എക്സ് പ്ലസ് വൈ ഒമേഗ പ്ലസ് സെഡ് ഒമേഗ സ്ക്വയർ ബൈ എക്സ് ഒമേഗ പ്ലസ് വൈ ഒമേഗ സ്ക്വയർ പ്ലസ് സെഡ് ഒമേഗ. എന്ത് ചെയ്യാം, താഴെ നിന്നൊരു ഒമേഗ പുറത്തോട്ട് വലിച്ചിട്ട് എക്സ് പ്ലസ് വൈ ഒമേഗ പ്ലസ് സെഡ് ഒമേഗ സ്ക്വയർ ബൈ ഒമേഗ വലിച്ച് പുറത്തിട്ട് എക്സ് പ്ലസ് വൈ ഒമേഗ പ്ലസ് സെഡ് ഒമേഗ സ്ക്വയർ അല്ലേ. ഒമേഗ വലിച്ച് പുറത്തിട്ടാൽ ഇസഡ് ഒമേഗ സ്ക്വയർ എഴുതാം. കാരണം എന്നാ ഒമേഗ യു ഒമേഗ സ്ക്വയർ ഒമേഗ ക്യൂബ് ഇറ്റ്സ് ക്ലിയർലി ഒമേഗ ക്യൂബ് ഈസ് ഈക്വൽ ടു 1 ആണ് നമുക്കറിയാം. അപ്പോൾ ഇത് ശരിയല്ലേ, എക്സ് ഒമേഗ ഇൻറ്റു ഒമേഗ സ്ക്വയർ ഒമേഗ ക്യൂബ് ഇസഡിന് ഒരു കുഴപ്പമില്ല. വൈ ഒമേഗ സ്ക്വയർ ഒരു ഒമേഗ പുറത്തെടുത്തപ്പോൾ വൈ ഒമേഗ വരും. എക്സിനകത്ത് ഒമേഗയും പുറത്ത് പോകുന്നു. അപ്പോൾ ഇസഡിൻ്റെ അവിടെ ഒമേഗ ക്യൂബ് വന്നാൽ ഒരു കുഴപ്പമില്ല. ഒമേഗ സ്ക്വയർ വന്നാൽ ദാറ്റ് ഈസ് 1 by ഒമേഗ. ഓക്കെ, സോ ദിസ് വിൽ ബി ക്യാൻസൽഡ് ആൻഡ് ദ ആൻസർ ഈസ് 1 by ഒമേഗ. 1 by omega can be written as omega square by omega. Omega square omega 1 by omega can be written as 1 by omega can be written as omega square by omega cube. That is simply omega square is the answer. Omega square ഓർക്കുന്നുണ്ടോ? -1/2 minus I into root 3/2 ഏത് ക്വാഡ്രൻറ്റിൽ കിടക്കുന്നതാണ്? ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കിടക്കുന്ന കോംപ്ലക്സ് നമ്പറാണ് അല്ല, തേർഡ് ക്വാഡ്രൻറ്റിൽ 1 omega square. The omega square position is there. So the right answer of this one omega സ്ക്വയറിന് പറ്റുന്ന ഓപ്ഷൻ ആരാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്? e raised I pi by 3 അല്ല, അത് ഫസ്റ്റ് ക്വാർട്ടറിൽ കിടക്കുന്ന 2 pi I by 3 അല്ല, 2 pi by 3 pi by 3 120 അതുമല്ല, 1 അല്ല -1 അല്ല. So the right answer of that one is option e raised 4 pi I divided by 3. Right, that is the complex number. അല്ലെങ്കിൽ ഒമേഗ സ്ക്വയർ ഒക്കെ നമ്മൾ എത്രയോ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ പൊസിഷൻ നോക്കിയാൽ മതി. ഒമേഗ സ്ക്വയർ that lies in the third quadrant. Okay, now we discussed up to question number 17 അല്ലേ ഇപ്പോൾ ചെയ്തത്. നമുക്ക് 18ലേക്ക് പോവാം. Okay, then here it is given that x plus 1 by x is equal to 2 cos alpha. നിങ്ങളിത് പഠിച്ചിട്ടുള്ളതാണല്ലോ. x square minus 2x 2 cos alpha into x plus 1 equal to 0. So x is equal to cos alpha plus I sin alpha. പഠിച്ചിട്ടില്ലേ? Solving we will get the complex root of this one as x equal to cos alpha plus I sin alpha. But we have to find x power n. Apply ഏത് തിയറം? നമുക്ക് റൈസ്ഡ് n ആണ്, ഡി മൂവിയസ് തിയറം അല്ലേ? ഡി മൂവിയസ് x റൈസ്ഡ് n cos alpha plus I sin alpha raised n by applying de Moivre's theorem. എന്താണ്? cos n alpha plus I sin n alpha. അത് താഴോട്ട് കൊണ്ടുവന്നാൽ 1 by x raised n ഇട്ടാൽ എന്ത് വരും? cos n alpha minus I sin n alpha. So simplifying this one, x raised n minus 1 by x raised n, which term will be cancelled? I told you that x raised n is equal to cos n alpha plus I sin n alpha. 1 by x raised n can be written as x raised minus n, that is cos n alpha minus I sin n alpha. Simplifying that one, x first one minus second one, we will get the answer of that one is 2 into I into sin n alpha. എന്താ ആൻസർ? ദേ കിടക്കുന്നു. ഓപ്ഷൻ സി is the right answer of question number 18, 2i sin n alpha. Okay, now we are going to 19.
and it is little confusing, and that question is an error, and there is an error in that question. Actually idella in a question, aതൊരു mistake ആണ് ആ question. വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. z raised n minus an minus 1 into z raised n minus 1 etc. an z raised n അത് വരാൻ ഒരു സാധ്യതയില്ല അവിടെ. അവിടെ an z raised n ആയിരിക്കത്തില്ല അവിടെ വരുന്നത്. a1 ഇങ്ങനെയാണെങ്കിൽ ഇതിനൊരു ആൻസർ പറയാം. അല്ലാതെ a1 z raised n ആണെങ്കിൽ അതിന് ആൻസർ എൻ്റെ കയ്യിലില്ല, നമുക്ക് പിന്നെ അതിനെ ആലോചിക്കണം. z raised n plus an minus 1 z raised n minus 1 etc a1 z raised 1 ആണെങ്കിൽ this is a polynomial in z with no root over r എന്ന് പറഞ്ഞാൽ ഇതിന് റിയൽ റൂട്ട് ഇല്ല. റിയൽ റൂട്ട് ഇല്ലാത്ത കോംപ്ലക്സിൻ്റെ ഇക്വേഷനൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. സി ദിസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 0. ഈ പോളിനോമിയൽ പി ഓഫ് എക്സ് എന്ന് എടുത്തേ, ഇതിൻ്റെ റൂട്ടുകൾ ആരായിരുന്നു? ഒമേഗ ആൻഡ് ഒമേഗ സ്ക്വയർ ആയിരുന്നു. ഒമേഗ ആൻഡ് ഒമേഗ സ്ക്വയർ ആർ ദ റൂട്ട്സ് ഓഫ് ദിസ് വൺ. അപ്പം ഇതിന് റിയൽ റൂട്ട് ഇല്ല എന്നുള്ളതല്ലേ കൺസെപ്റ്റ്? റിയൽ റൂട്ട് ഇല്ല, റിയൽ റൂട്ട് വേണ്ട, ഇമാജിനറി റൂട്ട് ഉണ്ടാകും ഒമേഗ ഒമേഗ സ്ക്വയർ. സോ വാട്ട് ഈസ് ദ ഓർഡർ ഓഫ്, ഐ മീൻ ദ ഡിഗ്രി ഓഫ് ദാറ്റ് വൺ? 2 അല്ലേ? എന്ന് പറഞ്ഞാൽ ഇതൊരു കോൺട്രാറ്റിക് പോളിനോമിയൽ ഇങ്ങനെ കയറി ഇരിക്കുന്നതല്ലേ. ചിലപ്പോൾ ഉണ്ടല്ലോ പവർ മാറിയിട്ട് ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ കോൺട്രാറ്റിക് ഇരുന്നേക്കാം. അപ്പോൾ ഇതിന് എക്സ് ആക്സിസുമായിട്ട് കട്ട് ചെയ്യുന്നില്ല, എക്സ് ആക്സിസുമായിട്ട് കട്ട് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ അത് ക്യൂബിക് ആകും. ഇതില്ലാത്തത് കൊണ്ടൊരു ഈവൻ പവറുള്ള പോളിനോമിയൽ ആയിരിക്കും. ദ പവർ ഓഫ് ദിസ് വൺ ഷുഡ് ബി ആൻ ഈവൻ വാല്യൂ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ആൻ ഈവൻ നമ്പർ. ഇതൊന്നും ഇത് കൃത്യമായിട്ട് ഇത് പറയാൻ പറ്റില്ല. ഇതാണോ നമുക്ക്, അതൊരിക്കലും വരില്ല. 9 ഒരിക്കലും അതിൻ്റെ ആൻസർ ആയിട്ട് വരില്ല. Here the answer of that one is option E, that is an even number. Okay, then next question number ഏതാണ്? 20. ഇതും little confusing ആണ്, but the question is അതിന് പ്രോബ്ലം ഒന്നുമില്ല. Let S is equal to n belongs to an n cube plus 3n square plus 5n plus 3 is not divisible by 3. അതായത് n എന്നുള്ള വാല്യൂ ഇവിടെ എടുക്കുമ്പം ഇത് divisible by 3 ആകരുത്. ആകണമെന്നല്ല പറഞ്ഞത്, ആകരുതെന്നാണ് പറഞ്ഞത്. So let's write this one as n plus 1 whole square into n plus 2. Now our S is equal to the set of all n satisfying this condition, but it is not divisible by 3. Then what is the value of n? n equal to 3 ആണെങ്കിൽ I think 3 plus 1 the whole square 4 square അല്ലേ? വേണ്ട, നമുക്കിപ്പം 3 തന്നെ കൊടുത്തേക്കാം. നമുക്ക് ഓൾറെഡി ബി സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് n is equal to എത്ര വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു? നമ്മൾ 2 വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ n is equal to 3 ആകുമ്പോൾ 3 plus 1 4 square 16 അല്ലേ വരുന്നേ? 16 into n plus 2 5 അല്ലേ? ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 5 1, നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3 ഹിയർ. സോ ഇറ്റ് സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ. നമുക്ക് ഇതിനകത്ത് നിന്ന് ഈ ഓപ്ഷനിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ മതി. s is not equal to 5 null set അല്ല. n is greater than 2 then mod s is a multiple of 5 എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റണമെന്നില്ല. സോ I think the answer of this one, s is a non-empty and s is a multiple of 3. We can take this option as the right answer of this one. Okay, so we finished up to question number 20 and 21 മുതലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഇവിടെ സാറ് റെഡിയാണ്. സോ സാറ് 21 മുതലുള്ളത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. If the coefficients of 5r plus 4th term and r minus 1th term in the expansion of 1 plus x all raised to 25 are equal. ഇതിനകത്ത് ഈ ടേമിൻ്റെയും കോയഫിഷ്യൻ്റ് ഈക്വൽ ആണ്. നമുക്കറിയാം ഇതിനകത്ത് 1 plus x all raised to n എന്ന് പറയുന്ന ഇതിൻ്റെ അകത്ത് r plus 1th term എന്ന് പറയുന്നത് എന്താണ്? ദറ്റ് ഈസ് NCR ആണ് അല്ലേ? നമ്മൾ പഠിക്കുന്നതാണ്. സോ ദറ്റ് ഈസ് NCR. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ 5r plus 4th term എന്ന് പറയുന്നത് എത്രയാണ്? ദറ്റ് ഈസ് 25 c 5r plus 3 ആണ്. ഇതിൻ്റെ r plus 1 ആകുമ്പോൾ NCR ആണ്. അപ്പോൾ ഇവിടുത്തെ ഈ നമ്പറിൽ നിന്ന് ഒന്ന് കുറച്ചാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ 5r plus 4 ആകുമ്പോൾ 25c 5r plus 3 എന്ന് എഴുതണം. ഇതാണ് ഇതിൻ്റെ കോയഫിഷ്യൻ. ഇതിൻ്റെ കോയഫിഷ്യൻ ഇതാണ്. ഇനി ഈ ടൈമിൻ്റെ കോയഫിഷ്യൻ എന്താ? ദറ്റ് ഈസ് 25c r minus 1 നിന്ന് ഒന്ന് കുറച്ച് എഴുതണം. അപ്പോൾ എന്താണ്? r minus 2. ഇതാണ് ഇതിൻ്റെ കോയഫിഷ്യൻ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ട് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാലോ NCR ഈസ് ഈക്വൽ ടു NCn മൈനസ് ആർ ആണ് അല്ലേ? ഇങ്ങനെ നമുക്ക് പറയാം, ഈ റിസൾട്ട് ഇങ്ങനെ ഉപയോഗിക്കാം. NCR ഈസ് ഈക്വൽ ടു NCS ഇംപ്ലൈസ് ഐദർ R ഈസ് ഈക്വൽ ടു S ഓർ
ആർ പ്ലസ് എസ് ഈസ് ഈക്വൽ ടു എൻ. ഇതാണ് കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഇതും ഇതുകൂടെ ആഡ് ചെയ്യുമ്പോൾ ഒന്നുകിൽ എൻ കിട്ടണം, അല്ലെങ്കിൽ ഇത് രണ്ടും ഈക്വലാണ്. ഇത് രണ്ടും ഈക്വൽ എടുക്കാൻ പറ്റില്ല, കാരണം 5r + 3 ഈസ് ഈക്വൽ ടു r - 2 ആണ്. അപ്പോൾ ഇത് 4r ഈസ് ഈക്വൽ ടു -5 എന്ന് കേട്ടോ. 4r കനോട്ട് ബി -5. അതുകൊണ്ട് ആ കണ്ടീഷൻ ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അടുത്ത കണ്ടീഷൻ നോക്കാം. 5r + 3 ഈസ് ഈക്വൽ ടു r - 2. സോ ദാറ്റ് ഈസ് 4r ഈസ് ഈക്വൽ ടു ഇതിൻ്റെ സമ്മാണ്. ദിസ് സം ഈസ് ഈക്വൽ ടു n. സോ 5r + 3 + r - 2 ഈസ് ഈക്വൽ ടു 25. ഉണ്ടോ? ഈ കണ്ടീഷൻ നമ്മൾ എടുക്കുന്നത് r + s ഈസ് ഈക്വൽ ടു n. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 6r + 1 ഈസ് ഈക്വൽ ടു 25. therefore 6r ഈസ് ഈക്വൽ ടു 24. therefore r ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആറിൻ്റെ വാല്യൂ എന്താണ്? ദാറ്റ് ഈസ് 4. സോ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ 21st ക്വസ്റ്റിൻ്റെ ആൻസർ ഈ ആണ്, 4 ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ എനി n greater than or equal to 0 the value of ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം സിഗ്മ r ഈസ് ഈക്വൽ ടു 0 അപ് ടു n 4r + 3 ഇൻറ്റു NCr all square ഡിവൈഡഡ് ബൈ 2n + 3. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ n greater than or equal to 0 ആണെന്ന് അറിയാം. നമുക്കറിയാം ആറിൻ്റെ വാല്യൂ 0 വരെയാണ് റേഞ്ച് ചെയ്യുന്നത്. ഞാൻ ഇത് മുഴുവൻ 0 മുതൽ n വരെ റേഞ്ച് ചെയ്യുന്നതൊന്നും ഞാൻ എടുക്കാൻ പോകുന്നില്ല. ഞാൻ രണ്ടേ രണ്ടെണ്ണം മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. അതായത് സിഗ്മ r ഈസ് ഈക്വൽ ടു 0 മുതൽ 1 വരെ ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. r ഈസ് ഈക്വൽ ടു 0 r ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ 4r + 3 ഇൻറ്റു NCr സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ 2n + 3. നമുക്കിവിടെ എന്നിൻ്റെ വാല്യൂ എന്താ വരിക? എന്നിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 വരുമ്പോഴത്തേക്കും എന്താ വരിക? ഇത് താഴെ 5 വരും അല്ലേ? n = 1 വരുമ്പോൾ. ഇതിൻ്റെ സമ്മേഷൻ മേളിൽ വരുമ്പോൾ 0യും 1 വരും. 0 വരുമ്പോൾ എത്രയാണ്? 4 × 0 + 3 ദാറ്റ് ഈസ് 3 ഇൻറ്റു NC0 1C0 സ്ക്വയർ എന്ന് വരും. പ്ലസ് അടുത്തത് എന്താണ്? r = 1 കൊടുക്കുമ്പോൾ 4 + 3 7 ഇൻറ്റു 1C1 സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ എടുത്താൽ മതി, അല്ലാതെ മുഴുവൻ നമ്മളെടുത്ത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ 3 + 3 ഇൻറ്റു ഇത് 1 ആണ്, 7/5 ആണ്. സോ ദാറ്റ് ഈസ് 10/5. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2. ഇതിൻ്റെ ആൻസർ 2. അപ്പോൾ n ഈസ് ഈക്വൽ ടു 1 വരുമ്പോൾ ഈ സം എന്ന് പറയുന്നത് എന്താണ്? സം ഈസ് ഈക്വൽ ടു 2 ആണ്. ഓക്കെ, അപ്പോൾ n 1 കൊടുക്കുമ്പോൾ ഇതിനകത്ത് ഏതിനകത്താണ് 2 സം കിട്ടുന്നതെന്ന് നോക്കിയാൽ മതി, 2 ആൻസർ കിട്ടുന്നതെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമ്മൾ ഇനി ഈ പറയുന്ന എന്നിൻ്റെ വാല്യൂ എടുത്ത് ഈ ചോയ്സിനകത്ത് നമ്മൾ കൊടുക്കുക. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ ഇത് എത്ര വരും? 2C0 വരും അല്ലേ? n = 1 കൊടുക്കുമ്പോൾ 2C0 വരും. 2C0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇത് ആൻസർ ആവില്ല. ഓക്കെ, n = 1 കൊടുക്കുമ്പോൾ 8C1 ആണ്, അത് 8 ആണ്. അപ്പോൾ ഇതാവില്ല. 2C2 എന്നാണ് വരിക അല്ലേ? n 1 കൊടുക്കുമ്പോൾ 2C2 എന്നാണ് വരിക. 2C2 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇതും ആവില്ല. ഓക്കെ, n 1 കൊടുക്കുമ്പോൾ 1C - 1 എന്നാണ് വരിക. 1C - 1 cannot be defined, കാരണം എന്താ? ആറിൻ്റെ വാല്യൂ നെഗറ്റീവ് ആകാൻ പാടില്ല. ആൻഡ് വെൻ വി പുട്ടിങ് n = 1 ഹിയർ വി ഗെറ്റ് 2C1. What is 2C1? That is 2. This is the only correct answer. So E is the right one. ഓക്കെ, അപ്പോൾ അതങ്ങനെ നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി. അല്ലാതെ നമ്മളിത് മൊത്തം എക്സ്പാൻഡ് ചെയ്ത് ഇതിൻ്റെ എല്ലാം റിസൾട്ട് കണ്ടുപിടിച്ചിട്ട് ഫൈനൽ ആൻസർ എഴുതാൻ പോയാൽ നമുക്ക് കിട്ടില്ല. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു വേണം, ഏത് മൾട്ടിപ്പിൾ ചോയ്സ് എക്സാംസ് വന്നാലും ഈ n ടേംസിൻ്റെ സം ചോദിക്കുന്ന ഏത് പ്രോബ്ലത്തിലും നമുക്ക് ഈ പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യാം. പറഞ്ഞാൽ മനസ്സിലായല്ലോ? അപ്പോൾ ഈ രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എപ്പോഴും നിങ്ങൾ സ്വീകരിക്കാവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് 23. The number of ways in which we can distribute n identical balls in k boxes is. നമുക്ക് n ഐഡൻറ്റിക്കൽ ബോൾസ് k ബോക്സസിൽ എത്ര വേസിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? നമുക്കൊരു 2 ആൻസർ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ n ഐഡൻറ്റിക്കൽ ബോൾസ് ആ k ബോക്സസിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അത് ഇഫ് ബ്ലാങ്ക് ബോക്സസ് ആർ അലൗഡ് എന്ന് പറഞ്ഞാൽ നമ്മളിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ബോക്സിനകത്തൊന്നും ചില ബോക്സുകൾക്കകത്തൊന്നും ഒരു ബോൾ പോലും വീഴാതിരിക്കുന്ന കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ n + k - 1C k - 1 ആണ്. ഓക്കെ, എന്ന് പറയാം ബ്ലാങ്ക് ഗ്രൂപ്പ്സ് അലൗഡ് എന്ന് പറയും, ബ്ലാങ്ക്സ് അലൗഡ് എന്ന് പറയും. ബ്ലാങ്ക്സ് അലൗഡ് ഉണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ആൻസർ. ഇനി ഇത് ബ്ലാങ്ക്സ് നോട്ട് അലൗഡ് ആണെങ്കിൽ n - 1C k - 1 ആണ്. ബ്ലാങ്ക്സ് നോട്ട് അലൗഡ് വരുമ്പോൾ നമ്മൾ n - 1C k - 1 ആണ്. ഓക്കെ, നമുക്ക് പക്ഷേ ഈ 2 ആൻസറും ഉണ്ട്. n + k - 1C, n + k - 1C k - 1 ഉണ്ട്.
അതുപോലെ തന്നെ n-1c k-1 ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഏത് സെലക്ട് ചെയ്യുന്ന നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ അപ്പോൾ നമുക്ക് ഈ കണ്ടീഷൻ തന്നിട്ടില്ല, ബ്ലാങ്ക്സ് അലൗഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ തറോ ആയിട്ട് നിങ്ങൾ വായിക്കണം. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് വി ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ഐഡൻറ്റിക്കൽ ബോൾസ് ഇൻ k ബോക്സസ്. കണ്ടോ, k ബോക്സസിലേക്ക് n ഐഡൻറ്റിക്കൽ ബോൾസ് എത്ര വേസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. സോ ദാറ്റ് വിൽ ബി അപ്പോൾ അത് ബ്ലാങ്ക്സ് അലൗഡ് അല്ല എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ നമുക്ക് കിട്ടുന്നത്. സോ ദ ആൻസർ ഈസ് n-1c k-1. സോ D is the answer. Next, suppose there are 5 alike dogs, 6 alike monkeys and 7 alike horses. The number of ways of selecting one or more animals from these is. ഇപ്പോൾ നമ്മൾ പറയുകയാണ് 5 alike dogs, 5 alike dogs and 6 alike monkeys and 7 alike horses. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഇതിനകത്ത് 1 or more animalsന് എത്ര വേസ് നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്കറിയാം എലൈക്ക് ഐറ്റംസ് ആകുമ്പോൾ ഹൗ മെനി വേസ് യു ക്യാൻ സെലക്ട് ഡോഗ്സ് ഫ്രം 5 എലൈക്ക് ഡോഗ്സ് ദാറ്റ് ക്യാൻ ബി ഇൻ 6 ഡിഫറെൻറ്റ് വേസ്. 6 വേസിൽ നിങ്ങൾക്ക് ഈ ഡോഗ്സിനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഏതാണ്? എലൈക്ക് ഡോഗ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് ഒരു ഡോഗിനെ പോലും സെലക്ട് ചെയ്യാതിരിക്കാം, അതൊരു വേ. ഒരു ഡോഗിനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, അതൊരു വേ. 2 ഡോഗ്സിനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, അത് വേറൊരു വേ. 4 ഡോഗ്സിനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, അത് വേറൊരു വേ. 5 ഡോഗ്സിനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, അത് വേറൊരു വേ. അങ്ങനെ ടോട്ടൽ 6 വേസിലാണ് ഡോഗ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുക. ആൻഡ് വാട്ട് അബൌട്ട് ദ കേസ് ഓഫ് മങ്കി? 6 മങ്കീസ് ഉണ്ട്, 6 അലൈക്ക് മങ്കീസ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് 6 അവിടുന്ന് മങ്കിയെ സെലക്ട് ചെയ്യാനുള്ള നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് 7 ആണ്. അത് ഏതൊക്കെയാണ്? 0 മങ്കി എടുക്കാം, 1 മങ്കി എടുക്കാം, 2 മങ്കീസ് എടുക്കാം, 3 മങ്കീസ് എടുക്കാം, 4 മങ്കീസ് എടുക്കാം, 5 മങ്കീസ് എടുക്കാം, 6 മങ്കീസ് എടുക്കാം. അതാണ് 7 വേസ്. ഓക്കെ 7 ഹോഴ്സസ്. 7 ഹോഴ്സസ് എത്ര വേസ് എടുക്കാം? നമുക്കറിയാം 0 ഹോഴ്സ് എടുക്കാം, 1 ഹോഴ്സ് എടുക്കാം, 2 ഹോഴ്സ് എടുക്കാം, 4 ഹോഴ്സ് എടുക്കാം, 5 ഹോഴ്സ് എടുക്കാം, 6 എടുക്കാം, 7 എടുക്കാം. സോ അത് 8 വേസിൽ എടുക്കാം. അപ്പോൾ ഇത്രയും വേസിലാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ എടുക്കാൻ പറ്റുക. അങ്ങനെയാണ് ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് ഐറ്റംസ് ഫ്രം ദീസ് 5 dogs, 6 monkeys and 7 horses will be 6 into 7 into 8 ആണ്. പക്ഷേ അതിനകത്ത് നമ്മളോട് പറയാം 1 or more animals സെലക്ട് ചെയ്യുന്ന എത്ര വേസിലുണ്ടെന്നാണ് ചോദിക്കുന്നത്. 1 or more animals സെലക്ട് ചെയ്യുന്ന നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് ഇത് നമ്മൾ ഈ സെലക്ട് ചെയ്തതിനകത്ത് ഈ ഡോഗ്സിനെ എടുക്കാത്ത കേസ് കൗണ്ട് ചെയ്തിട്ടുണ്ട്, മങ്കി എടുക്കാത്ത കേസ് കൗണ്ട് ചെയ്തിട്ടുണ്ട്, ഹോഴ്സിനെ എടുക്കാത്ത കേസും കൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 കേസസും നമ്മൾ കൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ ഇതിനകത്ത് ഈ പറയുന്ന പ്രോഡക്റ്റിനകത്ത് എന്താണ് ഒരു കേസ് ഒരു ആനിമലിനെ പോലും സെലക്ട് ചെയ്യാത്ത കേസ് നമ്മൾ കൗണ്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കേസ് നമ്മൾ ഇതിനകത്ത് അവോയ്ഡ് ചെയ്യണം. ഓക്കെ, ബാക്കിയുള്ള കേസ് എന്ന് പറയുന്നത് എന്താണ്? 1 or more ഐറ്റംസ് സെലക്ട് ചെയ്യുന്ന കേസ് അല്ലേ. സോ ദിസ് വിൽ ബി ദ ആൻസർ ആൻഡ് ദാറ്റ് ഈസ് 42 into 8 minus 1. What is 42 into 8? So that is 16 carry 1 33 336. So 336 minus 1 that will be 335. So that is the answer. So D is the right one. Okay. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ്, കൺസിഡർ ദ ഫോളോയിങ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. മാക്സിമൈസ് z is equal to 60x1 plus 50x2 subject to x1 plus 2x2 less than equal to 40, 3x1 plus 2x2 less than equal to 60, x1 x2 greater than equal to 0. ദെൻ ഇതിനകത്ത് ഈ പറയുന്നതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള? ഇതുകൊണ്ട് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതായത് 4 ക്വസ്റ്റ്യൻ പറ്റോ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. സോ അപ്പോൾ ഇത് അതിനകത്ത് ഒരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഇതിനകത്തെ സൊല്യൂഷനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയുള്ള സൊല്യൂഷനാണ്? ഇത് ഇൻഫീസിബിൾ ആണോ, അതോടെ അൺബൗണ്ടഡ് ആണോ, അതോ മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻസ് ആണോ, നോ സൊല്യൂഷൻ ആണ്, യുണീക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ ഇതാ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ സൊല്യൂഷൻ്റെ ഏരിയയിലേക്ക് നമുക്ക് പോകണം. അപ്പോൾ നമുക്ക് ഗ്രാഫിക്കലായിട്ട് നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ കാണാൻ ശ്രമിക്കാം. സോ ഇതാണ് നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ കൺസ്ട്രെയിൻസ് ഇതാണ്. അപ്പോൾ ഈ കൺസ്ട്രെയിൻസ് വെച്ച് ഇതിനെ നമ്മളെ x1 ആക്സിസിനും ഇനി നമുക്ക് x2 ആക്സിസിനും എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ x1 plus 2x2 ഈസ് ഈക്വൽ ടു 40 എടുക്കാം. അപ്പോൾ എന്താ ഇതിനെ നമ്മൾ ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റുമ്പോൾ x1/40 പ്ലസ് x2/20 ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. 40 കൊണ്ട് ത്രൂ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ 40 വരുന്നു, ഇവിടെ നമുക്ക് 20 കൺസിഡർ ചെയ്യാം. ഇതാണ് 20. ഓക്കെ, അപ്പോൾ ഇത് ജോയിൻ ചെയ്യുന്ന ഒരു ലൈനായിരിക്കും. കണ്ടോ, x1 ഇൻ്റർസെപ്റ്റ് 40, x2 ഇൻ്റർസെപ്റ്റ് 20. അതാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 0 0 എന്ന് അപ്ലൈ ചെയ്യാം. 0 0 കൊടുക്കുമ്പോൾ എന്താണ് സാറ്റിസ്ഫൈ അല്ലേ? 0 + 0 is less than equal to 40 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ടാണ് ഇതിൻ്റെ ഷെയ്ഡിങ് വരിക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഷെയ്ഡിങ്. ഓക്കെ,
അടുത്തത് സെക്കൻഡ് കൺസ്ട്രെയിൻറ്റ് എന്താണ് 3x1 + 2x2 = 60 എടുക്കുക. അപ്പോൾ എൻ്റെ ലൈൻ അതാണ്, നമുക്ക് 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x1/20 + x2/30 = 1 എന്ന് വരും. അപ്പോൾ 20 ഇവിടെ വരും, 20 ഹിയർ ആൻഡ് 30 ഹിയർ. അപ്പോൾ ഇതായിരിക്കും ഈ ലൈൻ ഉണ്ടോ. അപ്പോൾ 20 30 എന്ന് പറയാം. x1 ഇൻ്റർസെപ്റ്റ് ഇസ് 20 ആൻഡ് x2 ഇൻ്റർസെപ്റ്റ് ഇസ് 30. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ 0 0 കൊടുക്കുക. 0 0 കൊടുക്കുമ്പോൾ 0 + 0 ≤ 60 കറക്റ്റ് അല്ലേ. അപ്പോൾ ഇത് ഈ 0 0 ഉള്ള റീജിയനിലേക്കായിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. അടുത്തത് എന്താണ്, നോൺ നെഗറ്റീവ് കണ്ടീഷൻസ് ആണ്. അപ്പോൾ എന്താണ് x1 x2 > 0. അപ്പോൾ ഇത് ഇതിനകത്താണ് വരിക അല്ലേ. സോ അപ്പോൾ ഇതിൻ്റെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത് എന്താണ്, ഇതെല്ലാം കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ 4 കേസസും ഇതും സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയനാണ് അതിൻ്റെ ഫീസിബിൾ റീജിയൻ. അതെവിടെ വരും നമുക്കറിയാം, ഇവിടെ വരും. സോറി, ദിസ് ഈസ് ദ റീജിയൻ. ഇതാണ് ആ റീജിയൻ ഉണ്ടോ. ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ ഇതാണ്. ക്ലിയർ. അപ്പോൾ ഈ റീജിയനകത്താണ് ഇതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. അപ്പോൾ ഇത് സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്യാൻ എന്താ, നമുക്ക് ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്യാം. അപ്പോൾ x1 + 2x2 = 40 ആൻഡ് 3x1 + 2x2 = 60. സോൾവ് ചെയ്യുമ്പോൾ എത്ര, 2x2 കട്ട് ചെയ്യും. അപ്പോൾ 2x1 = 20 എന്ന് വരും. സോ x1 = 10 എന്ന് കിട്ടും. സോ ഇത് 10 ആണ്. ഓക്കെ, x2 എന്താണ്, x1 = 10 ഇതിനകത്ത് കൊടുക്കുമ്പോൾ 10 + 2x2 = 40 ആണ്. സോ 2x2 = 30 ആണ്. സോ x2 = 15. അപ്പോൾ 15 ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു കോർണർ. ഇതാണ് നമുക്കറിയാം ഫീസിബിൾ എന്താണ് അതിൻ്റെ ഒപ്റ്റിമൽ വാല്യൂ എപ്പോഴും എവിടെയാണ്, കോർണർ പോയിൻറ്റ്സിലാണെന്ന് നമുക്കറിയാം. അപ്പോൾ 10 15 ഇത് എത്രയാണ്, 20 0 20 0. ദിസ് ഈസ് 0 0 ആൻഡ് ദിസ് ഈസ് 0 20. ഓക്കെ, ഇതിനകത്തേക്ക് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ഈ കോർണർ പോയിൻറ്റ്സിലാണ് നമ്മുടെ ഫീസിബിൾ സൊല്യൂഷൻ കിടക്കുന്നത് അല്ലേ, സോറി ഒപ്റ്റിമൽ സൊല്യൂഷൻ കിടക്കുന്നത്. അപ്പോൾ ഇത് മാക്സിമൈസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ 0 20 കൊടുക്കുക. അപ്പോൾ x2 20 കൊടുത്തേ, x2 20 ഇത് 1. അപ്പോൾ ഇത് 1000 വരും അല്ലേ. അപ്പോൾ ഈ കേസിൽ വരുമ്പോൾ ഇവിടെ 1000 വരും. ഓക്കെ, ഈ കേസിൽ വരുമ്പോൾ എന്താണ് 10 കൊടുക്കുമ്പോൾ 600 + 15 × 5, സോ ദാറ്റ് ഈസ് 750. ഇത് വരുമ്പോൾ 1350 വരും. ഈ 20 0 കൊടുക്കുമ്പോൾ x1 20, അപ്പോൾ എത്രയാണ് 1200 വരും. ഇവിടെ 1200 വരും, ഇവിടെ 0 വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏതാണ് ഏറ്റവും മാക്സിമം ഉണ്ടോ, മാക്സിമം വരുന്ന 1350 അല്ലേ. അപ്പോൾ LPP ഹാസ് എ യുണീക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഒരൊറ്റ ഒപ്റ്റിമൽ സൊല്യൂഷൻ ലൈനുള്ളൂ. സോ ദ ആൻസർ ഈസ് എ. അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, next is question number 27. In a linear programming problem, the restriction under which the objective function is to be optimized are called. എന്താണ് ഇത് ഒപ്റ്റിമൈസ് ആവുന്ന ആ റെസ്ട്രിക്ഷൻസ്? ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ റെസ്ട്രിക്ഷൻ അണ്ടർ വിച്ച് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് ടു ബി ഒപ്റ്റിമൈസ്ഡ് ആർ കോൾഡ്. നമുക്കറിയാം അതിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് വിളിക്കുക അല്ലേ. സോ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഒന്നും നമുക്ക് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് അത് ടിക്ക് ചെയ്ത് പോകാനുള്ള ഒരു ക്വസ്റ്റൻ ആണ്. റെസ്ട്രിക്ഷൻസ് ആണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, അത് റെസ്ട്രിക്ഷൻസ്. സോറി. So the answer is C. Next, which of the following is the correct formulation of linear programming problem? ഇതിനകത്ത് ഏതാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിലെ ഏത് ഫോർമുലേഷനാണ് ഇതിനകത്ത് കറക്റ്റ് ആയിരിക്കുന്നതെന്ന് ചോദിക്കുന്നത്. നോക്കുക, ഇത് മാക്സിമൈസ് ഇതാണ്, സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ് ഇതാണ്, രണ്ടുമാണ് ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ. പക്ഷേ ഈ x2 <= 0 വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ എപ്പോഴും ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസിനകത്ത് എന്താണ് നമ്മുടെ വാല്യൂസ് എപ്പോഴും എന്താ നോൺ നെഗറ്റീവായിട്ട് വരണമെന്നുള്ളതാണ് അല്ലേ. സോ ഇവിടെ നെഗറ്റീവ് വന്നിട്ടുണ്ട്, ഇവിടെയും നെഗറ്റീവ്, x1 x2 നെഗറ്റീവാണ്, ഇവിടെയും x1 നെഗറ്റീവ് x2 പോസിറ്റീവാണ്, ഇവിടെ x1 x2 നെഗറ്റീവാണ്, ഇവിടെ എന്താണ് ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഫോർമുലേഷൻ. ഇതിനകത്ത് രണ്ടും എന്താണ് പോസിറ്റീവാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഫോർമുലേഷൻ. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ കറക്റ്റ് ഫോർമുലേഷൻ ഇതാണ്. ബാക്കിയുള്ളതിനൊന്നും പ്രശ്നമൊന്നുമില്ല, ബാക്കി കൺസ്ട്രെയിൻസ് ഒക്കെ ഉണ്ട്, അതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും വരാം. പക്ഷേ ഈ നോൺ നെഗറ്റീവ് കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് x1 x2 > 0 ആണ്. ഓക്കെ, അപ്പോൾ അതാണ് സി ആണ് അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 21. Let A and B be two independent events such that odds in favor of A. Odds in favor of A എന്ന് പറയുന്നത് 1:1 ആണ്. So the probability of A will be 1/1 + 1 ആണ്. So that is 1/2. Okay, and odds in favor of B, that is P of B. So that will be equal to 3:2. That is 3:2 means 3/3 + 2. So that will be 3/5. ഇതാണ് P of A and P of B. Okay.
we are asked to find the probability that only one of the two occurs. എന്ന് പറഞ്ഞാൽ probability of required probability എന്ന് പറയുന്നത് required probability is probability of getting only one. എയും ബി രണ്ട് ഇവൻസ് ഉണ്ട്, അതിനകത്ത് ഒരെണ്ണം മാത്രം കിട്ടാനുള്ള പ്രോബിലിറ്റി നമുക്കറിയാം. അതിങ്ങനെ വരിക, ഇതാ എ ഇത് ബി, എ ബി, ഓക്കെ, ഇതാണ് സാമ്പിൾ സ്പേസ്. അപ്പോൾ എക്സാക്ട്ലി ഒരെണ്ണം മാത്രം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നു, ഇവിടെ വരുന്നു, ഈ രണ്ട് കേസസാണ്. അപ്പോൾ ഈ കേസിനെ നമുക്ക് എന്ത് പറയാം, ഇതാണ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ എ ബി കോംപ്ലിമെൻറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, ഇതിനെ വിളിക്കാം. ഇതാണ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി, അതിനെ എ കോംപ്ലിമെൻറ്റ് ബി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ദറ്റ് ഈസ് പി ഓഫ് എ ബി കോംപ്ലിമെൻറ്റ് പ്ലസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ബി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്കറിയാം ഇത് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വി ക്യാൻ റൈറ്റ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി. ഇങ്ങനെ എഴുതാമല്ലോ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു പി ഓഫ് എ ഇസ് 1/2 ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് ഇസ് 3, the P of B is 3/5 and P of B complement will be 2/5 plus P of A complement is 1/2. So P of A complement is 1/2 itself. So into P of B is 3/5. Okay, and that will be equal to 2/10 plus 3/10 is equal to 5/10, which is equal to 1/2, which is 0.5. So 0.5 is the right answer. 0.5 ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 30. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാൻ പറ്റും. സോ അങ്ങനെ നോക്കുമ്പോൾ സോ ആൻസർ ഇസ് 0.5. സോ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 30. A 6-faced fair die is rolled for a large number of times. ഒരു 6-faced fair die നമ്മൾ ലാർജ് നമ്പർ ഓഫ് ടൈംസ് റോൾ ചെയ്യണം. ദ മീൻ വാല്യൂ ഓഫ് ദ ഔട്ട്കംസ് നമുക്കറിയാം. ഒരു ഡൈ ടോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്കംസ് ഏതാ? സോ ഔട്ട്കംസ് പറയുന്നത് 1, 2, 3, 4, 5, 6 ഇതെല്ലാം ഇതിൻ്റെ ഔട്ട്കംസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഔട്ട്കംസ് ആയിട്ട് വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മീൻ എന്താണെന്ന് വെച്ചത് ലാർജ് നമ്പർ ഓഫ് ടൈംസ് ഇത് റോൾ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മീൻ എന്താണ്? വാട്ട് ഈസ് എ മീൻ? നമുക്ക് കൺസിഡർ ചെയ്യാം n ടൈംസ് ആണ്, ലാർജ് നമ്പർ ഓഫ് ടൈംസ് അല്ലേ വരെ. സോ വി ക്യാൻ കൺസിഡർ n ടൈംസ്. അങ്ങനെയാണെങ്കിൽ n ടൈംസ് ഈ ഫേസസ് വരുമ്പോൾ ഇതിനകത്ത് എത്ര 1n ടൈം അല്ലേ. സോ എത്ര പോസിബിലിറ്റി ഉണ്ട്? അപ്പോൾ ഇതിൻ്റെ ഔട്ട്കംസിൻ്റെ മീൻ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ദ ആൻസർ വിൽ ബി എന്താണ്? മീൻ വാല്യൂ എങ്ങനെ എടുക്കുക? നമ്മളതിൻ്റെ സം എടുക്കുക. 1 + 2 + 3 + 4 + 5 + 6 ആണ്. അപ്പോൾ അത് n ടൈംസ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ n അല്ലേ ബൈ ഇതിൻ്റെ ടോട്ടൽ എത്രയാണ്? 6 നമ്പേഴ്സാണ്. അത് n ടൈംസ് വരും അല്ലേ. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ ഇതൊരു കട്ട് ചെയ്യും. ആൻഡ് ആൻസർ വിൽ ബി മീൻ വിൽ ബി ഇതാണ് മീൻ. സോ ദാറ്റ് ഈസ് 11, 15, 18, 20, 21. 21/6 എന്നാണ് ഇതിൻ്റെ ആൻസർ കിട്ടുക. വാട്ട് ഈസ് 21/6? 21 അപ്പോൾ 3 വരുമ്പോൾ 18 ആവും. പിന്നെ ഒരു 3/6 ഉണ്ട് 0.5. സോ ദ ആൻസർ ഇസ് 3.5. സോ ദ ആൻസർ ഈസ് സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ മീൻ വാല്യൂ എന്ന് പറയുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ദ ആൻസർ ഈസ് 3.5. ഹായ് ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്നത്തെ എക്സാമൊക്കെ കഴിഞ്ഞ് എല്ലാവരും എത്തിക്കഴിഞ്ഞോ എന്ന് എനിക്കറിയില്ല. പലരും വഴിയിലൊക്കെ ആയിരിക്കാം. പൊതുവേ ഇപ്പോൾ കഴിഞ്ഞ 2021, 23 22 ചോദിച്ചതിനേക്കാൾ കുറച്ച് ടൈം കൺസ്യൂമിങ് പ്രോബ്ലംസ് ഒക്കെ ആയിരുന്നു വന്നിരുന്നത്. എന്നാലും ബ്രില്യൻറ്റിലെ കുട്ടികൾക്ക് അത് വലിയ ബുദ്ധിമുട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് കാൽക്കുലേഷൻ സമയമെടുക്കുന്ന പോലെ LPP എന്ന് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നു. അങ്ങനെയുള്ള അത് 3 വേരിയബിൾസിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഞാൻ കണ്ടിരുന്നു. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളാണ്. ഞാനിപ്പോൾ ഇവിടെ 31 മുതൽ 40 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡയറക്റ്റ് ഡിസ്കഷനിലേക്ക് പോവുകയാണ്. പ്രധാനമായിട്ടും നമ്മൾ ഇന്നിവിടെ ആ കീ കറക്റ്റായിട്ട് നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ലെറ്റ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ് ബി തന്നിട്ടുണ്ട്. എക്സ് ടേക്സ് വാല്യൂസ് -2, -1, 1, 2, 3 വരുന്നുണ്ട്. ആൻഡ് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് K, 2K, 2K, K, 3K വരുന്നു. അപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സം ഓഫ് ദ പ്രോബബിലിറ്റി 1. അപ്പോൾ K + 2K അപ്പോൾ 3 ആയി, 3 × 2 5, 1 6, 3 9, 9K
9k എന്ന് പറയുന്നത് നമുക്ക് 1 കിട്ടുന്നു. അപ്പോൾ k = 1/9 എന്ന് നമുക്ക് കിട്ടുന്നു. കെയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടുന്നു? 1/9 നമുക്ക് കിട്ടുന്നു. ഇനി നമുക്ക് വേണ്ടത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ അല്ലേ മക്കളെ? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് ആണ് വേണ്ടത്. അപ്പോൾ സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും? -2² അതായത് 4 × k വരും. അടുത്തത് 1 × 2k വരും. അടുത്തത് 1 × 2k വരും. അടുത്തത് 4 × k വരും. അടുത്തത് 9 × 3k വരും. 9 × 3k വരും. ഓക്കെ, ഇത്രയുമാണ് വേണ്ടത്. അത് നമുക്ക് ഏകദേശം 39k എന്നാണ് കിട്ടുക. അപ്പോൾ നമ്മുടെ റിക്വയർഡ് പ്രോബബിലിറ്റി 39 × 1/9 എന്ന് വരും. ആൻസർ നമുക്ക് കിട്ടുക 13/3 എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. 13/3 എന്ന് പറയുന്ന ആണ് നമുക്കിവിടെ കിട്ടുന്ന ആൻസർ. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റ് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 3 നമ്പേഴ്സ് എത്രയായിക്കോട്ടെ, x1, x2, x3 എന്ന് പറയുന്നത് 9 ആണ്. ദെൻ ദ വേരിയൻസ് ഓഫ് 3x1 + 4 നമുക്കറിയാം. വേരിയൻസ് ഓഫ് ax + b എന്ന് പറയുന്നത് a² × വേരിയൻസ് ഓഫ് x ആണ്. അപ്പോൾ വേരിയൻസ് ഓഫ് 3x + 4 എന്ന് പറയുന്നത് നമുക്ക് കിട്ടേണ്ടത് 3² × വേരിയൻസ് ഓഫ് എക്സ് ആണ്. 3² 9 വരും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എത്രയാ പറയുക? x1, x2, x3, b ആണ് 9 വരിക. അപ്പോൾ നമുക്കിവിടെ 81 എന്നാണ് കിട്ടുക. നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്ര വരും? 9 × അപ്പോൾ 729 എന്ന് കിട്ടും. വേരിയൻസ് ഓഫ് എക്സ് സ്ക്വയർ അല്ലേ നമുക്ക് ചോദിച്ചിരിക്കുന്നത്? വേരിയൻസ് ഓഫ് എക്സ് സ്ക്വയർ അല്ല, സോറി, വേരിയൻസ് ഓഫ് 3x + 4. അതിൽ ആ 4ന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. പിന്നെ നമുക്കവിടെ വേരിയൻസ് ഓഫ് ax + b എന്ന് പറഞ്ഞാൽ a² × വേരിയൻസ് ഓഫ് എക്സ് ആണ്. ഇവിടെ a എന്ന് പറയുന്ന 3 ആണ്, അപ്പോൾ 3² വരും. പിന്നെ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എത്ര വരും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 9 ആയതുകൊണ്ട് വേരിയൻസ് 81 വരും. അപ്പോൾ ആൻസർ എന്ന് കിട്ടുന്നത് നമുക്ക് 729 എന്ന് കിട്ടുന്നു. ഇനി ദ മീഡിയൻ ഓഫ് ദ ഒബ്സർവേഷൻസ് 4, 6, 7, x, 2, 12, 12, 13 arranged in an increasing order is 9 എന്ന് പറയുന്നു. മക്കളെ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, 4 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര വരും? നമുക്ക് കറക്റ്റ് നടുക്ക് വരുന്ന ആരൊക്കെയാ? ഇവിടെ 3 എണ്ണം കഴിഞ്ഞു, ഇവിടെ 3 എണ്ണം കഴിഞ്ഞു. അപ്പോൾ വേരിയൻസ് എന്ന് അല്ല, മീഡിയൻ ആണ് പറഞ്ഞിരിക്കുന്നത്. മീഡിയൻ എന്ന് പറയുമ്പോൾ x + 2/2 ആണ് പറയുക. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നു മീഡിയൻ ഈസ് 9 എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2x = എത്ര കിട്ടും? 18 എന്ന് കിട്ടും. 18 - 2 എന്ന് വരും. അപ്പോൾ എത്ര കിട്ടും? 16 എന്ന് കിട്ടും. അപ്പോൾ x = 8 എന്ന് കിട്ടും. എക്സ് നമുക്ക് കിട്ടി, ആ മിസ്സിങ് വാല്യൂ നമുക്ക് കിട്ടി. ഇനി പറഞ്ഞിരിക്കണം കണ്ടോ, ഇവിടെ ടൈം കൺസ്യൂമിങ് എന്ന് ഞാൻ പറഞ്ഞതാണ്. ആൻഡ് ദെൻ വേരിയൻസ് ഓഫ് ദീസ് ഒബ്സർവേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. വേരിയൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ മക്കളെ ഒന്ന് ശ്രദ്ധിച്ചോളണേ. വേരിയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് 4, 6, 7, 8, 10, പിന്നെ 2, 12, 13 ഉണ്ട്. നമുക്ക് ഇതിൻ്റെ മീൻ വേണമെങ്കിൽ എടുക്കാം. മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6, 4, 10, 7, 17, 18, 10, 28, 24, 59. മീൻ എന്ന് പറയുന്നത് നമുക്കിവിടെ 9 ആണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്തു? 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എല്ലാത്തിൽ നിന്നും x - x² എടുത്താൽ മതി. നമ്മൾ x - x² എടുത്താൽ മതി. അപ്പോൾ x - 9² എടുത്താൽ മതി. അതിൻ്റെ സം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. എനിക്ക് തോന്നുന്നു അതിൻ്റെ ആൻസർ 37/4 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. അത് നിങ്ങൾ ചെയ്തോളണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ x - x² n എന്നുള്ള ഫോർമുലയാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 37/4. അല്ലെങ്കിൽ എന്ത് വേണം? എക്സ് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കണം. നിങ്ങൾ എക്സ് സ്ക്വയർ, സം ഓഫ് ദി സ്ക്വയേഴ്സ് കണ്ടുപിടിക്കണം. എന്നിട്ട് സെക്കൻഡ് ഫോർമുല നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ അതാണ് ആ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകും. നമ്മൾ ഇന്നൊക്കെ കീക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, കേട്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നു, ലെറ്റ് x bar denote the variance of 1, 3, 5
A 9 and y bar denote the mean of observation 2, 4, B 6, 8 where A B greater than 0 if x bar equal to y bar then 2 into A minus B. മക്കളെ x bar equal to y bar എന്ന് പറയുമ്പോൾ ആദ്യത്തെ സെറ്റിൽ 1 plus 3 plus 5 plus A plus 9 ഉണ്ട് ബൈ 1 2 3 4 5 ഇതാണ് x bar equal to y bar. അടുത്തത് നമുക്ക് വരുന്നത് എത്രയാണ് 2 plus 4 plus B plus 6 plus 8 എന്ന് വരും ബൈ 5 എന്ന് വരുന്നു. ഇവിടെ നമുക്ക് 9 1 10 5 15 3 18 പ്ലസ് എ എന്ന് കിട്ടും. അവിടെ നമുക്ക് 6 4 10 10 20 പ്ലസ് ബി എന്ന് കിട്ടും. അപ്പോൾ ഞാൻ ബി ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, 18 അപ്പുറത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ എ മൈനസ് ബി നമുക്ക് 2 എന്ന് കിട്ടുന്നു. ആൻഡ് വി ആർ റിക്വയർഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് 2 ഇൻറ്റു എ മൈനസ് ബി ആണ് വേണ്ടത്. 2 ഇൻറ്റു 2 എത്രയാണെന്ന് കിട്ടുക? നമുക്ക് 4 ആണ് കിട്ടുക. 2 ഇൻറ്റു 2 നമുക്ക് കിട്ടുന്നത് 4 ആണ്. 2 ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ്? ഇ എന്ന് പറയുന്ന ആൻസറാണ് നമുക്കവിടെ കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ 2 ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ഇ ആൻഡ് എഫ് സച്ച് ദാറ്റ് പി ഓഫ് ഇ ഈക്വൽ ടു 1/4 ആൻഡ് പി ഓഫ് ഇ യൂണിയൻ എഫ് ഈക്വൽ ടു 2/5. ദെൻ പി ഓഫ് എഫ് ആണ് വേണ്ടത്. എയും ബിയും നമുക്കിത് ഡയറക്റ്റ് ചെയ്യാം. നമുക്ക് പി ഓഫ് എ ഇ യൂണിയൻ എഫ് എന്ന് പറഞ്ഞാൽ പി ഓഫ് ഇ പ്ലസ് പി ഓഫ് ഇ എഫ് മൈനസ് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ്, അത് പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് ആവും. ഇനി അതല്ല എങ്കിൽ നമുക്ക്, അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫോമിൽ അതാണെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം. പി ഓഫ് ഇ യൂണിയൻ എഫ് എന്ന് പറയുന്നത് പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് മൈനസ് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫിനെ ഞാൻ പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് എന്ന് തന്നെ എഴുതുന്നു. പി ഓഫ് എഫ് ഇൻറ്റു പി ഓഫ് ഇത് എഴുതുന്നു. ഇനി പി ഓഫ് ഇ യൂണിയൻ എഫ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എത്രയാണ്? 2/5 എന്ന് പറയുന്നു. ഈക്വൽ ടു പി ഓഫ് ഇ എന്ന് പറയുന്നത് നമുക്ക് പറയുന്നുണ്ട് 1/4 എന്ന് പറയുന്നുണ്ട്. പ്ലസ് പി ഓഫ് എഫ് എന്ന് പറയുന്നത് നമുക്ക് എ എന്ന് പറയുന്നു. മൈനസ് 1/4 എ എന്ന് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് അതായത് എത്ര കിട്ടും? 2/5 ഈക്വൽ ടു നമുക്ക് അവിടെ കിട്ടുന്നത് 2/5 മൈനസ് 2/5 മൈനസ് 1/4 എന്ന് പറയുന്നത് 3/4 എ എന്നാണ് നമുക്ക് കിട്ടുക. 4 2 8 5 3/20 എന്ന് വരുന്നു. ഈക്വൽ ടു 3/4 എ എന്ന് വരുന്നു. ഇത് കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് 4 വരും. അപ്പോൾ നമുക്ക് എ ഈക്വൽ ടു എത്രയാണ് കിട്ടുക? എ ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1/5 കിട്ടും. കാരണം 3 3 പോയി 4 4 പോകുമ്പോൾ 1/5 ഈക്വൽ ടു 1/5. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നൊരു ഫോർമുല ഉണ്ട്. പി ഓഫ് ഇ യൂണിയൻ ബി ദി ഹോൾ ഡാഷ് എന്ന് പറയുന്നത് 1 മൈനസ് പി ഓഫ് എ ഇൻറ്റു എ ഡാഷ് ഇൻറ്റു 1 മൈനസ് പി ഓഫ് ബി ഡാഷ് എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്താൽ കുറച്ചുകൂടെ കാൽക്കുലേഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ആൻസർ 1/5. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ്. There are 2 cash, അതിലൊന്നും വലിയ സംഭവമൊന്നുമില്ല, counters A and B for placing orders in a college canteen. Let EA be the event that there is a queue at the corner A and EB denote the event that there is a queue at the center B എന്ന് പറയുന്നു. ബിയിൽ ക്യൂ ഉണ്ടാകാനുള്ള പ്രോബിലിറ്റി. ഇനി അതിൻ്റെയൊക്കെ പ്രോബിലിറ്റീസ് തന്നിട്ടുണ്ട് മക്കളെ. പി ഓഫ് ഇ എ എന്ന് പറയുന്നത് 0.45, പി ഓഫ് ഇ ബി എന്ന് പറയുന്നത് 0.55, പി ഓഫ് ഇ എ ഇൻ്റർസെക്ഷൻ ഇ ബി എന്ന് പറയുന്നത് 0.25. ആൻഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് then the probability that there is no queue at both the counters എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് പി ഓഫ് ഇ എ ഡാഷ് ഇൻ്റർസെക്ഷൻ പി ഓഫ് ഇ ബി ഡാഷ് എന്ന് പറയുന്നതാണ് വേണ്ടത്. അത് 1 മൈനസ് പി ഓഫ് ഇ എ യൂണിയൻ ഇ ബി എന്ന് വരും. അതായത് 1 മൈനസ് ഇവിടെ നോക്കൂ 0.45 0.55 കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 1 കിട്ടും. 1ൽ നിന്ന് 0.25 പോയാൽ 0.75 വരും. അപ്പോൾ നമുക്ക് 1 മൈനസ് 0.75 നമുക്ക് കിട്ടുന്ന ആൻസർ 0.25 എന്ന് പറയുന്ന ആൻസർ കിട്ടുന്ന ഓപ്ഷൻ സി. അതാണ് അവിടെ നമുക്ക് ആൻസർ വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോകുന്നു. ലെറ്റ് എസ് ഈക്വൽ ടു എ ബി സി ബി ദി സാമ്പിൾ സ്പേസ്. അപ്പോൾ ആ സാമ്പിൾ സ്പേസിലാകെ 3 എലമെൻസേ ഉള്ളൂ. വിത്ത് the associated probability satisfying P of A equal to 2 times P of B and P of B equal to 2 times P of C ആണ്. then the value of P of A is ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ P of എയിന് ഞാൻ കെ എന്നെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളണം, P of B എത്ര വരും? P of B എന്ന് പറയുമ്പോൾ K equal to 2B, അപ്പോൾ K/2 വരും. ഇനി P of C എന്ന് പറയുന്നത് എന്ത് വരും? P of C എന്ന് പറയുന്നത് P of B/2 ആണ്. അപ്പോൾ K/2/2 K/4 എന്ന് വരും. സാമ്പിൾ സ്പേസിലാകെ 3 എണ്ണേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി പ്ലസ് പി ഓഫ് സി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും.
പി ഓഫ് എ പ്ലസ്, അതായത് നമുക്ക് കൂടുതലൊന്നും ആർഭാടം കാണിക്കാനില്ല. കെ പ്ലസ് കെ ബൈ 2 പ്ലസ് കെ ബൈ 4 ഈക്വൽ ടു നമുക്ക് 1 എന്ന് കിട്ടും. കെ കോമൺ എടുത്താൽ LCM 4 എടുത്താൽ 4 പ്ലസ് 2 പ്ലസ് 1/4 എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 1 ആണ്. 4 2 6, അപ്പോൾ കെ ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 4/7 എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് പി ഓഫ് എ ആണ്. അത് പി ഓഫ് എ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ആൻസർ 4/7 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 38. എ കോയിൻ ഈസ് ടോസ്ഡ് ത്രൈസ്. ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് ഓൺ ദി സെക്കൻഡ് ടോസ് ഗിവൺ ദാറ്റ് എ ടെയിൽ ഹാസ് ഒക്കേർഡ് അറ്റ് ലീസ്റ്റ് 2 ടോസസ്. മിനിമം 2 ടോസിലെങ്കിലും എന്ത് വേണം? ടെയിൽ വേണം എന്ന് പറയുന്നു. അപ്പോൾ മക്കളെ, നമ്മൾ അതിൻ്റെ സാമ്പിൾ സ്പേസ് എഴുതി കഴിഞ്ഞാൽ H വരുന്നുണ്ട്, T വരുന്നുണ്ട്. അതിൽ നമ്മൾ ആ കേസ് വേണ്ട. മിനിമം 2 ടൈൽസ് എങ്കിലും വരിക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണത്? TH ആണ് വരിക ഒരെണ്ണം, മറ്റത് THT ആണ് ഒരെണ്ണം, അടുത്തത് HTT ആണ് വേറൊരെണ്ണം. അറ്റ്ലീസ്റ്റ് 2 ടോസസിൽ ഹെഡ് കിട്ടണം. അതായത് മിനിമം 2 ഹെഡ് കിട്ടണം. മിനിമം 2 ഹെഡ് കിട്ടണം. മിനിമം 2 ഹെഡ് കിട്ടുന്ന 3 കേസുകളേ ഉള്ളൂ അവിടെ, അല്ലേ? ഏതാ? TTH, THT, HTT. പിന്നെ സോറി, ഒരെണ്ണം കൂടെ ഉണ്ട് TTT. 4 കേസുണ്ട്. അപ്പോൾ മിനിമം 2 കേസസ്. ഇതിൽ സെക്കൻഡ് ടോസിൽ ഹെഡ് കിട്ടുന്ന ഒരേ ഒരു കേസേ ഉള്ളൂ. അപ്പോൾ ഇത് ഹാപ്പൻ ചെയ്യുമ്പോൾ സെക്കൻഡ് ടോസ് ഹെഡ് ആകാന്ന് പറഞ്ഞാൽ 1 കേസേ ഉള്ളൂ, THT. സോ ദ ആൻസർ ഈസ് 1/4. ദ ആൻസർ എന്ന് പറയുന്ന അവിടെ നമുക്ക് 1/4 എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോകുന്നു. 39. Let x be a random variable following binomial distribution BINP. അങ്ങനെയൊന്നും നൊട്ടേഷൻ BNP എന്തെങ്കിലും ആക്കിയോട്ടെ. BNP എന്നാണ് പറയേണ്ടത്. വേറെ ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ബെർണോളി ട്രയൽസ്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സും വേരിയൻസ് ഓഫ് എക്സും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ NP ആണ്, അത് 1. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ NPQ ആണ്, അത് 4/5. മക്കളെ, NPQവിനെ ഞാൻ NP കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ by 1 എടുക്കുന്നു. അപ്പോൾ Q ഈക്വൽ ടു എത്ര കിട്ടി? 4/5. Q 4/5 ആണെങ്കിൽ P എത്ര വരും? 1/5. ആ കിട്ടിയ വാല്യൂ ഇതിവിടെ കൊണ്ട് പണ്ടാറടങ്ങിയാൽ എന്ത് വരും? N × 1/5 ഈക്വൽ ടു 1 എന്ന് വരും. അപ്പോൾ N ഈക്വൽ ടു 5 എന്ന് നമുക്ക് കിട്ടും. ദർഫോർ N ഈക്വൽ ടു 5 ആൻഡ് P ഈക്വൽ ടു 1/5 എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ ആൻസർ അവിടെ കിട്ടുക. ഓക്കെ ആണല്ലോ? നമ്മുടെ ശ്രീകാന്ത് സാർ വെയിറ്റിംഗ് ആണ്. ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, എ ബോക്സ് കണ്ടെയ്ൻസ് 10 coupons labeled 1, 2, 3 etc. 10. 3 coupons are drawn at random and without replacement. Let x1, x2, x3 denote the numbers on the coupons. Then the probability that maximum of x1, x2, x3 എന്ന് പറയുന്ന 7-നേക്കാൾ കുറവാവണം. മാക്സിമം ഓഫ് x1, x2, x3 7-നേക്കാൾ കുറവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 7, 8, 9, 10 കിട്ടാൻ പാടില്ല. അപ്പോൾ 4 എണ്ണം കിട്ടാൻ പാടില്ല. 4 എണ്ണത്തിൽ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ മാക്സിമം എത്രയേക്കാൾ കൂടി? 7-നേക്കാൾ കൂടി. സോ നമുക്ക് കിട്ടേണ്ടത് ബാക്കി 6 എണ്ണത്തിൽ നിന്നായിരിക്കണം 3. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് 6C3/10C3 എന്ന് പറയുന്ന ആൻസറിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, സാജു വർഗീസ് സാറാണ് ഇനി അടുത്തായിട്ട് കയറുന്നത്. സാർ ഇവിടെ വെയിറ്റിംഗ് ആണ്. വരൂ സാർ. Hi everybody, I am Saji Varis, one of the Maths faculty in Brilliant Study Center, Pala. നമുക്ക് 41ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ ഡിസ്കസ് ചെയ്യാം. 41ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. An electric bulb manufacturing company manufactures 3 types of electric bulbs A, B and C. In a room containing these 3 types of electric bulbs, it is not that 6% of type A electric bulbs are defective. 6% are defective and 4% of electric bulbs are 4% of type B electric bulbs are defective. 2% of type C electric bulbs are defective. An electric bulb is selected at random, a lot containing 50 type A, then 30 type B, 20 type C electric bulbs. The selected electric bulbs is found to be defective. Then the probability that the selected electric bulbs was type A. ഇത് ബേസ് തിയറം ഇത് ചെയ്തിട്ടുള്ളതാണ്. ബേസ് തിയറം നമുക്കറിയാം. P of EI given A is equal to EI given A is equal to here. നമുക്ക് ഇവിടെ നമുക്ക് എന്താണ്? ഡിഫക്റ്റീവ് ആവണം. അത് എവിടെ നിന്നായിരിക്കണം? A എന്നായിരിക്കണം. അപ്പോൾ P of E1 given A is equal to P of E1 into P of A given E1 divided by total.
total means P of E1 into P of A given E1 plus P of E2 into P of A given E2 plus P of E3 into P of A given E3. ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ അത് മൂന്നെണ്ണം ഉണ്ട്. പി ഓഫ് E1 എന്ന് പറയുന്നത് നമുക്ക് എ എന്ന് പറയുന്ന ടൈപ്പ് സെലക്ട് ചെയ്യാനാണെങ്കിൽ നമുക്കിവിടെ എത്രയാണ് അതിന് പറഞ്ഞിരിക്കുന്നത് 50 ആണ്. ടോട്ടൽ 100 ഉണ്ട്. 50, 30, 20 ടോട്ടൽ 100 ആണ്. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി വരുമ്പോൾ നമുക്ക് 50/100 ഇൻറ്റു വാട്ട് പി ഓഫ് E1 ഫസ്റ്റ് ബൾബിസിനാകുമ്പോൾ നമുക്ക് എന്താ വരുന്നത് എത്രയാണ് 6% ആണ്. 6/100 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രോബിലിറ്റി നമ്മൾ ചെയ്യാം. ടോട്ടൽ പ്രോബിലിറ്റി എത്രയാണ്? 50/100 ഇൻറ്റു 6/100 പ്ലസ് നെക്സ്റ്റ് 30/100 ഇൻറ്റു 4/100 പ്ലസ് ദെൻ 20/100 ഇൻറ്റു വാട്ട് ഈ ടേം എഴുതണം. 50/100 into 6/100 plus 30/100 into what 4/100 plus 20/100 into 2/100. നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ നമുക്ക് വരുന്നത് 15/23 എന്ന് വരും. ഇതാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ അത് വായിച്ചെടുത്ത് അതിൻ്റെ ഇൻഫർമേഷൻ നോക്കണം അല്ലേ. ഓക്കെ, ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർ ഒബ്സർവേഷൻ x1, x2, x3, x4 it is given that sigma I is equal to 1 to 4 xi square is equal to 656 and sigma I is equal to 1 to 4 xi is equal to 32, then the variance of 4 observation is. നിങ്ങൾക്കറിയാം വേരിയൻസിൻ്റെ ഫോർമുല. വേരിയൻസ് ഫോർമുലയിൽ ഡയറക്റ്റ് കൊടുത്താൽ മതി. വേരിയൻസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന വേരിയൻസ് ഈസ് ഈക്വൽ ടു വാട്ട് സിഗ്മ I is equal to 1 to 4 xi square divided by total number 4 minus sigma I is equal to 1 to 4 xi divided by 4 the whole square ആണ്. ഇതാണ് ഫോർമുല വേരിയൻസിൻ്റെ അല്ലേ. അപ്പോൾ നമുക്കിവിടെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 656 ഡിവൈഡഡ് ബൈ 4 മൈനസ് ദിസ് ഇസ് 32 ഡിവൈഡഡ് ബൈ 4 ദ ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ നമുക്ക് വരുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 225 6 116 4 ആണ്. 164 മൈനസ് 8 സ്ക്വയർ 64 ആണ്. 100 ആണ് നമുക്ക് ആൻസർ വരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി 100 ആൻസർ ഈ ഓപ്ഷനിലില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 100 ആണ്. പക്ഷേ 100 ഇവിടെ വരുന്നില്ല, ഇതിൽ വരുന്നില്ല. കണ്ടോ? അപ്പോൾ അത് ബോണസ് മാർക്കായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, വേരിയൻസിൻ്റെ ഫോർമുല ഇതാണ്. ആ വേരിയൻസിൻ്റെ ഫോർമുലയിൽ നമ്മൾ കൊടുത്ത് സിമ്പിൾ കാൽക്കുലേഷനിലൂടെ നമുക്ക് കിട്ടേണ്ട പ്രോബ്ലമാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, an an contained 8 black 4 white 2 marbles are chosen at random and without replacement. ഇതുണ്ടോ? ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ ആ ബോക്സിൽ കിടക്കുന്ന ബോളുകളിൽ നിങ്ങൾ എടുക്കുന്ന ഇവിടെ 8 ബ്ലാക്ക് ഉണ്ട്, 4 വൈറ്റ് ഉണ്ട്. നിങ്ങൾ ഇവിടെ നിന്ന് എത്ര എടുക്കുന്നു? 2 മാർബിൾസ് എടുക്കുന്നു. 2 മാർബിൾസ് ആർ ചൂസൺ അറ്റ് റാൻഡം ആൻഡ് വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് എന്നാണ്. 2 എണ്ണം എടുക്കുന്നത്. ആ 2 എണ്ണം എങ്ങനെ എടുക്കുന്നത്? 1 by 1 ആയിട്ടാണ്, ഓരോന്ന വീതമാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ എടുക്കുമ്പോൾ പ്രോബിലിറ്റി ഈസ് ഈക്വൽ ടു നമ്മൾ ആദ്യം എടുക്കുന്നു 8/12 ആണ് ഇൻറ്റു വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് തിരിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ 7 ഉള്ളൂ. 7/11 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു 2 ഇൻറ്റു 4 14 2/3 ഇൻറ്റു 7/11. ദ ആൻസർ ഈസ് ഈക്വൽ ടു 14 ഡിവൈഡഡ് ബൈ 33. So D option ആണ് correct. Okay, let's go to next question. നോക്ക് ഇവിടെ, a box contains 100 tickets numbered 0001
0 to etc. 99 and a ticket is drawn at random. Let x denote the sum of the digits on the ticket. X denote the sum of the digits on the ticket. Y denote the product of these tickets. Then the value of P of x is equal to 2 given P of ഇതാണ് കണ്ടീഷണൽ പ്രോബിലിറ്റിയാണ്. P of x is equal to എന്തായിരിക്കണം 2 ആയിരിക്കണം. Given that y എന്തായിരിക്കണം 0 ആയിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് സമ്മ് 2 കിട്ടണം. അതിനു വേണ്ടി കണ്ടീഷണലാണ്. അപ്പോൾ ആദ്യം എന്ത് കിട്ടണം? പ്രൊഡക്റ്റ് 0 ആയിട്ടുള്ളവയിൽ നമുക്ക് എന്ത് കിട്ടണം? സമ്മ് 2 കിട്ടണം. ഡയറക്റ്റ് എഴുതിയാൽ മതി. പ്രൊഡക്റ്റ് 0 ആയിട്ടുള്ള കേസുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ എത്ര കേസുകൾ വരും? 0 ഇത് ഈ കേസുകൾ നമുക്ക് 0 0 0 1 0 2 അങ്ങനെ 0 9 10 കേസില്ലേ? ആ 10 കേസ് കഴിഞ്ഞാൽ പിന്നെ 10 20 30 40 50 60 70 80 90 എത്ര കേസുണ്ട്? 1 2 3 4 5 6 7 8 9 കേസ്. ആദ്യത്തെ 0 മുതൽ 09 വരെ 10 കേസ്. അപ്പോൾ നമുക്ക് ടോട്ടൽ 90. അപ്പോൾ നമ്മൾ ഒരു കണ്ടീഷൻ പ്രോബിലിറ്റി ഇത് നോക്കിയാൽ മതി. y = 0. പ്രൊഡക്റ്റ് 0 ആവുന്നതിൽ നമ്മൾ എന്ത് നോക്കണം? പ്രൊഡക്റ്റ് 0 ആവുന്ന കേസ് എത്രയാണ്? 19 ആണ്. അതിൽ സമ്മ് 2 വരുന്ന കേസുകൾ ഏതൊക്കെയാണ്? ഒന്ന് നമുക്ക് 0 2 ഉണ്ട്, മറ്റൊരു കേസ് 2 0 ഉണ്ട് അല്ലേ? ഒന്ന് 0 2 മറ്റൊന്നതാ 2 0. അപ്പം നമ്മൾ വെറുതെ ഇവിടെ ഡയറക്റ്റ് 2 എന്ന് എഴുതിയാൽ മതി. സോ ആൻസർ ഈസ് 2/19. നമ്മൾ ഫോർമുല ഒന്നും യൂസ് ചെയ്യണ്ട. ഫോർമുല യൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. P of A * B / P of P എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലെറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഓഫ് 2 data sets be 50. Coefficient of variation അറിയണം. ഫോർമുല CV = സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് 50 = നമുക്ക് വരുന്നത് 50 = സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് ഇവിടെ എടുക്കണം. ഇത് വേരിയൻസ് ആണ്. അത് 25 ആണ്. അപ്പോൾ ഇവിടെ 5 എടുക്കൂ ഇൻറ്റു 100 5 then divided by mean x⁻1 into 100 here. Then x⁻1 is equal to what? x⁻1 is equal to 50 ആണ് നമുക്ക് വരുന്നത്. 2 ആണ്. അപ്പോൾ 10 വന്നു അല്ലേ? Isn't it? അടുത്ത കേസിൽ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എത്രയാണ് ഇവിടുത്തെ നമുക്ക് വരുന്നത്? 75 is equal to അവിടുത്തെ നമുക്ക് എന്താണ് വരുന്നത്? ഇത് വേരിയൻസ് ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 6 ആണ്. ഡിവൈഡഡ് ബൈ എന്താണ്? x⁻2 into 100 ആണ്. സോ x⁻2 is equal to what? ഇവിടെ 6 into 100 ഡിവൈഡഡ് ബൈ എത്രയാണ്? 75 ആണ്. നമുക്ക് 25 കൊണ്ടാണെങ്കിൽ 6 into 4 ഡിവൈഡഡ് ബൈ 3 ആണ്. ഇത് വരുമ്പോൾ 2 ആണ്, 8 ആണ് അല്ലേ? ഇവ രണ്ടും കൂടെ ആഡ് ചെയ്യാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തോന്നാ കിട്ടുന്നത്? 10 + 8 is equal to 18 ആണ്. 18 ആണ്. ആൻസർ സി ഓപ്ഷൻ ആണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ നമ്പർ അറേഞ്ച് ചെയ്യണം. 3 നമുക്ക് 2 പ്രാവശ്യം 3 ഉണ്ട്. പിന്നെ എത്രയുണ്ട്? 4 ഉണ്ടോ? ഇല്ല, 5. പിന്നെ 5 പിന്നെ ഏതാണ്? 2 അടുത്ത ടൈംസിൽ നമുക്ക് ഏതാണ്? 7 8 9 ഉണ്ട്, 10 ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അപ്പം തന്നെ അറിയാം ഇവിടുത്തെ ആരാണ് ഇവനാണ് മീഡിയൻ. മിഡിലിൽ നിൽക്കുന്നവനാണ് മീഡിയൻ. ആ മീഡിയൻ ഓരോന്നിനും കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 4 എന്ന് കിട്ടി പ്ലസ്, ഇതിനത് കുറയ്ക്കുമ്പോൾ 4 എന്ന് കിട്ടി പ്ലസ്, ഇത് 2 കിട്ടി പ്ലസ്, 0 പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 3 ആണ്. 5 6 8 8 എത്രയാണ്? 16 ആണ്. അപ്പോൾ നമുക്കിവിടെ എത്ര വരുന്നു? 16. ഇതിൻ്റെ സമ്മ്. അപ്പോൾ നിങ്ങൾക്കറിയാം മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു വാട്ട്? മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു arithmetic mean of absolute deviations of observation. Arithmetic mean of sigma mod d. അതാ ഞാൻ മോഡുലസ് എടുത്ത് ഡിവൈഡഡ് ബൈ n ആണ്. നോക്കൂ, ഇതിൻ്റെ സമ്മ് നമ്മൾ പറഞ്ഞിരുന്നു. എത്ര വന്നേക്കണം? 16 10 13 16 ഡിവൈഡഡ് ബൈ ടോട്ടൽ 7 ആണ്. 16/7 ആണ്. ഡി ആണ് ആൻസർ. ഓക്കെ, ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 47. A biased die is rolled such that the probability of getting K dot. ശ്രദ്ധിക്കണം, ഇത് അൺബയാസ്ഡ് അല്ല, ബയാസ്ഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. ഇനി K dots ആണ്. ആ K should be lies between 1 to 6. Both are inclusive. On the upper face of the die is proportional to K.
അത് പ്രൊപ്പോർഷണൽ ടു കെ ആണ്. ദ പ്രോബിലിറ്റി ദാറ്റ് 5 dots അപ്പിയർ ഓൺ ദ അപ്പർ ഫേസ് ഓഫ് ദ ഡൈസ്. അപ്പോൾ നമുക്ക് ടോട്ടൽ പ്രോബിലിറ്റി 1 ആയിരിക്കും. ടോട്ടൽ പ്രോബിലിറ്റി ഈസ് ഈക്വൽ ടു 1 ആണല്ലോ, പ്രൊപ്പോർഷണൽ ടു. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് 1 ഈസ് ഈക്വൽ ടു നമുക്ക് ആദ്യത്തെ ഓരോന്നും ടോട്ടൽ പ്രൊപ്പോർഷൻ ആണ്. നമ്മൾ ആ കോൺസ്റ്റന്റ് സി എന്ന് കൊടുത്തിരിക്കട്ടെ. അപ്പോൾ സി ഇൻറ്റു 1 ഓരോ പ്രോബിലിറ്റി 1 ഇൻറ്റു. അപ്പോൾ പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞു. പ്രൊപ്പോർഷണൽ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രോബിലിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, കോൺസ്റ്റന്റ്. അപ്പോൾ നമുക്ക് സി പ്ലസ് 2c പ്ലസ് 3c പ്ലസ് 4c പ്ലസ് 5c പ്ലസ് 6c ഈസ് ഈക്വൽ ടു വാട്ട്? ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയാണ്? 1 ആണ്. അപ്പോൾ 6 ആണെങ്കിൽ 6 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 2 ആണ് അല്ലേ? n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 21c ആണ്. 21c ഈസ് ഈക്വൽ ടു 1 ആണ്. c ഈസ് ഈക്വൽ ടു 1 ബൈ 21 ആണ്. ആ കോൺസ്റ്റന്റ് 1 ബൈ 21 ആണ്. അപ്പോൾ 5 ആണെങ്കിൽ നമുക്ക് എത്രയായിരിക്കും? ഡൈസിൽ 5 ആണ് നമുക്ക് വേണ്ടത്. 5 dots ആണെങ്കിൽ ഈസ് പ്രൊപ്പോർഷണൽ ടു പി ഓഫ് 5 dots ആണെങ്കിൽ നമുക്ക് എന്ത് വരണം? x ഈക്വൽ ടു 5 ആണെങ്കിൽ this k into 1 by 21 into 5. That answer is equal to 5 by 21. ഈ ഓപ്ഷൻ ആണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദെൻ ഇവിടെ നോക്കൂ, ഇത് ഓം ഈസ് ഈക്വൽ ടു, ഇത് യൂണിവേഴ്സൽ സെറ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. യൂണിവേഴ്സൽ സെറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഓം ഈസ് ഈക്വൽ ടു സെറ്റ് ആരാണ്? 1 2 3 4 5 ആണ്. ഇനി ഇവിടെ ഇതാണ് എ എന്ന് പറഞ്ഞത്, ഇത് യൂണിവേഴ്സൽ സെറ്റാണ്. ഇവിടെ ബി ഉണ്ട്, ഇത് സി ഉണ്ട്. നിങ്ങൾ നോക്കൂ, നമുക്ക് വേണ്ടത് എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി ആരാ? എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ്. എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 1 3 5. അപ്പോൾ 1 5 ആണ്. അതിൻ്റെ കോംപ്ലിമെൻ്ററി എ ഇൻ്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെൻ്ററി ആരാ? ദാറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് 2 ഉണ്ട് 3 ഉണ്ട് 4 ഉണ്ട് അല്ലേ? 2 3 4 ആണ്. ദെൻ ഇനി ആരാ? സിയുടെ കോംപ്ലിമെൻ്ററി ആരാ? സെറ്റ്. സി എന്ന് പറയുന്നത് ആരാണ്? 2 3 5 ആണ്. അപ്പോൾ 1 4 ആണ്. 1 4 ആണ്. ഇനി അതുമായിട്ടുള്ള യൂണിയൻ എന്ത് വരും? എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്ററി യൂണിയൻ സി കോംപ്ലിമെൻ്ററി ദാറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 ആണ്. അപ്പോൾ ഇവിടെ 4 കേസുകളുണ്ട്. അപ്പോൾ പ്രോബിലിറ്റി ഈസ് ഈക്വൽ ടു നമുക്ക് വരേണ്ടത് ഇവിടെ അനുകൂലമായി 4 കേസ്, നമ്പർ ഓഫ് ഫേവറബിൾ കേസ് 4 ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ പോസിബിൾ കേസ് 5 ആണ്. 4 by 5 ആണ്. ആൻസർ ഡി ആണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 49. നോക്കൂ, ഫോർ എനി റിയൽ നമ്പർ എക്സ് ദെൻ ദ ലീസ്റ്റ് വാല്യൂ ഓഫ്, നിങ്ങൾക്കറിയാം എ കോസ് തീറ്റ പ്ലസ് ഫോർമുലയാണ് ബി സൈൻ തീറ്റ പ്ലസ് സിയുടെ ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് സി മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. സി പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് മാക്സിമം. നമുക്കിവിടെ ലീസ്റ്റാ ചോദിച്ചിരിക്കുന്നത്. സി എന്ന് പറയുന്നവൻ ആരാ? 5 ആണ്. 5 മൈനസ് റൂട്ട് ഓഫ് എത്രയാണ്? 16 പ്ലസ് 9 ആണ്. അതും 5 ആണ്. അപ്പോൾ ഇതെന്താണ്? 0 ആണ്. സി ഓപ്ഷൻ ആണ് കറക്റ്റ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ question number 49. P of x is equal to cos square x plus sin raised to 4x. ശ്രദ്ധിക്കണം, ഇവിടെ P of x എന്ന് പറയുന്നത് P of x-ന് cos square x പ്ലസ് ഇതിൻ്റെ ചോദിച്ചിരിക്കണം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ. അതിൻ്റെ റേഞ്ചാണ് എവിടെ നിന്ന് എങ്ങോട്ടാണെന്ന്. നമുക്ക് വേണമെങ്കിൽ ഡെറിവേറ്റീവ് മെത്തേഡ് അതൊന്നും വേണ്ട. നമ്മളിവിടെ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യുന്നത് cos square x ഇൻറ്റു sin raised to 4x-ന് sin square x എന്ന് എഴുതുക, ഇൻറ്റു സൈൻ സ്ക്വയർ എക്സിന് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതുക, ഇൻറ്റു 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്. നോക്കൂ, അവർ നമുക്ക് കിട്ടുന്നത് ഇത് കിടക്കുന്നത് എന്താണ്? കോസ് സ്ക്വയർ എക്സ് ഉണ്ട്, ഇവിടെ സൈൻ സ്ക്വയർ എക്സ് ഉണ്ട്, അത് 1 ആണ്. ഇൻറ്റു മൈനസ് എന്താണ്? സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ്. അപ്പം നമ്മുടെ മനസ്സിൽ വന്നു ആരാ? 2 sin x cos x sin 2x. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. 1 മൈനസ് 1/4 ഇൻറ്റു 2 sin x cos x the whole square. അതായത് എത്രയാ? sin square 2x. ഈ sin square 2x-നെ കുറിച്ച് നിങ്ങൾക്കറിയാം. sin square 2x-ന്റെ വാല്യൂ എവിടം മുതൽ എവിടം വരെ മൂവ് ചെയ്യുള്ളൂ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും അല്ലേ? ഇതിനെ നമുക്ക് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? -1/4 സർ 0 നെഗറ്റീവ് ആകുമ്പോൾ ഇക്വേഷൻ റിവേഴ്സ് ചെയ്യും. 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1/4 sin square 2x. sin square 2x greater than or equal to what? -1/4 ആണ്. 1 ആഡ് ചെയ്താൽ 1 should be greater than or equal to 1 minus 1/4 sin square 2x. കണ്ടോ, ഇക്വേഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3/4 ആണ്. ആൻസർ എവിടം വരെ? 3/4 മുതൽ എവിടം വരെ? 1 വരെയാണ് പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ റേഞ്ച്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത് ശ്രീകാന്ത് സാർ വരുന്നു. ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ അനാലിസിസ് സൊല്യൂഷൻസൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണ വർഷങ്ങളിൽ നിന്നും സാറന്മാർ പറഞ്ഞ പോലെ തന്നെ സാധാരണ വർഷങ്ങളിൽ നിന്നും കുറച്ച്
ലെങ്തി ക്വസ്റ്റ്യൻസ്, അതായത് സിംപ്ലിഫിക്കേഷൻസ് ഒക്കെ കുറച്ച് കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കപ്പോൾ നോക്കാം. ബാക്കി അടുത്ത 51 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 51 നോക്കാം. ലെറ്റ് ആൽഫ ആൻഡ് ബീറ്റ ബി സച്ച് ദാറ്റ് ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു പൈ ആൻഡ് കോസ് ആൽഫ ഈക്വൽ ടു 1/√2. ഈ കോസ് ആൽഫ എന്ന് പറയുന്നത് 1/√2 ആണെങ്കിൽ ഉടനെ നമുക്ക് പറയാൻ പറ്റും ആൽഫ എത്രയാ? 45 ഡിഗ്രിയാ. ശരിയല്ലേ? കോസ് 45 ഡിഗ്രി 1/√2 ആകത്തുള്ളൂ. ഇനി ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് പൈയ. പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണ്. അതിൽ ആൽഫ 45 ആകുമ്പം ബീറ്റ അപ്പം എന്തായിരിക്കും? 180 മൈനസ് ആൽഫ, 180 മൈനസ് 45 അത് 135 ഡിഗ്രിയാണ്. അപ്പം ആൽഫ 45ഉം ബീറ്റ 135 ആണ്. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? കോട്ട് ഓഫ് ബീറ്റ മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ കോട്ട് ഓഫ് ബീറ്റ എന്ന് പറയുന്നത് 135 മൈനസ് 45 അത് കോട്ട് 90 ഡിഗ്രിയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം കോട്ട് 90യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. 0 ഈസ് ദ ആൻസർ. 0 ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ട്രിഗ്നോമെട്രി ആണ്, ചെയ്യാവുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ, അത്ര ടഫൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 52 എന്താ നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 52 ദ വാല്യൂ ഓഫ് കൊസീക്ക് 20 ഡിഗ്രി ഇൻറ്റു ടാൻ 60 ഡിഗ്രി. ടാൻ 60 ഡിഗ്രിയുടെ വാല്യൂ നമുക്കറിയാം √3. ടാൻ 60 എന്ന് പറയുന്നത് √3 മൈനസ് സീക്ക് 20 ഡിഗ്രി ആണ്. ഈ കൊസീക്ക് 20 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് 1/sin 20 ഡിഗ്രിയാണ്. മൈനസ് ഇത് സീക്കാണ് അല്ലേ, സൈൻ അല്ല, ഇത് സീക്ക് 20 ആണ്. അപ്പോൾ സീക്ക് 20 എന്ന് വെച്ചാൽ 1/cos 20 ഡിഗ്രി. നമുക്കൊന്ന് LCM എടുക്കാം. എന്താ വരിക? LCM എടുത്താൽ sin 20 ഇൻറ്റു കോസ് 20 അപ്പോൺ ഇത് √3 cos 20 മൈനസ് സൈൻ 20. അതായത് ന്യൂമറേറ്റർ നമുക്കറിയാം എ കോസ് തീറ്റ പ്ലസ് ബി സൈൻ തീറ്റ. പ്ലസ്സോ മൈനസോ വന്നാൽ കുഴപ്പമില്ല. അങ്ങനെ വന്നാൽ ഏറ്റവും നല്ലത് √(a² + b² കൊണ്ട് ഡിവൈഡ് ചെയ്യുക. √3² + 1² √4 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കറിയാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു √3/2 ഇൻറ്റു കോസ് 20 മൈനസ് ഇത് 1/2 ഇൻറ്റു സൈൻ 20 ഡിവൈഡ് ബൈ ന്യൂമറേറ്ററിൽ 1/2 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഡിനോമിനേറ്ററിലും ഡിവൈഡ് ചെയ്യണം. 1/2 ഇൻറ്റു സൈൻ 20 കോസ് 20 എന്ന് വരും. ശരിയല്ലേ? ഈ √3/2 നമുക്ക് വേണമെങ്കിൽ സൈൻ 60 എന്ന് എഴുതാം. √3/2 എന്ന് പറയുന്നത് സൈൻ 60 ആണ്. അപ്പം ഇത് സൈൻ 60 ഇൻറ്റു കോസ് 20 മൈനസ് ഈ 1/2 നമുക്ക് കോസ് 60 എന്ന് എഴുതാം. അപ്പം ഇത് കോസ് 60 സൈൻ 20 എന്ന് വരും. കോസ് 60 സൈൻ 20 ഡിവൈഡഡ് ബൈ ഹാഫ് ഇൻറ്റു ഇത് നമുക്ക് സൈൻ 20 കോസ് 20. ഇത് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി അല്ലേ? എന്താ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി? അത് സൈൻ എ മൈനസ് ബി 60 മൈനസ് 20 40 ഡിവൈഡ് ബൈ ഹാഫ് ഓഫ് ഇത് സൈൻ എ കോസ് എ. എന്താ സൈൻ എ കോസ് എ? 2 സൈൻ എ കോസ് എ എന്ന് പറയുന്നത് സൈൻ 2a. അപ്പോൾ ഇത് 2 ഇല്ല എന്ന് പറയുമ്പം ഹാഫ് ഓഫ് സൈൻ 2a. എ 20 ആണ്. അപ്പോൾ 2 × 20 എന്ന് പറയുമ്പം സൈൻ 40. അപ്പോൾ സൈൻ 40 കട്ടാകും. പോയിട്ട് 1/1/4. 4 ഈസ് ദ കറക്റ്റ് ആൻസർ. 4 എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. 4 എന്നുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. ഡി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. 52D ഈസ് ദ കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 53 ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ, കണ്ടീഷണൽ ഐഡൻറ്റിറ്റീസ് ആണ്. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ 2π ആണെങ്കിൽ കോട്ട് α/2 ഇൻറ്റു കോട്ട് β/2 പ്ലസ് കോട്ട് α/2 ഇൻറ്റു കോട്ട് γ/2 പ്ലസ് കോട്ട് β/2 ഇൻറ്റു കോട്ട് γ/2. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അറിഞ്ഞു വെക്കണം. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്ന് പറയുന്നത് π ആണെങ്കിലും ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ 2π ആണെങ്കിലും എല്ലാം കോട്ട് α/2. അപ്പം ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ 2π ആകുമ്പോൾ α/2 പ്ലസ് β/2 പ്ലസ് γ/2 എന്ന് പറയുന്നത് π ആകും.
അപ്പോൾ ഇതിൻ്റെ വാല്യൂ 1 ആണ്. കണ്ടീഷണൽ ഐഡൻറ്റിറ്റീസ് നമ്മുടെ സിനോപ്സിസിൽ നമ്മളെ മെറ്റീരിയൽ നേരെ കൊടുക്കുന്ന റിസൾട്ടാണ്. പ്രൂവ് ചെയ്യാം. ഇത് പ്രൂവ് ചെയ്യുവാനാണെങ്കിൽ കുറച്ച് ഇതായിട്ട് വരും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് സൈഡിലും കോട്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ ടാൻ എടുത്തിട്ട് ടാൻ നിന്ന് കോട്ടിലേക്ക് മാറ്റിയാൽ മതി. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് റിസൾട്ടാണ്. 1 ഈസ് ദ കറക്റ്റ് ആൻസർ. 53യുടെ ആൻസർ എന്ന് പറയുന്നത് 1. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 54. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. നമ്മളെ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും ക്ലാസ്സിൽ പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇഫ് പി ക്യു ആർ ആർ റിയൽ നമ്പേഴ്സ് സച്ച് ദാറ്റ്, ഇതിനാണ് ഇമ്പോർട്ടൻസ്, മോഡ് ആർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ, ദെൻ ദ ഇക്വേഷൻ പി കോസ് തീറ്റ പ്ലസ് ക്യൂ സൈൻ തീറ്റ പ്ലസ് ആർ ഹാസ്, നമുക്കറിയാം പി കോസ് തീറ്റ പ്ലസ് ക്യൂ സൈൻ തീറ്റ ഈക്വൽ ടു ആറിന് സൊല്യൂഷൻ ഉണ്ടാകണമെങ്കിൽ ഈ ആറിൻ്റെ വാല്യൂ, മോഡ് ആറിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ആയിരിക്കണം. ബട്ട് ഇവിടെ തന്നിരിക്കുന്നത് മോഡ് ആർ ഗ്രേറ്റർ ദാൻ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അങ്ങനെ വന്നാൽ നമ്മുടെ കൺക്ലൂഷൻ പറയാൻ പറ്റുക ദിസ് ഇക്വേഷൻ ഹാസ് നോ സൊല്യൂഷൻ എന്നാണ്. കോൺസെപ്റ്റാണത്. നമ്മുടെ ട്രിഗ്നോമെട്രിയിൽ എപ്പോഴും അറിഞ്ഞു വെക്കേണ്ട കോൺസെപ്റ്റ് നോ സൊല്യൂഷൻ എന്നാണ്. നോ സൊല്യൂഷൻ എന്നുള്ള ഓപ്ഷനുണ്ട്. ഡി 54D ഈസ് ദ കറക്റ്റ് ആൻസർ. കോൺസെപ്റ്റഡാണ് കാര്യം. നമ്മളെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെങ്കിൽ ഒരുപാട് പറയാണ്ട് ഇതിനെക്കുറിച്ചൊക്കെ. പക്ഷേ ഈ സംഭവം പറഞ്ഞാൽ ഉടനെ നോ റിയൽ സൊല്യൂഷൻ എന്ന് എഴുതി വെച്ചാൽ മതി, വേറെ ഒന്നുമില്ല. Then go to question number 55. എന്താ നോക്കിക്കേ, question number 55. If x belongs to 0 to pi satisfies the equation 6 raised to 1 plus sin x plus sin square x plus etc. etc. up to infinity equal to 36. ഈ 36നെ നമുക്ക് 6 സ്ക്വയർ എന്ന് എഴുതാം. കാരണം ഇത് 6 ആയതുകൊണ്ട് ഇതും 6 സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ പവേഴ്സ് ഈക്വൽ ആയിരിക്കും. ഈ പവർ എന്താ, 1 പ്ലസ് സൈൻ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. അത് ജോമെട്രിക് പ്രോഗ്രഷനാണ്. ജി പി എ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ഒരു ഇൻഫിനിറ്റ് ജോമെട്രിക് പ്രോഗ്രഷൻ്റെ സം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. എസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് മോഡ് ആർ ലെസ് ദാൻ 1 ആയിരിക്കണം. ഈ തന്നിരിക്കുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. എസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് a/1 - r. അപ്പോൾ ഇവിടെ 6 നമുക്ക് കളയാം. പവേഴ്സ് ഇക്വേറ്റ് ചെയ്ത് വെച്ചാൽ മതി. പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുമ്പം ഇത് സമ്മും കൂടി കണ്ടുപിടിച്ചാൽ a/1 - r. അപ്പോൾ 1/1 - r എന്ന് പറയുന്നത് കോമൺ റേഷ്യോ ഇവിടെ സൈൻ എക്സാ. 1/sin x സൈൻ സ്ക്വയർ എക്സ് 1/1 - sin x ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. 1/1 - sin x a/1 - r 1/1 - sin x is equal to 2 എന്ന് വരും. ഓർ നമുക്ക് 1 equal to 2 - 2 sin x എന്ന് വരും. ഓർ ഇതിനെ ഇപ്പുറത്തേക്ക് എടുത്താൽ 2 sin x equal to 2 sin x is equal to 1 വരും. sin x equal to 1/2 എന്ന് വരും. sin x is equal to 1/2 ആണെങ്കിൽ x എന്ന് പറഞ്ഞപ്പോൾ എത്രയാ, 30 ഡിഗ്രി. 30 ഡിഗ്രി എന്ന് വെച്ചാൽ π/6 റേഡിയൻ എന്ന് വരും. π/6 റേഡിയൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 55ൻ്റെ ഓപ്ഷൻ സി കേട്ടോ. അപ്പോൾ ഇത് ജോമെട്രിക് പ്രോഗ്രഷൻ a/1 - r 1/1 - sin x. അത് 6 സ്ക്വയർ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 2. അപ്പോൾ 1 - sin x is equal to 1 is equal to 2 - 2 sin x. 2 sin x equal to 1. sin x 1/2 ആണെങ്കിൽ x is equal to π/6 is the correct answer. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 56 എന്താ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 56 നല്ലൊരു ക്വസ്റ്റ്യനാണ്. കുറച്ച് നല്ല ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷെ നമ്മളൊക്കെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലാസ്സിൽ ചെയ്യിക്കുന്നതാണ്. ഇതാണ് ഇഫ് ദ വാല്യൂസ് ഓഫ് എ വെർ നോട്ട് ഈക്വൽ ടു 0 ഫോർ വിച്ച് the equation half into x minus 2 the whole square plus 1 equals sine of a/x wholes. നമുക്കറിയാം ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡായിട്ട് കാണുന്ന ആദ്യം. റൈറ്റ് ഹാൻഡ് സൈഡ് സൈൻ a/x. ഈ സൈൻ a/xൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സൈൻ a/xൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എന്നാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയറാണ്. ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ മിനിമം വാല്യൂ 0 ആയിരിക്കും. പെർഫെക്റ്റ് സ്ക്വയർ ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അപ്പോൾ ഇതിൻ്റെ വാല്യൂ മിനിമം വാല്യൂ 0 അതിൻ്റെ കൂടെ +1 കൂടി ഉണ്ടെന്ന് പറയുമ്പം റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്
ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എങ്ങനെയായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. മിനിമം വാല്യൂ 1 1നെക്കാട്ടിലും കൂടത്തേ ഉള്ളൂ അതിൻ്റെ വാല്യൂ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആകണമെങ്കിൽ, ഇതിന് സൊല്യൂഷൻ ഉണ്ടാകണമെങ്കിൽ അപ്പോൾ ഒരേ ഒരു കോൺസെപ്റ്റേ ഉള്ളൂ, ഇത് രണ്ടും ഈക്വൽ ടു 1 ആകണം. ഇത് രണ്ടും ഈക്വൽ ടു 1 ആകണം. ഇത് ഈക്വൽ ടു 1 ആകുന്ന എപ്പോഴാ? ഈ സാധനം ഈക്വൽ ടു 1 ആകണമെങ്കിൽ എക്സ് ഈക്വൽ ടു 2 അത് പറ്റുക. ശരിയല്ലേ? ഹാഫ് ഇൻറ്റു എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 1 ആകണമെങ്കിൽ ഹാഫ് ഇൻറ്റു എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ 0 ആകണം. എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ 0 ആകണം. എക്സ് ഈക്വൽ ടു 2. അപ്പോൾ എക്സ് ഈക്വൽ ടു 2 ഈ സംഭവം നടക്കുന്നത്. എക്സ് ഈക്വൽ ടു 2 മാത്രമേ ഇത് സംഭവിക്കത്തുള്ളൂ, പോസിബിൾ ആകത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ എങ്ങനെ മാറും? ഇത് എന്ന് പറയുന്നത് സൈൻ ഓഫ് എ ബൈ എക്സ്, അതിൽ എക്സ് 2 ആയിരിക്കണം. അപ്പോൾ എ ബൈ 2 ഈക്വൽ ടു 1 എന്ന് വരും. ഓർ സൈൻ എ ബൈ 2 ഈക്വൽ ടു ഈ 1നെ നമുക്ക് വേണമെങ്കിൽ സൈൻ പൈ ബൈ 2 എന്ന് എഴുതാം. ഇത് നമ്മുടെ ജനറൽ സൊല്യൂഷൻ. സൈൻ തീറ്റ ഈക്വൽ ടു സൈൻ ആൽഫ ഫോം. എന്താ സൈൻ തീറ്റ ഈക്വൽ ടു സൈൻ ആൽഫയുടെ ജനറൽ സൊല്യൂഷൻ? തീറ്റ ഈക്വൽസ് എൻ പൈ പ്ലസ് -1 റേസ് ടു n ഇൻറ്റു ആൽഫ. അപ്പോൾ ഇത് എ ബൈ 2 ആണ് ഇവിടുത്തെ തീറ്റ, ഈക്വൽസ് എൻ പൈ പ്ലസ് -1 റേസ് ടു n ഇൻറ്റു പൈ ബൈ 2. സോ എല്ലാത്തിനെയും ഒരു എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ തീറ്റ ഈക്വൽ ടു എൻ പൈ ബൈ 2 പ്ലസ് കേട്ടോ, തീറ്റ ഈക്വൽ ടു എൻ പൈ പ്ലസ്. അപ്പം എൻ പൈ പ്ലസ് -1 റേസ് ടു n ഇൻറ്റു പൈ ബൈ 2. അപ്പോൾ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 2n പൈ പ്ലസ് -1 റേസ് ടു n ഇൻറ്റു പൈ എന്ന് വരും. എന്നാൽ ഈ തന്നിരിക്കുന്ന 2n പൈ പ്ലസ് -1 റേസ് ടു n എന്നുള്ള വാല്യൂ നമുക്ക് ഡയറക്റ്റായിട്ട് അവിടെ ഇല്ല അല്ലേ? അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുന്നത് നല്ലതായിരിക്കും, നമ്മളിതിന് വാല്യൂസ് ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ n ആദ്യം 0 ആണെങ്കിൽ നോക്കാം. n ഈക്വൽ ടു 0 ഇട്ട് കൊടുത്താൽ എയുടെ വാല്യൂ അപ്പോൾ എത്രയാ? 0 പ്ലസ് -1 റേസ് ടു 0 1. അപ്പോൾ ഇത് പൈ എന്ന് കിട്ടും. അടുത്തത് n-ന് 1 കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എയുടെ വാല്യൂ എത്രയാ വരിക? എയുടെ വാല്യൂ n-ന് 1 കൊടുക്കുമ്പോൾ ഇത് 2 പൈ മൈനസ് പൈ എന്ന് വരും അല്ലേ? -1 റേസ് ടു 1 -1. അപ്പോൾ 2 പൈ മൈനസ് പൈ, അത് പൈ തന്നെ വരും. അടുത്തത് n ഈക്വൽ ടു 2 ആണെങ്കിൽ എയുടെ വാല്യൂ എത്ര വരും? ഇത് 4 പൈ അല്ലേ? n-ന് 2 കൊടുക്കുമ്പോൾ 2 × 2 4 പൈ പ്ലസ് -1 റേസ് ടു n. -1 റേസ് ടു n എന്ന് പറയുമ്പം -1 റേസ് ടു 2 1 എന്ന് വരും. 4 പൈ പ്ലസ് പൈ, അത് 5 പൈ എന്ന് വരും. n ഈക്വൽ ടു 3 ഇട്ട് കൊടുത്താൽ ഇത് 6 പൈ മൈനസ് പൈ 5 പൈ തന്നെ വരും. അടുത്തത് n ഈക്വൽ ടു 4 കൊടുത്താൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 × 2 പൈ. എയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇത് 8 പൈ മൈനസ് പൈ, 8 പൈ അല്ലേ? 8 പൈ മൈനസ് അല്ലല്ലോ, -1 റേസ് ടു 4 -1 റേസ് ടു 4 എന്ന് പറയുമ്പോൾ +1 ആകും. അപ്പോൾ 8 പൈ പ്ലസ് പൈ 9 പൈ എന്ന് വരും. അതായത് ഇതിൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടുക, ഈ എയുടെ വാല്യൂസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഏതൊക്കെയാ? പൈ, 5 പൈ, 9 പൈ, ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് പറയാവുന്ന കാര്യം എന്ന് പറയുന്നത് അപ്പം ഇതാ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് പറയാൻ പറ്റുക. ശരിയല്ലേ? n-ന് 1 ഇട്ട് കൊടുത്താൽ നമുക്കിവിടെ പക്ഷേ 0 ആയിട്ട്, ഇവിടെ n-ന് 1 കൊടുത്താൽ നമുക്ക് കിട്ടുന്നത്, n-ന് 0 ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ പൈ, n-ന് 1 കൊടുത്താൽ 5 പൈ, n-ന് 2 കൊടുത്താൽ 9 പൈ. സോ ഓപ്ഷൻ എ ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 56, ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 57 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 57 എന്ന് പറയുന്നത് എന്താ? എക്സ് ഈസ് എ റിയൽ നമ്പർ സച്ച് ദാറ്റ് ടാൻ എക്സ് പ്ലസ് cot x ഈക്വൽ ടു 2. ദെൻ എക്സ് ഈക്വൽ ടു, ജനറൽ സൊല്യൂഷൻ്റെ ക്വസ്റ്റ്യൻ ആണിതും. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ടാൻ എക്സ് പ്ലസ് കോട്ട് എക്സിനെ നമുക്ക് 1/tan x എന്ന് എഴുതാം, ഈക്വൽ ടു 2. അപ്പോൾ ടാൻ എക്സ് നോട്ട് ഈക്വൽ ടു 0 ആയിട്ട് അസ്യൂം ചെയ്തിട്ട് ഒരു ടാൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് ടാൻ സ്ക്വയർ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 2 tan x. ഇപ്പുറത്തേക്ക് എടുത്താൽ -2 tan x ഈക്വൽ ടു 0. ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. tan square x -2 tan x plus 1, a square minus 2ab plus b square എന്നുള്ള ഫോം അല്ലേ?
അത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ടാൻ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് വരും. വിച്ച് ഇംപ്ലൈസ് ടാൻ എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് വരും. വിച്ച് ഇംപ്ലൈസ് ടാൻ എക്സ് ഈക്വൽ ടു 1 എന്ന് വരും. ടാൻ എക്സ് ഈക്വൽ ടു 1 ജനറൽ സൊല്യൂഷൻ എഴുതിയാൽ മതി. ടാൻ എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ടാൻ പൈ ബൈ 4 ഓഫ് ദ ഫോം ടാൻ തീറ്റ ഈക്വൽ ടു ടാൻ ആൽഫ. വാട്ട് ഈസ് ദ ജനറൽ സൊല്യൂഷൻ? എക്സ് ഈക്വൽസ് എൻ പൈ പ്ലസ് ആൽഫ. ശരിയല്ലേ? ഓർ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു പൈ ബൈ 4 പുറത്തെടുക്കാം. അല്ലെങ്കിൽ എന്താ പുറത്തെടുത്തിരിക്കുന്നതിനകത്ത് എൻ പ്ലസ് 1/4 പൈ. പൈ പുറത്തെടുത്തിരിക്കുകയാണ്. പൈ പുറത്തെടുത്താൽ ആൻസർ കിട്ടും. പൈ പുറത്തെടുത്താൽ പൈ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ എൻ പ്ലസ് 1/4 എന്ന് വരും. ഓർ എൻ പ്ലസ് 1/4 ഇൻറ്റു പൈ എന്ന് വരും. എൻ പ്ലസ് 1/4 ഇൻറ്റു പൈ വേർ എൻ ബിലോങ്സ് ടു സെഡ്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി ഇത് ഇത്രയും ചെയ്തില്ലെങ്കിലും ഈ ടാൻ എക്സ് പ്ലസ് കോട്ട് എക്സ് ഈക്വൽ 2 എന്ന് വെച്ചാൽ കോട്ട് എക്സ് ടാൻ എക്സിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ 1 + 1 = 2 വരത്തുള്ളൂ. അപ്പോൾ അത് ഡയറക്റ്റ് നമുക്ക് വേണമെങ്കിൽ ടാൻ എക്സ് ഈക്വൽ ടു 1 ടാൻ എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എൻ പൈ പ്ലസ് പൈ ബൈ 4ലേക്ക് ഡയറക്റ്റ് ആൻസർ എഴുതാം. ഇത്രയും എഴുതാതെ കുറച്ച് ഷോർട്ട് കട്ട് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ട്രയൽ അത് അന്നേരം നമുക്ക് പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ. ഓക്കെ, എനിവേ ഓപ്ഷൻ എ തന്നെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 58 കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എന്താണെന്ന് നോക്കിക്കേ. 1 + sin x divided by 1 - sin x equals 1 + sin y the whole cube divided by 1 - sin y the whole cube. For some real values of x and y, then sin x by sin y. നമ്മൾ കോമ്പോണൻറ്റോ ഡിവിഡൻറ്റോ എന്നുള്ള പ്രോപ്പർട്ടിയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. കോമ്പോണൻറ്റോ ഡിവിഡൻറ്റോ പ്രോപ്പർട്ടി നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താ കോമ്പോണൻറ്റോ ഡിവിഡൻറ്റോ പ്രോപ്പർട്ടി? എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ നമുക്ക് കിട്ടും എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ഈക്വൽസ് സി പ്ലസ് ഡി ഡിവൈഡഡ് ബൈ സി മൈനസ് ഡി. അപ്പോൾ ഇത് 1 + sin x + 1 - sin x ബൈ 1 + sin x - 1 - sin x ക്യാൻസൽ ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു sin x 2 sin x എന്നോ വേണ്ടൊക്കെ കിട്ടും. അതുപോലെ ഇവിടെ 1 + sin x sin y the whole cube minus 1 - sin y the whole cube by 1 + sin y the whole cube minus 1 - sin y the whole cube. a³ + b³ a³ - b³ വെച്ച് സിംപ്ലിഫൈ ചെയ്താൽ മതി. എന്നിട്ട് അന്നേരം നമുക്ക് ഈ പറയുന്ന sin x by sin y യുടെ വാല്യൂ കിട്ടും. ഓപ്ഷൻ എ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ മതി. ഓപ്ഷൻ എ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. കോമ്പോണൻറ്റോ ഡിവിഡൻറ്റോ പ്രോപ്പർട്ടി വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്താൽ മതി. സിംപ്ലിഫിക്കേഷൻ വലിയ കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി ഒന്ന് ഇതാണെന്ന് മാത്രം. കാണുമ്പോൾ ഇച്ചിരി പേടിക്കുന്ന ക്വസ്റ്റൻ ആണെങ്കിലും ഈ കോമ്പോണൻറ്റോ ഡിവിഡൻറ്റോ അപ്ലൈ ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 59. ക്വസ്റ്റ്യൻ നമ്പർ 59 നോക്കാം. എന്താ നോക്കിയേ ക്വസ്റ്റ്യൻ നമ്പർ 59. If k is a real number such that sin 3π by 14 into cos 3π by 14 equals k times cos pi by 14, then what is the value of 4k? k എന്നുടിക്കുക 4k ആയി ചോദിച്ചിരിക്കുന്നത്. അതിനായിട്ട് ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നുണ്ട്? ഇത് sin a cos a എന്നുള്ള ഫോമാണ്. നമുക്കറിയാം 2 sin a cos a എന്ന് പറയുന്നത് sin 2a ആ. അപ്പോൾ ഇത് sin a cos a 2 ഇല്ലാത്തതുകൊണ്ട് ഒരു ഹാഫ് ഇട്ടാൽ മതി. അപ്പോൾ ഹാഫ് ഓഫ് sin 2a എന്ന് പറയുമ്പോൾ ഇത് 6π by 14 എന്ന് വരും. ഈക്വൽസ് ടു k ഇൻറ്റു ഇവിടെ സൈൻ ആയതുകൊണ്ട് ഇതിനെയും ഇതിലേക്ക് കൊണ്ടുപോവുക, ഇല്ലെങ്കിൽ അടുത്ത മറ്റേതിലേക്ക് കൊണ്ടുപോയി മതി. ഇത് കോസ് പൈ ബൈ 14. ഇത് സൈൻ ആണ്, ഇത് കോസിലേക്ക് കൊണ്ടുപോകാം. നമുക്ക് എങ്ങനെയാണ് സൈനിനെ കോസിലേക്കോ കോസിനെ സൈനിലേക്കോ കൊണ്ടുപോകുന്നത്? നമുക്കറിയാം സൈൻ എ എന്ന് പറയുന്നത് കോസ് ഓഫ് പൈ ബൈ 2 - a. അപ്പോൾ ഇവിടെ എ ആയിട്ട് 6π by 14 എടുത്താൽ സൈൻ 6π by 14 എന്ന് പറയുന്നത് എന്ത് വരും? അപ്പം കോസ് ഓഫ് പൈ ബൈ 2 മൈനസ് ഓഫ് 6π by 14 എന്ന് വരും. 6π by 14 എന്ന് വരും. ദറ്റ് ഈസ് കോസ് ഓഫ് 14 upon എത്രയാ? 7π - 6π പൈ ബൈ 14 വരും. അതായത് അത് നോക്കുക, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സൈൻ 6π by 14 എന്ന് പറയുന്നത് കോസ് പൈ ബൈ 14. അതിവിടെ കൊടുത്താൽ എന്താ വരിക? ദിസ് ബിക്കം ഹാഫ് ഇൻറ്റു ഈ സൈൻ
6π/14 പകരം cos π/14 കൊടുത്താൽ ദിസ് ഈസ് ഈക്വൽ ടു സിം k ഇൻറ്റു cos π/14 എന്ന് തന്നെ വരും. രണ്ട് സൈഡിൽ നിന്നും cos π/14 കട്ടായി പോകും, പോയിട്ട് k ഈക്വൽ ടു 1/2 എന്ന് വരും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 4k ആണ്, മീൻസ് 4 ഇൻറ്റു 1/2. 2 ഈസ് ദ കറക്റ്റ് ആൻസർ. 2 എന്നുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 59 നോക്കാം. എന്താ നോക്കിക്കേ, ക്വസ്റ്റ്യൻ നമ്പർ 59. ഇന്ന ട്രയാങ്കിൾ എ ബി സി. ഇന്ന ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യമുണ്ട്. a+b+c എന്ന് പറയുന്നത് 180 ഡിഗ്രി, പൈ റേഡിയൻ. എപ്പോൾ കണ്ടാലും തോന്നേണ്ട കാര്യമാണ്. ഇന്ന ട്രയാങ്കിൾ എ ബി സി ആംഗിൾ സം പ്രോപ്പർട്ടി തന്നെ a+b+c ഈസ് ഈക്വൽ ടു പൈ. ദെൻ ഈഫ് cos square a minus sin square b plus cos square c equal to 0, then the value of cos a, cos b, cos c. സംഗതി വളരെ സിമ്പിളാണ്. ഇത്രയും ചെയ്തിച്ചാൽ മതി. കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താ ഈ കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി? നമ്മൾ പഠിക്കുന്ന ഫോർമുല എങ്ങനെയാണ്? cos a plus b ഇൻറ്റു cos a മൈനസ് b എന്ന് പറയുന്നത് cos സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി എന്നാണ് നമ്മൾ പഠിക്കുന്നൊരു ഫോർമുല ആയത്. cos a പ്ലസ് ബി ഇൻറ്റു cos a മൈനസ് ബി എന്ന് പറയുന്നത് cos സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ തിരിച്ച് നമുക്കപ്പോൾ cos സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബിക്ക് പകരം നമുക്ക് cos a പ്ലസ് ബി ഇൻറ്റു cos a മൈനസ് ബി എന്നെഴുതാം. പ്ലസ് cos സ്ക്വയർ സി ഈക്വൽ ടു 0 എന്ന് വരും. വാട്ട് ഈസ് cos a പ്ലസ് ബി? ഇതാ a പ്ലസ് ബി പ്ലസ് സി പൈ. അപ്പോൾ a പ്ലസ് ബി ആരാ? പൈ മൈനസ് സി. അപ്പോൾ ഈ cos ഓഫ് a പ്ലസ് ബി എന്ന് പറയുന്നത് cos ഓഫ് പൈ മൈനസ് സി ആണ്. വാട്ട് ഈസ് cos പൈ മൈനസ് സി? cos പൈ മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് cos തീറ്റയാണ്. മൈനസ് cos സി. അപ്പോൾ ഇത് മൈനസ് cos സി ഇൻറ്റു cos a മൈനസ് ബി പ്ലസ് cos സ്ക്വയർ സി ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഒരു cos സി നമുക്ക് കോമൺ ഫാക്ട് എടുക്കാം. cos സി കോമൺ ഫാക്ട് എടുത്താൽ ഇത് cos സി മൈനസ് ഓഫ് cos a മൈനസ് ബി ഈക്വൽ ടു 0 എന്ന് വരും. ശരിയല്ലേ? cos സി മൈനസ് cos a മൈനസ് ബി ഈക്വൽ ടു 0 എന്ന് വരും. ബട്ട് സി എന്താ? ഈ സി എന്ന് പറയുന്നത്, സി എന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്കറിയാം ദ cos സി എന്ന് പറയുന്നത് എന്താ? മൈനസ് cos സി എന്ന് പറയുന്നത് മൈനസ് ഓഫ് മൈനസ് cos സി എന്ന് പറയുന്നത് cos a പ്ലസ് ബി. അപ്പോൾ തിരിച്ച് cos സിക്ക് പകരം നമുക്ക് വീണ്ടും മൈനസ് ഓഫ് cos a പ്ലസ് ബി എന്ന് എഴുതാം. ശരിയല്ലേ? സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് cos സി ഇൻറ്റു ഇത് മൈനസ് cos ഓഫ് a പ്ലസ് ബി. തിരിച്ചെഴുതുക. cos a പ്ലസ് ബിനെ മൈനസ് cos സി നേരത്തെ എഴുതി. ഇപ്പോൾ തിരിച്ച് cos സിനെ നമ്മൾ മൈനസ് cos സി എന്ന് വെച്ചാൽ cos a പ്ലസ് ബി. അപ്പോൾ cos സി എന്ന് വെച്ചാൽ മൈനസ് cos a പ്ലസ് ബി ആണ്. മൈനസ് ഓഫ് cos a മൈനസ് ബി ആണ്. ഒരു മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുത്താൽ മൈനസ് cos സി ഇൻറ്റു ഇത് cos a പ്ലസ് ബി പ്ലസ് cos a മൈനസ് ബി എന്ന് വരും. ഇത് 0. അതായത് നമ്മൾ പഠിക്കുന്ന ഫോർമുല cos a പ്ലസ് ബി പ്ലസ് cos a മൈനസ് ബി എന്ന് പറയുന്നത് 2 cos a cos b. അപ്പോൾ ഇത് മൈനസ് cos സി ഇൻറ്റു 2 cos a cos b ഈക്വൽ ടു 0. ഒരു -2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയില്ലേ? cos a cos b cos c become 0. 0 is the correct answer. 0 എന്നുള്ള ഓപ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഓപ്ഷൻ യെസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. 61 മുതലുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ സാറന്മാർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊതുവേ ഇച്ചിരി ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരുന്നു, എന്നാൽ പോലും കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടഫാകുന്നതും ഒരു കണക്കിന് നല്ലതാണ്. നമുക്ക് നല്ല മാർക്സ്, നല്ല കുട്ടികൾക്കൊക്കെ അപ്പോൾ എല്ലാവർക്കും ടഫാകും. അപ്പോൾ നമ്മൾ കൂടുതൽ എഴുതുന്തോറും നമുക്ക് നല്ല മാർക്കുകൾ കിട്ടും. എനിവേ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ഫ്യൂച്ചർ ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്നത്തെ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 61 ആണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. ദി വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് കോസ് 7 π/4, ദാറ്റ് ഈസ് കോസ് ഇൻവേഴ്സ്. നമുക്കിതിനെ കോസ് 2π - π/4 എന്ന് എഴുതാം. ദാറ്റ് ഈസ് കോസ് ഇൻവേഴ്സ് കോസ് π/4, ദാറ്റ് ഈസ് പ്രിൻസിപ്പൽ വാല്യൂ π/4. അവർ ഓപ്ഷൻ ഈസ് ഡി, ഫസ്റ്റ് ഓപ്ഷനായി. ക്വസ്റ്റ്യൻ നമ്പർ 61. നെക്സ്റ്റ് ഈസ് tan inverse A plus tan inverse B. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. tan inverse A plus B divided by 1 minus A into B. That is tan inverse 5 plus 4 9 divided by 10 minus 2 8. Tan inverse 9/8. That is option E. Next is 63. tan inverse √3. tan inverse √3 എന്ന് പറയുന്നത് π/3 ആണ്. tan inverse 2/√3. cos inverse ആണെങ്കിൽ നമ്മൾ √3/2 π/6 ആണ്. സോ π/6, ദാറ്റ് ഈസ് π/6 ഈസ് ദി ആൻസർ. π/3 π/6 പോയാൽ π/6 വരും. അപ്പോൾ ആൻസർ ഇ ആണ്. ഇ π/3 - π/6 ഇ ആണ് അതിൻ്റെ ആൻസർ കേട്ടോ. ഓപ്ഷൻ ഈസ് ഇ. 63. 64. A is equal to I minus j plus 2k, then the vector in the direction of A with the magnitude 5 units. That is 5 into ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ I minus j plus 2k divided by √6. That is 5y minus 5j plus 10k divided by √6. Your option is C. Next, 65. 65, A, I plus j plus 2k, B, I minus 2j plus 3k, then the unit vector in the direction of A minus B. So what is A minus B? I minus I cancel, j minus 2j, that is 3j, 2k, that is minus k divided by √10. 3j minus k by √10, option is B. No, option B കിട്ടും. Next, the direction cosines of the vector A, 2i minus j minus k, that is minus 2/√6, 1/√6, minus 1/√6. ഏതാ? minus 2/1/√6 minus 1/√6. That is option B. 7th, I plus j minus k are perpendicular vectors. That is I into lambda plus 3 minus 1 equal to 0. That is lambda equal to minus 2. Option A. Next, the position vector of 2 points P and Q are given by OP. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പൊസിഷൻ വെക്ടർ. ഇത് P ആണ്, ഇത് Q ആണ്. റേഷ്യോ 1:2 ആണ്. അപ്പോൾ 1 into second അല്ലേ, A plus 3B plus 2 into ഇൻറ്റേർണലി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇത് റേഷ്യോ ഇൻറ്റേർണലി 2A minus B divided by 1 plus 2. അപ്പോൾ A plus 5A, correct, 5A. 3B minus 2B, that is B/3. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? ഓപ്ഷൻ ഈസ് ബി. നെക്സ്റ്റ് ഈസ് A and B are perpendicular vectors such that mod A there, mod B this. What is mod A minus B square? That is mod A square, mod B square minus 2A dot B, that is 0. That is mod A square is Newton. That is 36. That is mod A minus B becomes 140. Option B. Question number 70. 70. Let x be a real number A, a non-zero vector such that mod of 4 minus x into vector A less than mod 3 into vector A magnitude. These two cancel. That is minus 3, that is 4 minus x less than 3. That is minus 3 less than 4 minus x less than 3. That is minus 7 minus x less than 3 minus 4 minus 1. Change the sign. That is 7 greater than x greater than 1. That our option is 70. Option is C. ഇനി 71 മുതൽ നമ്മളെ ടോമി സാറ് ചെയ്യുന്നതാണ്. എക്സാം എല്ലാം നന്നായിട്ട് എഴുതി കാണുമല്ലോ. ഓക്കെ, നമുക്ക് ആൻസർ കീ നോക്കാം, നിങ്ങളുടെ സമയം കളയുന്നില്ല. ഓക്കെ, 71, ദ വാല്യൂ ഓഫ് ലാംഡ ഫോർ വിച്ച് ദ വെക്ടേഴ്സ് ആർ കൊളിനിയർ. വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ അല്ലേ. സോ കൊളിനിയർ നമുക്ക് റേഷ്യോ വിൽ ബി സെയിം. സോ 2 divided by minus 4 equal to minus 3 divided by lambda equal to 4 divided by minus 8.
So minus 1 by 2 equal to minus 3 divided by lambda equal to minus 1 by 2. So just a cross multiplication, so we had lambda equal to 6. So D is the option. Okay, D is the answer. Question answer. Okay, so let's start from 72 onwards. Okay, ready? So 72 projection of A on. This is a very simple question. We have class question. So A dot B divided by mod B. So A dot B 2 into 1 2 plus minus 6 plus 8 divided by mod B. So root of 1 plus 4 plus 4, that is 8 plus 2, 10, 6, 4 by 3. So 4 by 3 is the answer, that is answer B. Okay. Yes, now to the next. 73. F of x equal to and g of x equal to. ഇത്തിരി ഡിഫറെൻ്റ് ആണ്. എന്നാലും ഒരു ഇതെല്ലാം കിട്ടിയാണ് എനിക്ക് തോന്നുന്നു. ജി ഓഫ് എക്സ് ഈക്വൽ ടു, കാരണം റിലേഷൻ ഫംഗ്ഷൻ വരുമ്പോൾ ഒരു ഇച്ചിരി ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടല്ലോ. ആ ഒരു ചെറിയ പ്രശ്നം ഇവിടെ ഉണ്ടാവും. ജി ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് 2 എഫ് ഓഫ് മോഡ് എക്സ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നേരെ ജി ഓഫ് മൈനസ്, നേരെ അങ്ങോട്ട് പോവുക. ജി ഓഫ് മൈനസ് 2 ഈക്വൽ ടു മോഡ് എഫ് ഓഫ് മൈനസ് 2 പ്ലസ് 2 എഫ് ഓഫ് മൈനസ് 2. ഓക്കെ, മോഡ്. What is f of minus 2? It is given f of x is minus 5 and x is less than 0 തന്നിട്ടുണ്ട്. അപ്പോൾ f of minus 2 തീർച്ചയായിട്ടും മൈനസ് 5 ആണ്. സോ മോഡ് മൈനസ് 5 പ്ലസ് 2 ഇൻറ്റു എഫ് ഓഫ് മൈനസ് 2. എഫ് ഓഫ് മൈനസ് 2 നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. മീൻസ് ദാറ്റ് ഇസ് ഓൾസോ സോറി മോഡ് എടുക്കുമ്പോൾ അത് പ്ലസ് 2 ആകുമല്ലോ അല്ലേ. മോഡ് എഫ് ഓഫ് 2 അപ്പോൾ വേണ്ടേ. വാട്ട് ഇസ് എഫ് ഓഫ് 2? മൈനസ് 3 ആണ്. So 5 minus 6 വരും. So answer minus 1 വരും. So option A വരും. So 73 option A. Okay, good. Now to 74. Greatest function denote the അത് നമുക്കറിയാം. So ഇവിടെ നമുക്ക് ഒരു കാര്യം അറിയാമല്ലോ, അത് മാത്രം മതി. GAV function is not continuous at 1 നമുക്കറിയാം. സോ തീർച്ചയായിട്ടും വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇറ്റ്സ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് 1, കാരണം അത് ജനറൽ റിസൾട്ട് ആണ്. GAV ഫംഗ്ഷൻ ഇസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് ഇൻറ്റിജർ. അപ്പോൾ അത് മാത്രം മതി, വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല. സോ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, യെസ്. ലിമിറ്റ് വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ എപ്പോഴും പറയാറുണ്ട് എൽ ഹോസ്പിറ്റൽസ് റോഡിനെ കയറി പിടിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടുമെന്നുള്ള അറിയാം എല്ലാവർക്കും. സോ മീൻസ് ജസ്റ്റ് പക്ഷേ ഒന്ന് വാല്യൂ കൊടുത്ത് നോക്കുമ്പോൾ കാര്യം കിട്ടുന്നില്ല എന്നുള്ള കാര്യം. ഇ റേസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് എക്സ് തന്നെ. സോ 3 into 1 ഡെറിവേറ്റീവ് 0 minus 2 e raised to 2x. Okay, so when x 0, it is e divided by 3 into minus 2, sorry 0 അല്ലേ, അപ്പോൾ 1 അല്ലേ വരുള്ളൂ. So minus 1 by 6 is the answer. Okay, so B is the option. Okay, yes. So 75 option B. 75 option B is okay. Yes. Now to question number 76. നമ്മുടെ ഇൻക്രീസ് ഡിക്രീസിംഗ് ആണ്. വളരെ സിമ്പിൾ ഫംഗ്ഷൻ അവർ ചോദിച്ചേക്കുന്ന കാര്യം ഒന്നും വേദനിപ്പിക്കാതുള്ള ക്വസ്റ്റൻ ആണ്. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു ഡെറിവേറ്റീവ് എടുക്കുക, സിമ്പിൾ ഡെറിവേറ്റീവ് എടുക്കുക. ഇറ്റ് ഇസ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ വരും. തീർച്ചയായിട്ടും ഗ്രേറ്റർ ദാൻ 0. എക്സ് പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ മൈനസ് 1 ബൈ എക്സ് ഡെറിവേറ്റീവ് പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ വരും. ഓക്കെ, സോ 10 equal 0 implies 1 equal to 1 by x or x equal to 1. So 1 is the ടേണിംഗ് പോയിന്റ് ആണ്. അപ്പോൾ 1ന് മേലേക്കും 1ന് താഴത്തേക്കും നോക്കിയാൽ മതിയല്ലോ തീർച്ചയായിട്ടും. സോ 1ന് മേലേക്ക് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇൻക്രീസിങ് ആണല്ലേ. സോ 1 എഫ് ഡാഷ് 1 കൊടുത്താൽ, സോറി അത് വേണ്ട, സി 1 നമുക്ക് തന്നിട്ട് റേഞ്ചിൽ എല്ലാത്തിലും 0 1ഉം 1 ഇൻഫിനിറ്റി രണ്ടെണ്ണത്തിലേ വരുന്നുള്ളൂ. സിയിലും ഡിയിലും അത് രണ്ട് മാത്രം നമുക്ക് ചെക്ക് ചെയ്താൽ മതിയല്ലോ. 1 to ഇൻഫിനിറ്റി ഉണ്ട് ഇൻക്രീസിങ്. നമുക്ക് 1ന് മേലേക്ക് കൊടുത്തത് നമുക്ക് മനസ്സിലാവുമല്ലോ അല്ലേ. 0 to 1 ഇവിടെ ഓപ്ഷൻ 76 ഓപ്ഷൻ ഡി വരും. എക്സ് ഗ്രേറ്റർ ദാൻ 1 നമുക്ക് ജസ്റ്റ് നോക്കാം, നമ്മൾ ആ രീതിയിൽ തന്നെ നോക്കാം. എക്സ് സ്ക്വയർ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ഓൾറെഡി പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് 1 minus 1 by x മാത്രം എടുത്താൽ പോരെ. സോ 1 minus 1 by x എപ്പോഴാണ് പോസിറ്റീവ് ആകുന്നത്? Greater than 0 implies 1 by x is less than 1 or x is greater than 1. ഓക്കെ, അപ്പോൾ ഇൻക്രീസിങ് നമ്മൾ ഗ്രേറ്റർ ദാൻ 0 എടുത്തേക്കുന്നത് അത് നോക്കുക ഒന്നും കൂടെ. ജസ്റ്റ് 1 greater than 1 by x or 1 by x is less than 1 or x is greater than 1. അപ്പോൾ greater than 1ൽ ഇൻക്രീസിങ് ആണ്. സോ 1 to ഇൻഫിനിറ്റിയിൽ ഇൻക്രീസിങ്ങും
അതുകൊണ്ട് തന്നെ 0 to 1 ഡിക്രീസിങ്. ഓപ്ഷൻ ഡി, യെസ് 76 ഓപ്ഷൻ ഡി കറക്റ്റ് ആണ്. സോ ഡി ആണ് ആൻസർ. നൗ 77 കണ്ടിന്യൂറ്റി ആണ്. സിമ്പിൾ ഒരു ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ. ഇവിടെ നമുക്ക് ആക്ച്വലി 0യിലും 1ലും മാത്രമല്ലേ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 0യിൽ എഫ് ഓഫ് 0 മൈനസ് കൊടുക്കും അല്ലെ. 0 മൈനസ് e⁻0 വരും. എഫ് ഓഫ് 0 പ്ലസ് കൊടുക്കുമ്പോൾ ഇതിൽ കൊടുക്കുക, 0 പ്ലസ് കൊടുക്കുമ്പോൾ 3 വരും. 0യിൽ കണ്ടിന്യൂസ് ആണ്, കുഴപ്പമൊന്നുമില്ല. ബട്ട് 1 കൊടുത്ത് നോക്കി, വാട്ട് ഇസ് എഫ് ഓഫ് 1 മൈനസ് ഇവിടെ വരും 1 + 3 + 7 വരും. ബട്ട് വാട്ട് ഇസ് എഫ് ഓഫ് 1 പ്ലസ് കൊടുക്കുമ്പോൾ ഇവിടെ വരിക ക്ലിയർ ആണ് 1 - 6 നെഗറ്റീവ് -5 വരണേ. സോ തീർച്ചയായിട്ടും രണ്ട് ആൻസർ ആണ്. 1ൽ മാത്രം അത് കണ്ടിന്യൂസ് അല്ല. സോ തീർച്ചയായിട്ടും ഡി ഇസ് ദ ആൻസർ. എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ r-1. ഓക്കെ, യെസ്. സോ 77 ഓപ്ഷൻ ഡി. 78 ഇതിന് ലോക്കൽ മാക്സിമം മിനിമം കിട്ടുന്ന ഏതാണ്? വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ജസ്റ്റ് യു ഫൈൻഡ് ദ ഡെറിവേറ്റീവ്. വാട്ട് ഇസ് f'(x) -π sin x + 2x ആണ്. 0 വരുന്ന എപ്പോഴാണ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. π/2 കൊടുത്ത് നോക്കിയാൽ -π sin π/2 1 ആണ്. +2 × π/2 കൊടുക്കുമ്പോൾ 0 വരും. അപ്പോൾ π/2ലാണ് 0 വരുന്നത്. അപ്പോൾ π/2ലാണ് അതിന് ടേണിംഗ് പോയിന്റ് ഉള്ളത്. സോ π/2 ഇസ് ദ ആൻസർ. അവർ ചോദിച്ചത് മാക്സിമം മിനിമം ഉള്ളതാണ്, ടേണിംഗ് പോയിന്റ് എന്നാണ് ചോദ്യം. ഓക്കെ, സോ π/2 ഇസ് ദ ആൻസർ. സോ 78 ഓപ്ഷൻ ബി. 79 ദ മിനിമം വാല്യൂ ഓഫ് f(x) നമുക്ക് ഡെറിവേറ്റീവ് എടുത്ത് നോക്കാം. സോ വാട്ട് ഇസ് f'(x) 1/2 √10 - x² into -2x ആണ്. ഓർ ഇറ്റ് ഇസ് x = 0. ഓക്കെ, അപ്പോൾ 0 ആണ് ടേണിംഗ് പോയിന്റ്. ക്ലിയർ ആണല്ലോ. നൗ ഫൈൻഡ് എഫ് ഓഫ് ഇവിടെ നമുക്ക് അബ്സല്യൂട്ട് നമ്മൾ അബ്സല്യൂട്ട് മാക്സിമത്തിൽ വരണതാണ്. സോ എഫ് ഓഫ് 0 വേണം, ഇന്റർവൽ അല്ലേ. സോ എഫ് ഓഫ് -3 വേണം, എഫ് ഓഫ് 2 വേണം. ഈ 3 വാല്യൂയിൽ വിച്ച് ഈസ് ദ മിനിമം, ദാറ്റ് വിൽ ബി ദ ആൻസർ. ഓക്കെ, സോ വാട്ട് ഇസ് എഫ് ഓഫ് 0? 0 കൊടുത്താൽ √10 വരും. ഓക്കെ, എഫ് ഓഫ് -3 കൊടുത്താൽ 1 വരും. എഫ് ഓഫ് 2 കൊടുത്തു കഴിഞ്ഞാൽ √6 വരും. തീർച്ചയായിട്ടും 1 ഈസ് ദ മിനിമം. സോ സി ഈസ് ദ ആൻസർ. ഓക്കെ, യെസ്. നോ 80 the equation of the line passing through the origin which is parallel to the tangent. ജസ്റ്റ് ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ ആൻസറിലേക്ക് നമുക്ക് വരാൻ പറ്റും. സോ ഡിഒബഡിസിലേക്ക് നേരെ പോകാം. സോ വാട്ട് ഡിഒബഡിസ് ഈക്വൽ ടു ക്വസ്റ്റൻ റൂൾ x - 3 - x - 2 ഡിവൈഡ് ബൈ x - 3 ഹോൾ സ്ക്വയർ. ഓക്കെ, എക്സിന് നമുക്ക് 4 കൊടുക്കണ്ടേ. സോ 4 - 3 1 - 2 ഡിവൈഡ് ബൈ 1. സോ -1 ഈസ് ദ സ്ലോപ്പ്. പാസിംഗ് ത്രൂ ഒറിജിനെ ചോദിച്ചേക്കുന്നത്. സോ y - y1 = -1 into x - so y = -x. So that is answer. Y = -x. Okay, so C is the option. So C is the answer. Okay, അപ്പോൾ ഇനി നെക്സ്റ്റ് 81 മുതൽ റോഷൻ സാർ വരും. ഓക്കെ, ഓക്കെ മക്കളെ, അപ്പോൾ കുഴപ്പമില്ലല്ലോ, എല്ലാവരും അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. കാൽക്കുലസ് ഞങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നത്, ഞാനും ടോമി സാറും ചെയ്യാനായിട്ട് പോകുന്നത് കാൽക്കുലസ് ആണ്. കാൽക്കുലസ് വളരെ ഈസി ആയിരുന്നു ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച്. കോംപ്ലക്സ് നമ്പറിനെയും ക്വാഡ്രാറ്റിക് ഇക്വേഷനെയും ബാക്കിയുള്ളതിനൊക്കെ അപേക്ഷിച്ച് അല്ലെ, 3D ജോമെട്രി 2D ജോമെട്രി അതിനെയൊക്കെ അപേക്ഷിച്ച് കാൽക്കുലസ്, ഡിഫറൻഷ്യൽ കാൽക്കുലസും ഇന്റഗ്രൽ കാൽക്കുലസും എല്ലാം അടിപൊളിയായിരുന്നു. ഓക്കെ, സോ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. പെട്ടെന്ന് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് കീ അല്ലേ വേണ്ടത്. ഓക്കെ, സോ f(x) = എന്താ പറഞ്ഞിരിക്കുന്നത്? f(x) = a sin square 3x എന്നാണ് മക്കളെ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് f'(π/12 -3 ആണ്. Then find the value of alpha. This is not a alpha. Okay, so whatever. Okay, so alpha into derivative എടുത്ത മക്കളെ f'(x) എന്ന് പറഞ്ഞാൽ alpha into sin square ഡെറിവേറ്റീവ് എടുത്താൽ 2 sin 3x into sin 3x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ cos 3x ആണ്. cos 3x into 3 ആണ്. കറക്റ്റ് അല്ലേ? ഇതിന്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ, നോക്കാം. സോ ആൽഫ ഇൻറ്റു ഓക്കെ ഒരു 2 ഉണ്ട് അല്ലേ. സോ ആൽഫ ഇൻറ്റു ഇത് 2 sin a cos a sin 2a ദാറ്റ് ഈസ് sin 6x into 3. ഇതാണ് കറക്റ്റ് ആയിട്ട് f'(x) കിട്ടിയത്. നമുക്കറിയാം ചോദിച്ചിരിക്കുന്ന f'(π/12 ആണ്. സോ f'(π/12 എന്ന് പറഞ്ഞാൽ ആൽഫ ഇൻറ്റു sin 6 into π/12 6 into π/12 ദാറ്റ് ഈസ് sin π/2 into 3 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു -3 എന്ന് പറയുന്നുണ്ട്. 3 കട്ട് ചെയ്യാം. sin 90 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ആൽഫ ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? -1. സോ ആൽഫ ഈസ് ഈക്വൽ ടു -1. ആൻസർ ഈസ് ഓപ്ഷൻ എ. മക്കളെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട. സോ അതാണ് ആൻസർ പെട്ടെന്ന് പറയുന്നത്. ഓക്കെ, നൗ ഗോയിങ് ടു ദ 82nd ക്വസ്റ്റ്യൻ. അറിയാം നമ്മുടെ ലൈവിലൊക്കെ ഇഷ്ടം പോലെ മറ്റേ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നോക്കിയടാ 5നെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെ, 5ൽ വെച്ചിട്ടുള്ള കണ്ടിന്യൂറ്റിയുടെ കാര്യമാണ് പറയുന്നത്. സോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആൽഫ. സോ ഇട്ട് കൊടുത്ത 25 10 ആണ്. 10 + 3 അല്ലെ, 10 + 3 13 വിച്ച് ഈസ് ഈക്വൽ ടു 3 × 5 15. 15 പ്ലസ് ആൽഫ എന്ന് വരും. 15 പ്ലസ് ആൽഫ ഈസ് ഈക്വൽ ടു 13 - 15 ദാറ്റ് ഈസ് -2. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 83rd ക്വസ്റ്റ്യൻ കറക്റ്റ് അല്ലേ? യെസ്. സോ y ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് എടുത്താൽ മതി. സോ y ഈസ് ഈക്വൽ ടു x into e⁻x പ്ലസ് x⁻e ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇതെല്ലാം നമ്മൾ സ്കൂളിൽ ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 2 ഫംഗ്ഷൻ ആക്കുക.
y is equal to u plus v മോഡൽ ആക്കുക u plus v. സോ ഫസ്റ്റ് നമുക്ക് ഇതെടുക്കാം എക്സ് ഇ റേസ് ടു എക്സിനെ യു ആക്കി വിളിച്ചു. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡി യു ബൈ ഡി എക്സ് അല്ലേ, ഡി യു ഇസ് ഈക്വൽ ടു എത്ര ഡി ഇതിനെ അല്ലേ ലോഗ് അപ്ലൈ ചെയ്യാം. ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? ലോഗ് യു ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് ഇ റേസ് ടു എക്സ് വരും. 1 ബൈ യു ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു എത്ര കിട്ടും മക്കളെ? ഇ റേസ് ടു എക്സ് ഇൻറ്റു എൽ എൻ എക്സ് എന്ന് വരും അല്ലേ, ഇ റേസ് ടു എക്സ് ഇൻറ്റു എൽ എൻ എക്സ്. നൗ ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഇ റേസ് ടു എക്സ് ഇൻറ്റു എൽ എൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് ആണ് പ്ലസ് എൽ എൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ്. കറക്റ്റ് അല്ലേടാ? ഈ യുവും കൂടെ ഇങ്ങോട്ട് വരും. യു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് ഇ റേസ് ടു എക്സ് ആണ്. കറക്റ്റ് അല്ലേ? സോ ഇവിടെ നിന്ന് ഒരു ഇ റേസ് ടു എക്സോടെ കോമൺ എടുക്കാം. സോ വാട്ട് ഈസ് 1 ബൈ എക്സ് പ്ലസ് എൽ എൻ എക്സ് എന്ന് കിട്ടും. 1 ബൈ എക്സ് പ്ലസ് എൻ എൽ എക്സ്. പിന്നെ ആരാ ഒരു എക്സ് ഇ റേസ് ടു എക്സ്. നോക്കിയാൽ ഇപ്പം തന്നെ നമ്മുടെ ഓൾമോസ്റ്റ് ആൻസർ ആയി കണ്ടോ. എക്സ് ഇ റേസ് ടു എക്സ് ഉണ്ട്, എക്സ് ഇ റേസ് ടു എക്സ് ഉണ്ട് കണ്ടോ. നോക്കിയേ ഇ റേസ് ടു എക്സ് ഉണ്ട്, എക്സ് ഇ റേസ് ടു എക്സ് ഉണ്ട്. 1 ബൈ എക്സ് പ്ലസ് എൽ എൻ എക്സ് കഴിഞ്ഞിട്ടില്ല. ഒരു ഫംഗ്ഷൻ കൂടെ ഉണ്ട്, അതായത് ഏതാ നമ്മുടെ എക്സ് റേസ് ടു. ഇത് ഡയറക്റ്റ് ആണ്. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇ ഇൻറ്റു അല്ലേ, ഇ ഇൻറ്റു എക്സ് ഇ റേസ് ടു -1. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഇത് വി എന്ന് പറയുന്നത് ഇ ഇൻറ്റു എക്സ് റേസ് ടു ഇ -1 ആൻഡ് യു എന്ന് പറയുന്നത് എത്ര കിട്ടി? ഇ റേസ് ടു എക്സ് ഇൻറ്റു 1 ബൈ എക്സ് പ്ലസ് എൽ എൻ എക്സ് ഇൻറ്റു എക്സ് ഇ റേസ് ടു എക്സ് കണ്ടോ. എക്സ് ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ്. ഓക്കെ സെറ്റ് അല്ലേ? സോ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. 84th ക്വസ്റ്റ്യൻ. ദേ ഏതാ നമ്മുടെ എൽ ഹോസ്പിറ്റൽ റൂൾ. ഇന്നലെ ലൈവിലെല്ലാം പറഞ്ഞതാ ഈ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. എൽ ഹോസ്പിറ്റൽ റൂൾ വെച്ചിട്ടുള്ള ഉറപ്പ് ക്വസ്റ്റ്യൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചോളാൻ പറഞ്ഞതാ. ഓക്കെ സോ നമുക്ക് ചെയ്യാം. എൽ എൻ ലോ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ 0 ബൈ 0 വരും. സോ നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ സെപ്പറേറ്റ് ബൈ എന്ത് ചെയ്യാം, നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാം. സോ 1 ബൈ 1 പ്ലസ് എൽ എൻ 5 ഇൻറ്റു എക്സ്. ഇതാണ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. 1 ബൈ എക്സ് കഴിഞ്ഞിട്ടില്ല. അകത്തെ ഫംഗ്ഷൻ ആരാ? 1 പ്ലസ് എൽ എൻ 5 എക്സ്. 1 ഇല്ല. സോ എൽ എൻ 5 എക്സിൻ്റെത് എൽ എൻ 5 അല്ലേ, കോൺസ്റ്റന്റ് വാല്യൂ ആ. ഡിവൈഡഡ് ബൈ 5 റേസ് ടു എക്സിൻ്റെത് 5 റേസ് ടു എക്സ് ലോഗ് 5 ആണ്. 1 ഇല്ല. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ആണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ഇടുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഈ ഒരു ടൈം ഉണ്ടോ ഇതേടാ എക്സ് ഉള്ള ടൈം, ഇത് 0 ആയിപ്പോ. പിന്നെ ഏതാ ഇത്ര ഉള്ളു അല്ലേ ലോഗ്. പിന്നെ എക്സ്റ്റെൻസ് ടു 0 എടുക്കുമ്പോൾ ഇത് ലോഗ് എക്സ് അല്ല ലോഗ് 5 ആണേ. സോ വാട്ട് വി വിൽ ഗെറ്റ്? നോക്കിയേ 0 എടുക്കുമ്പോൾ ഇവിടെ എൽ എൻ 5 ഉണ്ട്. ന്യൂമറേറ്ററിൽ എൽ എൻ 5 ഡിവൈഡഡ് ബൈ താഴെ 5 റേസ് ടു എക്സ് ഇൻറ്റു 5 റേസ് ടു എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 0 എടുക്കുന്നു. എൽ എൻ 5 ഓക്കെ അല്ലേ. 5 റേസ് ടു 0 1 ആണ്. സോ 1 ആയി. ബാക്കി എൽ എൻ 5 ബൈ എൽ എൻ 5 ദാറ്റ് ഈസ് ആൻസർ ഈസ് 1. ഓക്കെ ഓപ്ഷൻ നമ്പർ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ സോ 85th ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ എൻ സി ആർ ടി ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, എൻ സി ആർ ടി കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇൻ്റഗ്രൽ 1 ബൈ പെർഫെക്റ്റ് സ്ക്വയർ ആക്കുക. എക്സ് മൈനസ് 2 എക്സ് പ്ലസ് 2ൻ്റെ ഹാഫ് 1 ആഡ് ചെയ്യുമ്പോൾ 1 ആഡും ചെയ്യാം, 1 സബ്ട്രാക്റ്റും ചെയ്യുക. സോ എക്സ് സ്ക്വയർ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 മൈനസ് 1 1 എന്ന് എഴുതാം, 1 സ്ക്വയർ എന്ന് എഴുതാം. So what we will get here? 1 by a square plus x square. 1 by a tan inverse x by a. 1 by 1 tan inverse x by a. That is x minus 1 by 1. Okay le. So answer is tan inverse x minus 1. Okay le. So answer is A. Okay le. നമുക്ക് ആൻസർ കിട്ടിയാൽ മതി കേട്ടോ. ഈ ഒരു ടൈപ്പിൻ്റെ പ്രത്യേകത 81 to 90 ഓൾമോസ്റ്റ് ആൻസർ അല്ല എയും ബിയോ. ഓക്കെ അടുപ്പിച്ച് 5 A ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. സൈൻ സ്ക്വയർ പൈ എക്സ് ഏതാ? ഇന്റഗ്രൽ സൈൻ സ്ക്വയർ പൈ എക്സ്. നമുക്കറിയാം സൈൻ സ്ക്വയർ എഫ് എക്സ് വന്നു കഴിഞ്ഞാൽ ഏത് ഫോർമുലയായിട്ട് കൺവേർട്ട് ചെയ്യണം? 1 മൈനസ് കോസ് ടു എക്സ് ബൈ 2. ഏതാണ്? 1 മൈനസ് കോസ് ടു എക്സ് ബൈ 2. ഈ ഒരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്താൽ ആൻസർ ആയി. സോ 1 മൈനസ് കോസ് ടു എക്സ് കോസ് ഇൻറ്റു 2x ദാറ്റ് ഈസ് 2 പൈ എക്സ് ബൈ 2 എന്ന് കിട്ടും. ഈ 1/2 പിടിച്ച് വെളിയിലിടാം. 1 ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് ആണ്. മൈനസ് കോസ് 2 പൈ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ 2 പൈ എക്സ് ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. കറക്റ്റ് അല്ലേ? കണ്ടോ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. സോ ആൻസർ ഈസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു എക്സ് എക്സ് ബൈ 2 മൈനസ് സൈൻ 2 pi x divided by 2 into 2 4 plus c. ഏതാ ഓപ്ഷൻ? x by 2 minus sin 2 pi x by 4 അല്ലേ. x by 2 sin 2 pi x by 4 pi അല്ലേ. 4 മാത്രമല്ല 4 pi കൂടെ ഉണ്ട് കേട്ടോ. കറക്റ്റ് ഓപ്ഷൻ എ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. മക്കളെ ഇത് കാണുമ്പോൾ അറിയാം. ഇത് നോക്കി ഓപ്ഷൻ എന്ന് എടുത്തിട്ട് നമ്മുടെ ഡെറിവേറ്റീവ് എന്ന് എടുത്ത് നോക്കിയേ. 3 ഇൻറ്റു എൽ എൻ എക്സ് മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1 ബൈ എക്സ് മൈനസ് 1 മൈനസ് 2 ഇൻറ്റു എൽ എൻ എക്സ് പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1 ബൈ എക്സ് പ്ലസ് 1 ഇത് കിട്ടും. ഇതിനെ നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു എക്സ് 3x പ്ലസ് 3 ഇൻറ്റു 1 3 അല്ലേ. മൈനസ് 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 1. കറക്റ്റ് അല്ലേ? 3x മൈനസ് 2x എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. 3 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1. ഓപ്ഷൻ കിട്ടി. സോ ആൻസർ ഈസ് എ. ഓക്കെ അല്ലേ? ഓക്കെ നോക്കിയടാ അടുത്തത് 2 tan x plus 3 ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് 2 കോസ് സ്ക്വയർ എക്സ്. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ചെറുതായിട്ട് പാടായിട്ട് തോന്നുന്നത്, പക്ഷെ അത്രയ്ക്ക് ടഫ് അല്ല. ഓക്കെ മക്കളെ നോക്കിയടാ നമുക്ക് എന്ത് ചെയ്യാം? 2 tan x plus 3 ഞാൻ എല്ലാത്തിനെയും
ഒരു കോസ് സ്ക്വയർ എക്സ് വെച്ച് ഡിവൈഡ് ചെയ്തു പ്ലസ് കോസ് സ്ക്വയർ എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്താവും സീക്സ് സ്ക്വയർ എക്സ് ആവും അല്ലേ 1 കോസ് സ്ക്വയർ എക്സ് ആവും സീക്സ് സ്ക്വയർ എക്സ് ആവും സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് ടാൻ സ്ക്വയർ എക്സ് ആണ് സോ ടാൻ സ്ക്വയർ എക്സ് പ്ലസ് 2 കോസ് സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് എത്രയാ 1 ആണ് സോ ഇങ്ങനെ കിട്ടും അല്ലേ എനിക്ക് കിട്ടിയായിരുന്നല്ലോ അല്ലേ ഓക്കെ കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു ഓക്കെ നമുക്കിനി ടാൻ എക്സിനെ കയറി യു നോട്ട് ചെയ്യുന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം ഡി യു എന്ന് പറഞ്ഞാൽ ആരാ ഡി യു എന്ന് പറഞ്ഞാൽ സീക്സ് സ്ക്വയർ എക്സ് ഡി എക്സ് കറക്റ്റ് അല്ലേ സീക്സ് സ്ക്വയർ എക്സ് ഡി എക്സ് ഓക്കെ അല്ലേ മക്കളെ നോക്കിയടാ 2 ടാൻ എക്സിനെ കയറി യു എന്ന് വിളിച്ചു പ്ലസ് 3 ഇത് ഡി യു ആണ് ഡിവൈഡഡ് ബൈ ഇതാരാ യു സ്ക്വയർ പ്ലസ് 2 കറക്റ്റ് അല്ലേ യു സ്ക്വയർ പ്ലസ് 2 ഇനി സെപ്പറേറ്റ് ആക്കിയാൽ പോരെ ആൻസർ ആയി നോക്കിയോ 2u ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് 1 യു സ്ക്വയർ പ്ലസ് 2 പ്ലസ് 3 ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് 2 ഞാൻ √2 സ്ക്വയർ എന്ന് കുഴപ്പമില്ലല്ലോ 2u ബൈ യു സ്ക്വയർ പ്ലസ് 2 ഇതിന്റെ ഡെറിവേറ്റീവ് എല്ലാം മേളിൽ കിടക്കുന്നത് സോ ln മോഡ് യു സ്ക്വയർ പ്ലസ് 2 യു എന്ന് പറഞ്ഞാൽ ടാൻ സ്ക്വയർ എക്സ് പ്ലസ് 2 ഇവിടെയോ പ്ലസ് 3 ഇൻറ്റു 1/a അല്ലേ 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ സോ 1/a 3/√2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എക്സ് എന്ന് പറഞ്ഞാൽ യു സോ ദാറ്റ് ഈസ് ടാൻ എക്സ് ബൈ എ എന്ന് പറഞ്ഞാൽ √2 കുഴപ്പമില്ലല്ലോ സോ ആൻസർ ഈസ് ഏതാ നോക്കിയാൽ ln ടാൻ സ്ക്വയർ എക്സ് പ്ലസ് 2 അല്ലേ ln ടാൻ സ്ക്വയർ എക്സ് പ്ലസ് 2 3/√2 ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ബൈ 2 ഓപ്ഷൻ ബി കറക്റ്റ് അല്ലേ ഓക്കെ സോ 89th ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യനാ ഇത് നമ്മൾ എൻ സി ആർ ടിയിലും കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഏതാ നമുക്ക് എന്ത് ചെയ്താൽ മതി ബൈ പാർട്സ് അപ്ലൈ ചെയ്താൽ മതി അല്ലേ ബൈ പാർട്സ് അപ്ലൈ ചെയ്താൽ ഒരു ചെറിയ ഡിവിഷൻ ഉണ്ട് കേട്ടോ സോ ഫസ്റ്റ് ഇൻറ്റു ലോഗ് ഇൻറ്റു അല്ലേ ലോഗ് 1 + x² ഇൻറ്റു ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ദാറ്റ് ഈസ് x²/2 മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 1/1 + x² into x² ഡെറിവേറ്റീവ് 2x into integral of second x നെ ഇന്റഗ്രൽ ചെയ്താൽ x²/2 കുഴപ്പമില്ലല്ലോ 2 2 കട്ടായി സോ വാട്ട് വി വിൽ ഗെറ്റ് ഹിയർ x²/2 log 1 + x² മൈനസ് ബാക്കി എന്നാ ഉണ്ട് x³ ബൈ 1 + x², x³ ബൈ 1 + x², x²/2 ലോഗ് 1 + x². ഇവിടെയോ എന്ത് കിട്ടും? നമുക്ക് ഡിവിഷൻ ചെയ്യണം അല്ലേ? നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയോ, ആൻസർ ചെയ്ത് കിട്ടും. ഓപ്ഷൻ ബി കിട്ടും കേട്ടോ. ഡിവൈഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. x³ ബൈ 1 + x² എത്ര കിട്ടി? എക്സ് ഇവിടെ x² + 1 എന്ന് വരും. സോ എക്സ് -1 കേട്ടോ. നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓപ്ഷൻ ബി ആണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു എന്താണ് ഡെഫിനറ്റ് ഇന്റഗ്രൽ ക്വസ്റ്റ്യൻ അല്ലേ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇന്റഗ്രൽ 0 to 1 വരെ ഏത് ഫംഗ്ഷനാണ് കണ്ടോ, >1 ഉണ്ട് >1 ഉണ്ട്, 0 to 2. സോ 0 to 1 വരെ x dx ഉം അതിനുശേഷം ഏതാ, അതിനുശേഷം 1 to 2 വരെ ഏതാണ് -x + 2 നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ x²/2 വരും ഫ്രം 0 to 1 ആണ്. ഇവിടെയോ -x²/2 + 2 നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എത്ര കിട്ടും? 2x എന്ന് കിട്ടും ഫ്രം 1 to 2. സോ 1/2 വരും ഇവിടെ, പ്ലസ് ഇവിടെയും -2² ദാറ്റ് ഈസ് -4/2 -2 വരും. 2 × 2 4 ആണ്. ഓക്കെ, മൈനസ് ഇവിടെ എത്ര വരും? -1²/2 -1/2 പ്ലസ് 2 എന്ന് വരും. ഓക്കെ അല്ലേ? സോ 1/2 പ്ലസ് 4 - 2 2 ആണ്. 2 - 1/2 3/2 ആണ്. -3/2 കറക്റ്റ് ആണ്. 1/2 - 3/2 -2/2 ദാറ്റ് ഈസ് -1. സോ 2 - 1 ആൻസർ എത്ര കിട്ടി? 1 എന്ന് കിട്ടി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? സോ കുഴപ്പമില്ലല്ലോ. Hello, welcome to the paper discussion. Now we do discuss question number 91. Look at the question. ഇതാണ് question, integral. അപ്പോൾ എന്താ ചെയ്യുന്നത്? What do we do? This we take this cos x out. അപ്പോൾ this is equal to cos x വെളിയിലെടുക്കുമ്പോൾ ഇത് cos square ആവും. ഇവിടെ ഒരു cos വരും. So this will become integral sec² x dx divided by tan x plus 2. Isn't it? f' x by fx. So logarithm of tan x plus 2 plus c. Logarithm of tan x plus 2. So your answer C. We'll move on to the next question. 92. Look, this is e raised to 2x. This is e raised to x the whole square. So I put e raised to x is equal to t. E raised to x dx is equal to dt. Okay. And we change the limit. X is equal to 0. T is equal to e raised to 0. X is equal to 1. T is equal to what there than e raised to 1. That is e. So this question will be, your I will be integral. 0 will be replaced by 1. Then t will be, this e raised to 0 means 1. T will be replaced. This will become e. Okay, 2 is out. This is dt divided by 1 plus t square. You know it is tan inverse of t within the limit 1 to e. So this is 2 into tan inverse e minus tan inverse 1 pi by 4. Take out your answer. 2 into tan inverse e minus pi by 4. 2 into tan inverse e minus pi by 4. So D is your answer. So your 92 is D. Now on to question number next, 93. Look at this. This is integral 0 to 1.
So I integrate, that is integral 0 to 1, 5 is there, x e raised to 2x, minus integral 0 to 1, tan pi by 4 is 1 dx. So you have the answer. This is 5 into, this is x into e raised to 2x divided by 2, minus e raised to 2x divided by 4, okay, within the limit 0 to 1, minus, this will become what there? 1 only, x within the limit 0 to 1. Okay. So you substitute, you get the answer 5 into, applying this one, it will become e square divided by 2 minus e square by 4. Don't forget minus, we put 0, so this will become 0. This will be what there? E raised to 0. That is minus of 0 minus 1 by 4, then minus 1. Okay. So this is 5 into, this is 5 into, this is e square minus, this will go e square by 4, sorry. E square by 4. Okay. Plus 1 by 4 minus, this will become plus 1 by 4, then minus 1. Well, that is 5 e square by 4 plus 5 by 4 minus 1. That is 5 e square by 4, then this will become plus 1 by 4. 5 e square by 4 plus 1 by 4. So your answer is E. Okay. 94. Area of the region in the first quadrant enclosed by the curves. You know y is equal to root x. A very common question. Many a times we discuss in the class. So this is y is equal to root x, upper part of the parabola. Y is equal to root x. Okay. Y square is equal to x. And this is the line which is passing through this point. What is this? 0, 6. And this will be what there? 6, 0. So this is the line. Therefore, your answer, that means this is the region. You solve it, this point. This is 0, this point is 6. Now we will solve this one. Solving this means y, your root x will be. So minus x plus 6 equal to y. Y means root x. Solving, you get what there? X is equal to, solving this one, x is equal to 4, you get. X is equal to 4. So this is your 4. So what's that? Required area is equal to integral 0 to 4 root x dx. Okay. Plus integral 4 to 6. What's the other one? 6 minus x dx. Come on, you solve within no time, you get the answer. That is x raised to 3 by 2 divided by 3 by 2 within the limit 0 to 4, plus this is 6x minus x square by 2 within the limit, what there then? 4 to 6. Calculate, you get the answer 22 by 3. Your answer will be 22 by 3. This is your answer. We'll move on to the next question then. The area of the region in the first quadrant which is above the parabola is something missing in the, above the parabola doesn't have a sense at all. Okay. Anyway, y is equal to x square. Y is equal to x square is a parabola opening upwards and enclosed by the circle. So this is the circle you have. This is the circle. That means this is the circle we have. All right. And the equation will be here. That is, this is x square. So x square plus y square equal to 2. Well, this is what the area. Area of the region, the first quadrant. Okay, that is right. Above, enclosed by. Above the parabola, the examiner might have thought of this one. Area. From this, you have to drop a perpendicular. This is the point, 0. Solve what and what there then? X square and y is equal to x square. You get what there then? Your x is equal to 1 here. Okay. X and y 1. So 1 square plus 1 square is fine. That's right. Now tell me, required area will be equal to integral 0 to 1 under the circle. What's the circle here? Root of 2 minus x square dx. Then minus integral 0 to 1 under the parabola. That is x square dx there then. Okay. So this will become what there then? X by 2 into root over 2 minus x square plus 2 by 2 into sine inverse of x by root 2. Remember this, x by root 2 within the limit 0 to 1 minus x cube by 3 within the limit 0 to 1. Apply the limit here. Upper limit when substitute 1 by 2 into 1. Okay. Plus sine inverse of 1 by root 2. Minus, when we substitute 0, 0, 0, 0. Minus what there then? 1 by 3 there. So your answer, it will become, this is 1 by 2.
Well, this is 1 by 2 plus pi by 4 minus 1 by 3. Simplify this, 3 minus 2. 3 minus 2 becomes what there then? 1. So pi by 4 plus what there then? 1 by 6. Pi by 4 plus 1 by 6, where is it? It is A only. Your answer A. Well, on to the next. 96. Well, integral 0 to 1 x divided by x square minus 4. Look at the method which we taught in your class. What's the derivative? 2x, 1 by 2. So therefore, 1 by 2 into logarithm of, remember, x square minus 4 within the limit 0 to 1. That is 1 by 2 into logarithm of, remember, modulus is very much necessary. So it is what there then? Modulus of 3, okay, minus logarithm of modulus of 4. Right? That's equal to half into logarithm of 3 by 4. What's 1 by half of logarithm of 3 by 4? That is logarithm of root over 3 by 4. Tell me. So that is logarithm of root 3 by 2 is the answer. Logarithm of root 3 by 2. That is C is your answer. We'll move on to the next. That is x2 comma. Seems to be a lengthy question. 2 comma 6. Look at this. This is 2, this is also 2. So immediately I draw these two. This is minus 2 comma 2. This will be 5 comma 2. Right? The other one, that is 2 comma minus 6. All right. So this is a triangle you have. Let's call this as ABC. Read it. Fine. Well, ABC. Now what is that? Vertices of triangle, then the line joining the origin and the orthocenter. You have to find out the orthocenter of the triangle. Well, orthocenter means from this we drop a perpendicular. All right. You know what's the slope of this one? This is 0. That means parallel to the x-axis. Therefore, this should be definitely parallel to what their y-axis. So parallel to the y-axis. So what will be the equation? X is equal to 2. Definitely your orthocenter will have x coordinate 2 now. Got it? Now we can draw another orthocenter, this one. This is 90 degree. Okay, what is the slope of this one? Slope of this will become 2 plus 6 divided by minus 2 minus 2. That is minus 2 is the slope. 8 divided by minus 4. What will be the slope of this orthocenter? It will be 1 by 2. It passes through which point? Y minus 2 is equal to 1 by 2 into x minus 5. And you have already got this point as x is equal to 2. Substitute now. This is 1 by 2 into 2 minus 5. That's equal to what there? Minus 3 by 2. What will be your y? Your y will be 2 minus 3 by 2. That's equal to 1 by 2. Well, this is your orthocenter is 2 comma 1 by 2. And you want the line passing through the origin also. What's the equation? Y is equal to mx. Y is equal to y by x into this. So that is y is equal to what's y? 1 by 2 divided by 2 into x. That's the answer now. So it is 4y is equal to x. Select your answer. That's all. Even though it is a lengthy question, 4y minus x is equal to 4y minus x is equal to 0, or x is equal to what there then? Minus 4y. X is equal to 4y. So your answer 97. The answer is equal to box. B is your answer. On to 98. If a straight line in xy plane passes through, there are 4 points given. For some real numbers a, b and k, a not equal to 0, then which of the following options is? Okay, fine. The 4 points means they are coplanar. You know, I take area of the triangle 0 because that is easy while saying the question. Here it is minus a minus b, a, b. So what's the area? Minus a minus b 1. Half into, half is also, half I don't take, AB 1, KK 1 equal to 0. Half is not necessary. To R1 plus R2, what do you get there? 0, 0, 2, AB 1, KK 1. Look at the way I solved the question so quickly. That is, this is. Now look, 2 into what there then? AK minus BK equal to 0. That is K into A minus B into equal to 0. That means either a minus b equal to 0 or k is equal to 0. Either a minus b is equal to 0 or k is equal to 0, a not equal to b. It's okay. Fine. A equal to b, k not equal to 0. That's also possible. Right. On to the next question. The line perpendicular to this one and passing to the point of intersection. How many times we discussed in the classes there then? So what's the equation of the line passing to the intersection? First line. X plus 2y minus 10 plus lambda into 2x plus y plus 5 equal to 0.
That means x into 1 plus 2 lambda plus y into 2 plus lambda minus 10 plus 5 lambda equal to 0. Equation number 1. And this line is perpendicular to which line? X plus 2y minus 10 equal to 0. What's the condition? A1, A2 plus B1, B2 is equal to 0. Tell me now, 1 into 1 plus 2 lambda plus 2 into 2 plus lambda equal to 0. Come on. 1 into 1 plus, what is this one? 1 and this. Fine. This will be lambda also. Okay. It will become what there? 1 plus 4 will become 5. 5 plus, what is this now? 4 lambda. 2 lambda plus this. Okay. Calculate this. Right. So it is 4x minus y. 4x minus y. Look at this. It is perpendicular to 4x minus y there then. Perpendicular to 4x minus y. So that means you have 4 into 1 plus 2 lambda minus 5 into 2 plus lambda equal to 0. The perpendicular this line passing through these two. Okay. 4 plus 8 lambda minus 10 minus 5 lambda equal to 0. That means 8 lambda minus 5 lambda, you have 3 lambda. 4 minus 10 minus 6 on to the other side. Lambda is equal to 2. You got your answer. Lambda is equal to 2 means, look, 1 plus 4, 5x. Okay, 5x. And this will become 2, 4y. All right. That is, this to cancel. The answer is A. On to the next. A thin particle moves from 0, 1 and gets reflected. We have, see, this is your x-axis and y-axis. Okay. X-axis and y-axis there. So a line is there. I don't take much of the time. So it will become what there? 0, 1 here. It's the ray goes there, get it reflected. Okay. And this point is what there? What is the point here on? Root 3, 0. See the way that it is to be solved. What's the slope of this line? It will become 0 minus 1 divided by root 3 minus 0. Means minus 1 by root 3. Then that is this one. This is the angle. This tan theta. Then what will be the slope of the reflected one? Plus 1 by root 3. So the answer is 1 by root 3. That is your answer A. അപ്പോൾ നമ്മൾ 101ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുവാണ്. 101ാമത്തെ ക്വസ്റ്റ്യനിൽ 2 sides of AB and AC of a triangle. ABC എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ABയുടെ ACയുടെ എന്താണ് ലൈൻസ് AB എന്ന് പറയുന്നത് 4x മൈനസ് 3y മൈനസ് 17 ഈക്വൽ ടു 0യും AC എന്ന് പറയുന്നത് 3x പ്ലസ് 4y മൈനസ് 19 ഈക്വൽ ടു 0 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി ദെൻ ദി ഇക്വേഷൻ ഓഫ് ദി ബൈസെക്ടർ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ A and B. AB and AC. അപ്പോൾ ഈ ആംഗിൾ ബൈസെക്ടറിൻ്റെ ഇക്വേഷനാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ ഈ 3 ലൈൻസും ഒരു പോയിന്റിൽ കൂടിയല്ലേ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റ് കിട്ടൂലേ. ഈ ഇക്വേഷൻ അതായത് 4x മൈനസ് 3y മൈനസ് 17 ഈക്വൽ ടു 0യും 3x പ്ലസ് 4y മൈനസ് 19 ഈക്വൽ ടു 0. 2 ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? എനിക്ക് തോന്നുന്നു x ഈക്വൽ ടു 5ഉം y ഈക്വൽ ടു 1ഉം കിട്ടും. ഇത് ചെയ്ത് നോക്കിയാണ് കേട്ടോ. അപ്പോൾ x ഈക്വൽ ടു 5ഉം y ഈക്വൽ ടു 1 കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ ഈ 2 പോയിന്റ്സ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഓപ്ഷൻ ഇ ആണ്. ഓക്കെ ആണോ? അപ്പോൾ ഓപ്ഷൻ ഇ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 102 എ പോയിന്റ് മൂവ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് റിമെയിൻസ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം ഈച്ച് ഓഫ് ദി ലൈൻസ്. ഏതൊക്കെയാ? 3x പ്ലസ് 2y ഈക്വൽ ടു 5ഉം 3x മൈനസ് 2y ഈക്വൽ ടു 5ഉം അല്ലേ. ഈ രണ്ട് ലൈൻസിൽ നിന്ന് ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ട് പോകുന്ന പോയിന്റ്സിൻ്റെ കളക്ഷനാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഇത് രണ്ടും പാരലൽ അല്ല. ഇനി ഇക്വിഡിസ്റ്റൻ്റ് ആണെങ്കിൽ പിന്നെ എന്തേ പറ്റുള്ളൂ? എന്തായാലും എന്താണ് ആംഗിൾ ബൈസെക്ടർ ആയിരിക്കണം അല്ലേ. അപ്പോൾ ഈ 2 പോയിന്റ് മീറ്റ് ചെയ്യുന്ന ഇത് കണ്ടുപിടിച്ചാൽ പോരെ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്താൽ മതി. അപ്പോൾ ഇത് 2 സോൾവ് ചെയ്താൽ എന്ത് വരും? സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 6x ഈക്വൽ ടു 10 എന്ന് വരും. x ഈക്വൽ ടു 10/6 5/3 എന്ന് വരും. അപ്പോൾ x ഈക്വൽ ടു 5/3 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ 103ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സപ്പോസ് ദി ലൈൻ y ഈക്വൽ ടു mx മൈനസ് 5 പ്ലസ് 5m മൈനസ് 4 ഈക്വൽ ടു 0 മീറ്റ് ദി ലൈൻസ്. ഇപ്പോൾ ഒരു ലൈനിന് 3 ലൈൻസ് മീറ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? x പ്ലസ്
3y minus 2 equal to 0, 2x plus 3y plus 4 equal to 0, പിന്നെ x minus 5 is equal to 0. 3 ലൈൻസ് മീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരു പോയിന്റ് ചെയ്യുന്നത് ഈ ലൈനിൽ തന്നെയുള്ള പോയിന്റാണ് നമുക്ക് ഇട്ട് നോക്കി അറിയാം. -5 -4 സബ്സ്റ്റിറ്റ്യൂട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ പോയിന്റ് ഈ ലൈനിൽ തന്നെ കിടക്കുന്നതാണ്. ഇതിൽ നിന്നുള്ള ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് R1, ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് R2, ഈ ലൈനിലേക്ക് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് R3. ഇങ്ങനെയാണ് ലെങ്ത് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തേന്ന് x ഈക്വൽ ടു x1 പ്ലസ് R1 കോസ് തീറ്റ, y ഈക്വൽ ടു y1 പ്ലസ് R1 സൈൻ തീറ്റ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് എക്സിൻ്റെ വൈൻ്റെ വാല്യൂ ആദ്യത്തെ ഇക്വേഷനിൽ കിട്ടും. ആദ്യത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതേപോലെ എന്താണ്, അതേപോലെ നമുക്ക് ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ നമുക്ക് എങ്ങനെ എടുക്കാം, x ഈക്വൽ ടു x1 പ്ലസ് R2 കോസ് തീറ്റയും y ഈക്വൽ ടു y1 പ്ലസ് R2 സൈൻ തീറ്റ. ഇവിടെ x1 ഉം y1 എന്താണ്, x1 ഉം y1 ഉം -5 ഉം -4 ആണ് അല്ലേ? ഓക്കെ ആണോ? ഇത് വെച്ചിട്ട് നമുക്ക് ഈ സെക്കൻഡ് ഇക്വേഷനിൽ പോകുന്ന പോയിന്റ്സ് കണ്ടുപിടിക്കാം. ആ പോയിന്റ്സ് നമുക്ക് എന്നിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ മതി. അവിടെ നിന്ന് നമുക്ക് ഇവിടെ നമുക്ക് R1 ഉം ഇവിടെ നമുക്ക് R2 ഉം ഇതേപോലെ മറ്റേതിൽ എന്ത് വരും, x ഈക്വൽ ടു x1 പ്ലസ് R3 കോസ് തീറ്റയും y ഈക്വൽ ടു y1 പ്ലസ് R3 സൈൻ തീറ്റയും കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് R3യുടെ വാല്യൂസ് കിട്ടും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുമ്പോൾ തേർഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുമ്പോൾ R3യുടെ വാല്യൂസ് കിട്ടും. ആ വാല്യൂസ് എല്ലാം നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കോസ് തീറ്റ അല്ലെങ്കിൽ സൈൻ തീറ്റയുടെ ടേംസിൽ ഉത്തരം കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, m ആണ്. m ടാൻ തീറ്റയാണ്. ടാൻ തീറ്റ ഉത്തരം ചെയ്യുമ്പോൾ വരുന്നത് 18 ആണ് ഉത്തരം വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഓപ്ഷനിൽ ഒന്നുമില്ല, ഈ ക്വസ്റ്റിനിൽ തെറ്റാണ്. ഓക്കെ, 18 ആണ് ശരിക്കും ആൻസർ വരുന്നത്, വരേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, സപ്പോസ് പോയിന്റ് P11 ഈസ് ട്രാൻസ്ലേറ്റഡ് ടു Q ഇൻ ദ ഡയറക്ഷൻ ഓഫ് y ഈക്വൽ ടു 2x. അതായത് y ഈക്വൽ ടു 2x എന്ന് പറഞ്ഞ ലൈനിന് ഇപ്പം 11 എന്ന് പറഞ്ഞ ലൈൻ, അതായത് പാരലായിട്ടാണ് അല്ലേ മൂവ് ചെയ്യുന്നത്. P എന്ന് പറഞ്ഞ ലൈനിൽ നിന്ന് Q എന്ന് പറഞ്ഞ പോയിന്റിൽ, A എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് Q എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് നമ്മൾ ഈ ഡയറക്ഷനിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുവാണ്. അതൊക്കെയാണല്ലോ ഇപ്പോൾ y ഈക്വൽ ടു 2x ആണ് നമ്മുടെ സാധനം. അപ്പം ടാൻ തീറ്റ എന്താണ്, സ്ലോപ്പ് എന്താണ്, ആ ഇക്വേഷൻ്റെ സ്ലോപ്പ് എന്താണ്, ടാൻ തീറ്റ 2 ആണ് അല്ലേ? ടാൻ തീറ്റ 2 ആണെങ്കിൽ എന്ത് പറയും, ടാൻ തീറ്റ 2 ആണെങ്കിൽ എന്ത് പറയാം, സൈൻ തീറ്റ എന്താണ്, സൈൻ തീറ്റ 2/√5 വരും. കോസ് തീറ്റ 1/√5 വരും. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് വെച്ചിട്ട് എന്ത് വരും, ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരുന്നത് അല്ലേ? ഓപ്ഷൻസ് എന്ത് വരും, x ഈക്വൽ ടു x1 പ്ലസ് R1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് 1 ആണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഡിസ്റ്റൻസ് PQ 1 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ x ഈക്വൽ ടു എന്താണ് x1 പ്ലസ് R കോസ് തീറ്റയും y ഈക്വൽ ടു y1 പ്ലസ് R സൈൻ തീറ്റയും കിട്ടും. അതിൽ നമുക്ക് ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ കിട്ടുന്നത്. ഇനി ഓപ്ഷൻ ഡി ആണ് ആൻസർ കിട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 105 എന്താണ് പറഞ്ഞേക്കുന്നത്, അതായത് രണ്ട് സർക്കിൾസ്, ഇതിൽ ഒരു സർക്കിളിൻ്റെ കോഡ് മറ്റേ സർക്കിളിൻ്റെ ഡയമീറ്റർ ആണെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? ഒരു സർക്കിളിൻ്റെ കോഡ് വൃത്തികേടായിട്ടാണ് വരച്ചേക്കുന്നത്, സോറി. അപ്പോൾ ഒരു സർക്കിളിൻ്റെ കോഡ് മറ്റേ സർക്കിളിൻ്റെ ഡയമീറ്റർ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം വലിയ സർക്കിൾ, ഇതാണ് വലിയ സർക്കിൾ, ഇതിൻ്റെ കോഡ് ഇതിൻ്റെ ഡയമീറ്റർ ആണെന്നാണ് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആറിൻ്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ഈ ഡയമീറ്ററിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ഈ C1 മൈനസ് C2 ചെയ്താൽ മതി. അപ്പോൾ ഡയമീറ്ററിൻ്റെ ഇക്വേഷൻ കിട്ടും. അവിടെ ആറിൻ്റെ വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സ് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി 3 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി 106, ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ ദാറ്റ് ക്യാൻ ബി ഇൻസ്ക്രൈബ്ഡ് ഇൻ ദി സ്ക്വയർ ഫോംഡ് ബൈ. ഈ ഇക്വേഷൻ നമുക്ക് ശരിക്കും കണ്ടുപിടിക്കാം. അതായത് നമുക്ക് എന്താണ്, ഈ സ്ക്വയർ വെച്ചിട്ട് ഇതിൻ്റെ എക്സിൻ്റെ വാല്യൂസ് നമുക്ക് എന്തൊക്കെ വരും, എക്സിൻ്റെ വാല്യൂസ് എനിക്ക് തോന്നുന്നു വരുന്നത്, എക്സിൻ്റെ വാല്യൂസ് എക്സ് 6ഉം 2ഉം വരും. വൈ എന്തൊക്കെയാണ് വരുന്നത്, വൈ 9ഉം 5ഉം വരും അല്ലേ? 9ഉം 5ഉം വരും. ഇതിൽ നിന്ന് നമുക്ക് സെൻറ്റർ കിട്ടും. സെൻറ്റർ 4,7 എന്ന് കിട്ടും. നമുക്ക് ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ ലൈൻ വെച്ചിട്ട് നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റും.
റേഡിയസും നമുക്ക് കിട്ടും. റേഡിയസ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇക്വേഷൻ വരുന്നത് ശരിക്കും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 8x മൈനസ് 14y പ്ലസ് 61 ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് ശരിക്കും എന്ത് വരുന്നത്, ഇക്വേഷൻ വരുന്നത്. പക്ഷെ ഇവിടെ നോക്കിയേ, ഒരു ഓപ്ഷൻ ഉണ്ടോ? ഈ തന്നേക്കുന്നത് എന്താണ്, സർക്കിളിൻ്റെ ഇക്വേഷൻ അല്ല അല്ലേ, വൈ സ്ക്വയർ അല്ല, സർക്കിളിൻ്റെ ഇക്വേഷൻ അല്ല. ഈ ഇവിടെ ഒരു വൈ സ്ക്വയർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഓപ്ഷൻ എ ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ തെറ്റാണ്, ഓപ്ഷൻ ഒന്നുമില്ല. ഓക്കെ, ഇനി എന്താ തന്നേക്കുന്നത്, ഫോർ ദി സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 6y പ്ലസ് 2y ഈസ് ഈക്വൽ ടു 0 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്. ദ റേഡിയസ് ഓഫ് സി ഈസ് √10. ഇവിടെ G3യും F1 ആണ് വരുന്നത്, അപ്പോൾ √10 വരും. ഇത് കറക്റ്റ് ആണ്, ഇത് ശരിയാണ്. അതായത് നമുക്ക് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ് കേട്ടോ വേണ്ടത്. ഇനി 3, -1 ലൈസ് ഇൻസൈഡ് ഓഫ് സി, അത് ആ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നെഗറ്റീവ് വരും, അപ്പം അത് ഉള്ളിൽ തന്നെയാണ് കിടക്കുന്നത്. ഇനി 7, 3 ലൈസ് ഔട്ട്സൈഡ് ഓഫ് സി, അത് ശരിയാണ്. ലൈൻ x പ്ലസ് 3y ഈക്വൾ ടു 0 ഇന്റർസെക്ട് സി, അത് ശരിയാണല്ലേ, ശരിയല്ലേ. വൺ ഓഫ് ഡയമീറ്റേഴ്സ് ഓഫ് സി ഈസ് നോട്ട് അലോങ് x പ്ലസ് 3y ഈക്വൾ ടു 0, അത് തെറ്റല്ലേ. ഓപ്ഷൻ ഇ ആണ് അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 108. എന്താ വന്നേക്കുന്നത്, കോസ് തീറ്റ സീക്ക് തീറ്റ. അതായത് ഇപ്പം ഒരു വാല്യൂ xi ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മറ്റേ വാല്യൂ 1/xi, xi 1/xi. അതായത് y എന്ന് പറഞ്ഞാൽ എന്താണ്, y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/x എന്നുള്ള രീതിയിൽ വരും അല്ലേ. അതായത് xy ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് വരും. ഇതെന്താണ്, ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോളയുടെ സംഭവമാണ് അല്ലേ. ഇനി ഇത് എന്താ പറഞ്ഞേക്കുന്നത്, ലൈ ഓൺ ബൗണ്ടറി ഓഫ് എ സർക്കിൾ അല്ലേ, ലൈ ഓൺ ബൗണ്ടറി ഓഫ് എ സർക്കിൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം എന്തായാലും നമ്മുടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ cos θ 1, cos θ 2, cos θ 3, cos θ 4 എന്ത് വരും, 1 വരുള്ളൂ അല്ലേ. ഓപ്ഷൻ ഇ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ 109. ദ സെറ്റ് ഓഫ് പോയിന്റ്സ് ഓഫ് ദി ഫോം t² പ്ലസ് t പ്ലസ് 1. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തെടുക്കാം, x ഈക്വൽ ടു t² പ്ലസ് t പ്ലസ് 1, y ഈസ് ഈക്വൽ ടു t² മൈനസ് t പ്ലസ് 1 എന്ന് എടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ x പ്ലസ് y ഈസ് ഈക്വൽ ടു 2t² പ്ലസ് 2 എന്ന് വരും. രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ x മൈനസ് y ഈസ് ഈക്വൽ ടു എന്ത് വരും, x മൈനസ് y ഈസ് ഈക്വൽ ടു 2t എന്ന് വരും. അപ്പോൾ t ഈസ് ഈക്വൽ ടു x മൈനസ് y ബൈ 2 എന്ന് വരും. ഈ x മൈനസ് y ബൈ 2 എന്ന് പറയുന്ന സാധനം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഒരു പാരാബോളയുടെ ഇക്വേഷൻ ആയിരിക്കും. ഓക്കെ ആണോ? അതായത് ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. ഇനി 110ാമത്തെ ക്വസ്റ്റ്യൻ. 110ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, സപ്പോസ് എ ആൻഡ് ബി ആർ ദി ലെങ്സ് ഓഫ് മേജർ ആൻഡ് മൈനർ ആക്സിസ് ഓഫ് എൻ എലിപ്സ് ദാറ്റ് പാസസ് ത്രൂ ദി പോയിന്റ്സ് 4, 3 ആൻഡ് -1, 4. ദ മേജർ ആക്സിസ് ഓഫ് ദി എലിപ്സ് ലൈസ് അലോങ്. അതായത് ഇപ്പം ഈ എലിപ്സിന്റെ ഇക്വേഷൻ എങ്ങനെ വരുന്നത്, x² പ്ലസ് y² ഈക്വൽ ടു 1 അല്ലേ. എ ആണ് എന്ത്, മേജർ ആക്സിസ്. ഓക്കെ ആണോ? ഇനി എന്താ തന്നേക്കുന്നത്, 1/a². ഇനി ഈ രണ്ട് പോയിന്റും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നല്ലേ. ഈ രണ്ടാമത്തെ പോയിന്റ് ഇവിടെ ഇട്ട് കൊടുത്താൽ എന്ത് വരും, -1² പ്ലസ് 16/b² ഈക്വൽ ടു 1. അതായത് 1/a² പ്ലസ് 16/b² ഈക്വൽ ടു 1. ഇതല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞേച്ചത്. അപ്പോൾ എന്താണ് ഓപ്ഷൻ വരുന്നത്, ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ എക്സാമൊക്കെ നിങ്ങൾ നന്നായിട്ട് എഴുതിയെന്ന് കരുതുന്നു. ഇച്ചിരി ടഫായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ കണ്ടതിനേക്കാളും ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, എല്ലാം ബുദ്ധിമുട്ടാണെന്നല്ല. അപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന 111 മുതൽ 120 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ എ റിയൽ നമ്പർ ടി ദ ഇക്വേഷൻ 1 + t x² + t - 1 × y² + t² - 1 = 0 റെപ്രസെൻറ്റ് എ ഹൈപ്പർബോള പ്രൊവൈഡഡ്. എന്താണ് കണ്ടീഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ ഇത്രേ ഉള്ളൂ. ഇത് നമ്മൾ ഹൈപ്പർബോളയുടെ ജനറൽ ഫോമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. 1 + t × x² പ്ലസ് ഇതാണ് നമുക്ക് തിരിച്ചിടാം, മൈനസ് ഹൈപ്പർബോളയല്ലേ, അപ്പോൾ നമുക്കത് തിരിച്ചിട്ടേക്കാം. -1 - t × y² is equal to ഇത് അപ്പുറത്തേക്ക് മാറ്റുമ്പോൾ 1 - t² എന്നായി ഇങ്ങനെ വന്നു അല്ലേ. 1 + t × x² -1 - t × y² ഈക്വൽ ടു 1 - t². ഈ 1 - t² നമുക്ക് ഫാക്ടറൈസ് ചെയ്താൽ 1 + t × 1 - t എന്ന് എഴുതാം അല്ലേ. എന്നിട്ട് നമ്മൾ 1 - t² ഇതിനെ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും, x² ഡിവൈഡഡ് ബൈ ഇവിടെ 1 + t ക്യാൻസൽ ആയിട്ട് 1 - t വരും, മൈനസ് ഇവിടെ എന്താ വരുന്നത് 1 - t ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1 + t y² വരും. സോറി, ഡിനോമിനേറ്ററിലുണ്ട് y² ഡിവൈഡഡ് ബൈ
1 + t വന്നു ഈക്വൽ ടു 1 കിട്ടും. ഇങ്ങനെ കിട്ടും. അപ്പോൾ എന്താ പറയുക, ഏതായാലും നെഗറ്റീവ് സൈൻ വന്നിട്ടുണ്ട്, ഇവിടെ 1 വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നെഗറ്റീവ് ആകാതിരുന്നാൽ മതി അല്ലേ. അപ്പോൾ ഇത് നെഗറ്റീവ് ഇരിക്കണമെങ്കിൽ 1 - t എടുക്കുമ്പോൾ പോസിറ്റീവ് ആവണം, അത്രേ ഉള്ളൂ. 1 - t എടുക്കുമ്പോൾ പോസിറ്റീവ് ആവണമെങ്കിൽ എന്ത് പറയണം, ഈ മോഡുലസ് t ലെസ് ദാൻ വേണം. മോഡുലസ് t ലെസ് ദാൻ വരുമ്പോഴല്ലേ 1 - t പോസിറ്റീവ് ആയിട്ട് ഇരിക്കും. അപ്പം മോഡുലസ് t ലെസ് ദാൻ വേണം, കാരണം ഇത് കുഴപ്പമില്ല, പോസിറ്റീവ് ആയിട്ടിരിക്കും, കറക്റ്റ് ഹൈപ്പർബോളിക് ഇക്വേഷൻ വരും. അപ്പോൾ മോഡ് t എന്തായിരിക്കണം, മോഡ് t ലെസ് ദാൻ 1 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് 112 ആണ്. ഗിവൺ ദ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്, എ 6 - 7 0, ബി 16 - 19 - 4 ആൻഡ് സി 0 3 - 6 ആൻഡ് ഡി 2 - 5 10 ആർ ദ പോയിന്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് ലൈൻസ് എ ബി ആൻഡ് സി ഡി ആണ് ചോദിച്ചിരിക്കുന്നത്. എ ബി എന്ന ലൈനും സി ഡി എന്ന ലൈനും തമ്മിൽ ഇൻട്രസെക്ട് ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എ ബി എന്ന് പറഞ്ഞ ലൈൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കണം. എ ബി എന്ന് പറയുന്ന ലൈൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കാൻ നമുക്ക് 2 പോയിന്റ് ഫോം എ ബി തന്നിട്ടുണ്ടല്ലോ. ഇക്വേഷൻ ഓഫ് ലൈൻ എ ബി ഈസ് എങ്ങനെയാണ് നമുക്ക് x - 6 ഡിവൈഡഡ് ബൈ 16 - 6 10 വരും. y + 7 ഡിവൈഡഡ് ബൈ എന്ത് വരും, -19 - -9 എന്ന് പറയുമ്പോൾ എത്രയാണ്, -12 വരും. z - 0 ഡിവൈഡഡ് ബൈ -4 വന്നു. ഇതാണ് ഫസ്റ്റ് ലൈൻ എ ബി എന്ന് പറഞ്ഞ ലൈൻ. അടുത്ത ലൈൻ ഏതാണ്, എ ബി ആൻഡ് സി ഡി ചോദിച്ചത്. അടുത്ത ലൈൻ എന്ന് പറയുന്നത് സി ഡി ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും, സി ഡി ഇക്വേഷൻ എന്ന് പറയുന്നത് x - 0 ഡിവൈഡഡ് ബൈ 2 - 0 2 കിട്ടുന്നു. y - 3 ഡിവൈഡഡ് ബൈ -5 - 3 -8 വരുന്നു. പിന്നെ z - -6 എന്ന് പറഞ്ഞാൽ z + 6 വരും. z + 6 ഡിവൈഡഡ് ബൈ എന്ത് വരുന്നു, 10 - -6 16 വന്നു. അപ്പോൾ ഈ രണ്ട് ലൈനും തമ്മിൽ ഇൻട്രസ്റ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ സോൾവ് ചെയ്യണമെങ്കിൽ ഒത്തിരി സമയം എടുക്കും. അതിന് വരെ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 - 1 2 കൊടുക്കുന്നത് എല്ലാം സാറ്റിസ്ഫൈ നോക്കി. 1 - 1 കൊടുത്തു, 1 - 6 -5/10 -1/2 കിട്ടുന്നുണ്ട്. അടുത്തത് -1 കൊടുത്തപ്പോൾ അത് കറക്റ്റാണ് നോക്കി. 6 - -12 -1/2 കിട്ടി. അടുത്ത് 2 കൊടുത്തപ്പോൾ എന്താ 2 - -4 -1/2 കിട്ടി. അപ്പോൾ ഇതായിട്ട് പോയിൻ്റാണ് ഓപ്ഷൻ ബി. 1 - 1 ഇതിലുണ്ട്, ഇതിൽ കൊടുത്താലും ശരിയാവും. 1 കൊടുത്ത് 1/2 കിട്ടി, -1 കൊടുത്ത് നോക്കി -4 - -8 1/2 തന്നെ കിട്ടും. 2 കൊടുത്ത് നോക്കി 2 + 6 8/16 അതും 1/2 കിട്ടി. അപ്പോൾ ഇതാണ് ഓപ്ഷൻ ബി. കാരണം ഈ 1 - 1 2 എന്ന് പറയുന്ന പോയിന്റ് ഈ ലൈൻ സാറ്റിസ്ഫൈ ചെയ്ത് ഈ ലൈൻ സാറ്റിസ്ഫൈ ചെയ്യും. സോൾവ് ചെയ്തെടുക്കണം, ഇത്തിരി സമയം എടുക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ക്വസ്റ്റ്യൻ നമ്പർ 130. ഇഫ് x is a plane divides the straight line joining the points 2 4 7 and 3 - 5 8 in the ratio alpha is to 1, then the value of alpha എന്നാണ്. ഈ എക്സസ് പ്ലെയിൻ ഈ രണ്ട് പോയിന്റിനെ കട്ട് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് എക്സസ് പ്ലെയിൻ ആണ് കട്ട് ചെയ്യുന്നതെങ്കിൽ വൈ കോർഡിനേറ്റ് റേഷ്യോ ആൻസർ വരും. വൈ കോർഡിനേറ്റിന്റെ സൈൻ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണ്, റേഷ്യോ പോസിറ്റീവ് ആവും. റേഷ്യോ 4:5 എന്നാണ് കിട്ടുന്നത് ശരി കേട്ടോ. 4:5 ആണ് ആൻസർ ഇന്റേണലി. ഇനിയിപ്പോൾ അതിനകത്ത് ഇവർ കൊടുത്തിരിക്കുന്നത് എന്താണ്, α/1 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ α/1 ആക്കണം നമ്മൾ ഇതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇത് 1:2 എന്ത് വരും, 5/4 എന്ന് വരും. എന്തോ 5/4 അവിടെ പോയി, ഇതാണ് ഓപ്ഷനെ കിടക്കും. 5/4 എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും. അല്ല α/1 കൊടുത്തത്, സോറി തിരിച്ചാണ്, α/1 കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ വേണ്ടത്, α/1 4 കൊണ്ട് ഡിവൈഡ് കേട്ടോ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇത് അല്ല α/1 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും, ഇവിടെ 4/5 വരും, ഇവിടെ 1 വരും. ഇവിടെ റൈറ്റ് സൈഡിലല്ലേ 1 കിട്ടും. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4/5 ഓപ്ഷൻ ഡി വരും. 4/5 ഈ 4/5 5/4 ഓപ്ഷനുണ്ട്. നമുക്കൊരു കൺഫ്യൂഷൻ ആവുന്നതാണ് ഉണ്ടോ. ഇത് രണ്ടിൽ ഒരെണ്ണം ആൻസർ ആണെന്ന് ഉറപ്പാണ്. 5/4 അല്ലെ 4/5. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. നമുക്ക് 5/4 കിട്ടുന്നെങ്കിൽ ഒന്നുകൂടി ചെക്ക് ചെയ്യണം. അതായത് ഞാൻ ചെക്ക് ചെയ്ത്, കാരണം നമ്മൾ α/1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 4/5:1 4/5 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഇഫ് θ1 θ2 θ3 ആർ ദ ആംഗിൾസ് മെയ്ഡ് ബൈ എ ലൈൻ വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് ദ XY ആക്സിസ്, then the value of cos 2 θ1. ഇതിൻ്റെ ഫോർമുല എന്താണ്, cos 2 θ എന്ന് പറഞ്ഞാൽ cos 2 ആയിട്ട് വരും, cos സ്ക്വയർ - sin സ്ക്വയർ അല്ലേ. അപ്പോൾ ഇത് എന്ത് വരും, cos സ്ക്വയർ - sin സ്ക്വയർ. ഇത് cos സ്ക്വയർ θ sin സ്ക്വയർ θ എന്ന് എഴുതാം. ഇതെന്തായിരുന്നു, cos സ്ക്വയർ θ1 sin സ്ക്വയർ θ1. ഇത് cos സ്ക്വയർ θ2 sin സ്ക്വയർ θ2. ഇത് cos സ്ക്വയർ θ3 sin സ്ക്വയർ θ3. നമ്മൾ പഠിച്ചിട്ടുണ്ട് L സ്ക്വയർ + M സ്ക്വയർ + n സ്ക്വയർ 1. cos സ്ക്വയർ θ cos സ്ക്വയർസ് എല്ലാം അടിയുമ്പോൾ 1 കിട്ടും, sin സ്ക്വയർസ് എല്ലാം അടിയുമ്പോൾ 2 കിട്ടും. അപ്പോൾ 1 - 2 എന്ന് പറഞ്ഞാൽ -1 കിട്ടും. ഓപ്ഷൻ എ കേട്ടോ. അപ്പോൾ നമ്മൾ തിയറിയിലുള്ള സംഭവമാണ്, നമ്മുടെ നോട്ടിലൊക്കെ നമ്മൾ തിയറിയിലായിട്ട് നമ്മൾ കൊടുത്തേക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ 115 ആണ്. ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് ഹൂസ് ഡയറക്ഷൻ കൊസൈൻസ് ആർ പ്രൊപ്പോർഷണൽ ടു. ഇത് ചെയ്തെടുക്കണം, ഇച്ചിരി പണിയാണ് കേട്ടോ. ആംഗിൾ ബിറ്റ്വീൻ ലൈൻസ് ആണ്. അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ π/3 ആണെന്ന് തോന്നുന്നു. ചെയ്ത് നോക്കാം കേട്ടോ. അതായത് നമ്മുടെ ആംഗിൾ ഫോർമുല അറിയാമല്ലോ, എന്താണ് cos θ = ആ ഫോർമുല അപ്ലൈ ചെയ്യുക. B1.B2 / മോഡുലസ് B1 × മോഡുലസ്. ഇത് രണ്ടും, ഇത് B1 ഏതൊക്കെയാണ്,
ഇത് നമ്മൾ ഡോട്ട് ചെയ്യുക, ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക, B1 ഡോട്ട് B2 ഡിവൈഡ് ബൈ മോഡ് B1 ഇൻറ്റു മോഡ് B2 എടുക്കുമ്പോൾ എനിക്ക് ഇതൊന്ന് ചെയ്യുമ്പോൾ 1/2 കിട്ടും. 1/2 ആണെന്ന് തോന്നുന്നു. നിങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് നോക്കി വേണം. 5/3 ആൻസർ കിട്ടും കേട്ടോ. 5/3 ആൻസർ കിട്ടും. അത് ചെക്ക് ചെയ്ത് നോക്കണം. ഇച്ചിരി ലെങ്തിയാണ് ഇത്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ B1 ഡോട്ട് B2 ബൈ മോഡ് B1 ഇൻറ്റു മോഡ് B2 എടുക്കുക. അപ്പോൾ കോസ് തീറ്റയുടെ വാല്യൂ 1/2 കിട്ടും, തീറ്റ 5/3 കിട്ടും. അടുത്ത ക്വസ്റ്റൻ നമ്പർ 116 ആണ്. സപ്പോസ് P is the point on the line joining -945 and 11 -1 that lies closest to the origin. Then OP score. ഇച്ചിരി ലെങ്തി ആട്ടോ, ഭയങ്കര ലെങ്തി വെച്ചാൽ ഈ നമ്പർ കിട്ടുന്നതായിട്ട് കോംപ്ലിക്കേറ്റഡ് ആണ്. മെത്തേഡ് പറയാം, ആൻസറും പറയാം. അതായത് സപ്പോസ് P is the point, ഈ രണ്ട് പോയിന്റിലൂടെ പാസ് ചെയ്യുന്നൊരു ലൈൻ. ആ ലൈൻ്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതുന്നത്? x+9 ഡിവൈഡഡ് ബൈ 11 - -9 20 is equal to y - 4 divided by 0 - 4 -4 is equal to z - 5 divided by -1 - 5 -6 കിട്ടും. ഇതാണ് സപ്പോസ് P is the point on the line joining these two points. അപ്പോൾ ഇതിലൊരു പോയിന്റാണ് P എന്ന് പറയുന്നത്. ദാറ്റ് ലൈസ് ക്ലോസസ്റ്റ് ടു ദ ഒറിജിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഒറിജിനിൽ കൂടി പോകുന്ന ഇതിൻ്റെ പാരൽ ലൈൻ നമ്മൾ വേറെ വരയ്ക്കുകയാണ്. ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന ഇതിൻ്റെ ഒരു പാരൽ ലൈൻ, ഇതൊരു ലൈനാണ്, വേറൊരു ലൈൻ നമ്മൾ എടുക്കുകയാണ്. P is a point on this ലൈനാണ്, ഇതിലൊരു പോയിന്റാണ് P എന്ന് പറയുന്നത്. അപ്പോൾ ഒറിജിനിൽ കൂടി പോകുന്ന വേറൊരു ലൈൻ, ഈ ലൈൻ പാരലായിട്ട് എടുക്കുക. ആ ലൈൻ്റെ ഇക്വേഷൻ ഇങ്ങനെ വരും: x - 0 ഡിവൈഡഡ് ബൈ 20 is equal to y - 0 ഡിവൈഡ് ബൈ -4 is equal to z - 4 ഡിവൈഡ് ബൈ -6 കിട്ടും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരൽ ലൈൻസിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യും. അതാണ് ആ ഡിസ്റ്റൻസ് കിട്ടുന്നത്. അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് ആ ഫോർമുല കേട്ടോ. എന്താ ഏറ്റവും മൈനസ് ഈ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുക, ഇതാണ് കണ്ടുപിടിക്കുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു, ഇത് ഒറിജിനാണ്. ഒറിജിനിൽ നിന്ന് ഇതിലേക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മിനിമം ചോദിച്ചിരിക്കുന്നത് ക്ലോസസ്റ്റ് എന്ന് ഏറ്റവും അടുത്ത് വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ ഈ ഡിസ്റ്റൻസ് ആണ് വരേണ്ടത്. എന്താ അതിൻ്റെ ഫോർമുല? A2 - A1 ക്രോസ് ബി എടുക്കുക, അതിൻ്റെ മോഡുലസ് എടുക്കുക, ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് ബി. ഇത് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ സ്ക്വയർ ആണ് ചോദിക്കുന്നത് കേട്ടോ. അത് OP ആണെങ്കിൽ OPയുടെ സ്ക്വയർ. ഇത് നിങ്ങൾ കണ്ടുപിടിക്കുക, ഈ ഫോർമുല യൂസ് ചെയ്യുക, ഇത് കണ്ടുപിടിക്കുക. ഇത് OP കേട്ടോ. ഈ OPയുടെ സ്കോർ എടുക്കുമ്പോൾ ഇതിന് റൂട്ട് വരും, ഇതിന് റൂട്ട് വരും. സ്കോർ ചെയ്തിട്ട് സിംപ്ലിഫൈ നമുക്ക് 9 ആൻസർ കിട്ടും കേട്ടോ. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇച്ചിരി ലെങ്തിയാണ്, നമ്മൾ വെറുതെ ചെയ്തതിൽ കാര്യമില്ല, മെത്തേഡ് ഇതാണ് കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് ആൻസർ എടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 117 ആണ്. ദ പ്ലെയിൻ ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ പ്ലെയിൻസ് ആൻഡ് പാസസ് ത്രൂ ദ പോയിന്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന പ്ലെയിൻ എന്താ? ഈ രണ്ട് പ്ലെയിനും പെർപെൻഡിക്കുലർ ആണ്. ഏത് പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്? 1 - 2 1 എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ട്രയൽ ചെയ്യുന്നതാണ് നല്ലത്, പെട്ടെന്ന് കിട്ടും. ട്രയൽ ചെയ്ത് നോക്കുക. കാരണം നമ്മൾ കണ്ടുപിടിക്കേണ്ട പ്ലെയിൻ ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലറാണ്. പിന്നെ ഏത് പോയിന്റിലൂടെ പാസ് ചെയ്യണം? 1 - 1 എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടി പാസ് ചെയ്യണം. നിങ്ങൾ ആദ്യം 1 - 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, സാറ്റിസ്ഫൈ നോക്കുക. കറക്റ്റ് മെത്തേഡ് എന്താണ്? കറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇവരുടെ പാരലൽ വെക്ടേഴ്സിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. അതായിരിക്കും നമ്മുടെ പ്ലെയിൻ്റെ നോർമൽ എന്ന് പറയുന്നത് കേട്ടോ. ആ നോർമൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. നോർമൽ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഡിറ്റർമിനൻറ്റ് I, J ഒക്കെ എഴുതി ഇതെന്താ 1 - 1 2 വരുന്നു. പിന്നെ നോർമൽ 2 - 2 1 വരുന്നു. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന വെക്ടർ നോക്കി എന്താണ്? ഇത് -1 + 4 വരും അല്ലേ. ഇത് -1 + 4 3i വരും. -j എന്ന് നോക്കി എത്രയാണ്? 1 - 4 1 - -3 വരും, + 3j വരും. +k ഇൻറ്റു നോക്കി ഇത് -2 + 2 0k വരും. അപ്പോൾ ഈ നോർമലായിട്ട് വരുന്ന I + j ആണ്. നോർമൽ I + j ആണ് ഈ ഓപ്ഷൻ ചെയ്തോളൂ ഉണ്ടോ. x + y + 1 = 0. നോർമൽ I + j ആയിട്ട് വരുമ്പോൾ ഇതുണ്ട്. ഇത് നോർമൽ, ഈ പ്ലെയിൻ നോർമൽ I + j ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നോർമൽ. പിന്നെ ഈ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കുക. 1 - 2 കൊടുത്ത് നോക്കി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. 1 - 2 -1 + 1 0 അതും ശരി കറക്റ്റാണ്. അത് A ഓഫ് ചോയ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 118 നോക്കുക. ദ ലൈൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് പ്ലെയിൻസ്. ഈ രണ്ട് ലൈനും തമ്മിൽ ഇൻട്രസ്റ്റ് ചെയ്യുന്ന പ്ലെയിൻ ഏതെന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ രണ്ട് ലൈനും തമ്മിൽ ഇൻട്രസ്റ്റ് ചെയ്യുന്ന പ്ലെയിൻ കണ്ടുപിടിക്കണമെങ്കിൽ ദ ലൈൻ ഓഫ് ഇൻട്രസെക്ഷൻ ഓഫ് ദ പ്ലെയിൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ചെയ്യണമെങ്കിൽ പണിയാണ്. കാരണം നമ്മൾ Z-ന് 0 കൊടുത്ത് പോയിന്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് കാരണം Z-ന് 0 കൊടുത്താണ് ഇവിടെ കൂടുതലും പോയിന്റ്സ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഉണ്ടോ. Z-ന് 0 കൊടുക്കുക, എന്നിട്ട് അത് സോൾവ് ചെയ്യുക, അപ്പോൾ പോയിന്റ് കിട്ടും. ആ പോയിന്റ് എന്നിട്ട് ഇവരുടെ പ്ലെയിൻസിൻ്റെ ഈ രണ്ട് പ്ലെയിനുകളുടെ നോർമൽസിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് കൊടുക്കുക. ഈ നോർമലിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് സെയിം ആയിട്ട് വല്ലതും ഉണ്ടോ എന്ന് നോക്കി. ഇവിടെ മാത്രമുണ്ട് 4 to 15 ഉണ്ട് അല്ലേ. അപ്പോൾ കറക്റ്റ് ഉത്തരവാദിത്തം നമ്മളിതിൻ്റെ ഈ നോർമൽ ഇതിൻ്റെ നോർമലും ഈ 14 to -15 നോക്കുക. ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് നോക്കുമ്പോൾ 0 ഇട്ട് നോക്കിയാൽ മതി. അത് ഏതാണെന്ന് നോക്കിയാൽ കിട്ടും. അപ്പോൾ ഇതാകുമ്പോൾ 3 × 14 42 വരുന്നുണ്ട്. -6 × 2 -12 കിട്ടുന്നുണ്ട്. -2 × -15 + 14 2 -15 അവിടുത്തെ. അപ്പം ശരിക്കും ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഇതിൻ്റെ ആ ലൈൻ്റെ പാരലൽ വെക്ടർ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ആ ലൈൻ്റെ പാരലൽ വെക്ടർ എന്ന് പറയുന്നത് B ആണ്. ഇവരുടെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. I, J ഒക്കെ എടുത്തു. ഏതാണ്? 3 - 6 2 2 1 - 2 എടുത്തു. 2 1 - 2. അപ്പോൾ നമുക്കിട്ട് നോക്കിയത് +12 എടുത്തു. 2 × 6 12 വന്നു. 12 - 2 12 - 2 എന്ന് പറയുമ്പോൾ കറക്റ്റ് നമ്മൾ എഴുതി നോക്കട്ടെ.
ആദ്യം ഇത് 3 - 6 2 -2 ആയിരുന്നു. 3 - 6 - 2 2 1 -2. അപ്പോൾ ഇത് നോക്കിയാൽ ഇത് എത്ര 12 + 2 14 ആയി വരും. അപ്പോൾ 14 എത്ര ഓപ്ഷൻ നോക്കി എല്ലാ ചോദിച്ചാലും അതുണ്ട് 14. അപ്പോൾ ഇത് വരാൻ ചാൻസ് ഇല്ല, ബാക്കി ഏതെങ്കിലും വരാം. ഇനി ജെയുടെ വരുന്നത് എത്രയാണ്? -6 -4. ഇത് -6 ഇപ്പോൾ +4 വരെ. -6 + 4 -2 + 2j വരും. 2j വന്നു. കേട് നോക്കി എത്ര ഇടുന്നു? +k × എത്ര നമുക്ക് 3 + 12 വരും. 3 + 12 എന്ന് പറയുമ്പം 15 വരും. 15j വരും. ഇപ്പോൾ ശരിയാണ് നോക്കണേ. ഇത് 18 വന്നു. ഇത് +2 28 + 2 30 - 30 കറക്റ്റാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഡി അല്ലെങ്കിൽ ഇ ആയിരിക്കും ആൻസർ എന്ന് മനസ്സിലായി. ഇത് നമുക്ക് പോയിന്റ് കണ്ടുപിടിക്കണം. നമ്മൾ ഇസഡിന് 0 എടുത്ത് സോൾവ് ചെയ്യണം. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്. ഇതിൽ ഈ 2 പോയിന്റ് ഏതൊക്കെയാണ്? ഒന്ന് ഇതായിരിക്കും മിക്കവാറും. നമുക്ക് ഈ 2 പോയിന്റ് ഇത് 3 - 1 0 അല്ലേ? ഈ പോയിന്റ് ഇതാ 3 - 1 0 ആണ്. ഈ പോയിന്റ് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കും. സാറ്റിസ്ഫൈ ആണെന്ന് നോക്കി. 3 കൊടുത്തു, 3 - 1 0 കൊടുത്തപ്പോൾ 3 - -1 + 6 വരും 9. 0 കൊടുത്തപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇതെല്ലാം പോയിന്റ് കൊടുത്ത് നോക്കി ശരിയാവും. ഇതേത് പോയിന്റ് ആയിരുന്നു? -3 - 1 -3 1 -3 1 -1 അത് കൊടുത്ത് നോക്കാം. അപ്പോൾ ഇതെത്രയായിരുന്നു? -9 കിട്ടി, ഇത് -6 കിട്ടി, ഇത് -2 കിട്ടി അല്ലേ? -3 1 -1. അപ്പോൾ 14i + 2j ഇതെല്ലാം പോയിന്റ് ആയിരുന്നു. 3 - 1 0 അല്ലേ? 3 - 1 0 അതുപോലെ 9. ഇത് കറക്റ്റ് അല്ലേ? 9 +6 ആവും 15 - ഇത് ഈ പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്താൽ ഇത് ഈ പോയിന്റ് നോക്കിയാൽ 3 - 1 0 കൊടുത്തപ്പോൾ കറക്റ്റ് സാറ്റിസ്ഫൈ ആണ്. 3 - 1 0 കൊടുത്തപ്പോൾ സാറ്റിസ്ഫൈ ആണ്. ഇവിടെ കൊടുത്ത് നോക്കിയോ 3 - 1 0 6 -1 5 -5 0 കറക്റ്റ് ആൻസർ. ഈ ചോയ്സ് ആൻസർ കേട്ടോ. ഈ ചോയ്സ് ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 190 നോക്കുക. ഇത് പ്ലെയിൻ പാസിംഗ് ത്രൂ 210 501 and 401 ഇന്റർസെക്ട് ദ എക്സ് ആക്സിസ് എന്ന് ചോദിച്ചിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് 3 പോയിന്റ് ഫോം ഉണ്ടല്ലോ പ്ലെയിൻ്റെ. 3 പോയിന്റ് ഫോം അപ്ലൈ ചെയ്യുക. x - 2 y - 1 z - 0. പിന്നെ എന്താ ചെയ്യേണ്ടത്? 5 x2 - x1 5 - 2 3 വരും. 0 - 1 -1 വരും. 1 - 0 1 കിട്ടി. അടുത്ത ഇത് 4 - 5 -1 കിട്ടി. 1 - 0 1 കിട്ടി. 1 - 1 0 കിട്ടി. ഈ പ്ലെയിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. അതിലേക്ക് ആ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏത് പോയിന്റാണ് സാറ്റിസ്ഫൈ എന്ന് ചെക്ക് നമുക്കറിയാം കേട്ടോ. നമുക്ക് ഇക്വേഷൻ എങ്ങനെ ഇടുന്ന നോക്കി. ഇത് x - 2 × 0 - 1 -1 കിട്ടി. മൈനസ് y - 1 ഇൻറ്റു എന്താ വരുന്നത്? y - 1 ഇൻറ്റു 0 + 1 1 കിട്ടുന്നു. പ്ലസ് z ഇൻറ്റു എന്ത് വരുന്നു? z ഇൻറ്റു 3 - 1 2 എന്നും കിട്ടി. ഈക്വൽ ടു 0. ഇതാണ് പ്ലെയിൻ്റെ ഇക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ എന്താ കിട്ടുന്നത് നമുക്ക്? x - 2 -1 ആകുമ്പം -x + 2 -y + 1 + 2z = 0 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഒരു -1 മൾട്ടിപ്ലൈ ആണെങ്കിൽ x + y - 2z - 3 = 0. ഈ 3 0 0 കൊടുത്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? 3 0 0 കൊടുത്ത് നോക്കി. എക്സിന് 3 വൈക്ക് 0 എസിന് 0 -3 കേട്ടോ. ഇത് മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ആൻസർ കിട്ടി. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 120. ഇത് ഇച്ചിരി പണിയാണ് കേട്ടോ. ഇത് നിങ്ങൾ കുറേ ലെങ്തിയാണ്. സപ്പോസ് എ ലൈൻ പാരലൽ ടു x + by = 0 where b not equal to 0 intersect 5x - y + 4 = 0 and 3x + 4y - 4 = 0 respectively, then p and q if the median of pq is 1/5 ആണ്, then the value of a/b എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാല്യൂ ഓഫ് a/b. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. Suppose a line parallel to ax + by + c = 0 intersect two lines. അതൊക്കെയാണ് 5x - y + 4 = 0. ഒരു ലൈൻ ഇതാണ് 5x - y + 4 = 0. മറ്റേ ലൈൻ എന്ന് പറയുന്നത് 3x + 4y - 4 = 0. ഇത് രണ്ടുമാണ് നമുക്ക് തന്നിരിക്കുന്ന ലൈൻസ് എന്ന് പറയുന്നത്. ഇതിൽ ഈ ലൈൻ ഇങ്ങനെ പോകുന്നു. ഈ രണ്ട് ലൈനെ ഇന്റർസെക്ട്. അപ്പോൾ ഈ ലൈനാണ് നമുക്ക് ഇതൊരു അറ്റ് പി ആക്കുന്നു. ഇതിപ്പോൾ ഈ ലൈൻ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ലൈൻ എന്ന് പറയുക. ax + by + c = 0 എന്ന ലൈൻ. ax + by + c = 0 എന്ന ലൈനാണ് തന്നിരിക്കുന്നത്. ഇങ്ങനെ സി നമുക്കൊരു കേവലം എഴുതാം കേട്ടോ. കാരണം ഈ ലൈൻ ഇതിൻ്റെ പാരലാന്നല്ലേ പറഞ്ഞിരുന്നത്. ഏതാ
എ എസ് പ്ലസ് ബി വൈക്ക് പാരലായിട്ട് ലൈനെ നമുക്ക് എ എസ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ 0 എന്ന് എഴുതാം. ഇത് പാരലായിട്ട് പോകും. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി ലെങ്തി ആണിത് കേട്ടോ. ഈ പോയിന്റ്സ് പിയും ക്യൂ എന്ന് പറഞ്ഞിരുന്നത് അല്ലേ, ഈ 2 പോയിന്റ് പിയും ക്യൂ ആണ്. പിയും ക്യൂ ആണ്. ഈ പോയിന്റ് നമുക്ക് 6 എടുക്കാം. 6 കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പി ക്യൂ എന്ന് പറയുന്ന ലൈൻ്റെ ഇക്വേഷൻ കൊണ്ട് വെച്ചാൽ അതിൻ്റെ സ്ലോപ്പ് അല്ലേ നമുക്ക് കിട്ടും, മൈനസ് അതിൻ്റെ സ്ലോപ്പിന് മൈനസ് ഇടും അല്ലേ. സ്ലോപ്പ് മൈനസ് എ ബൈ ബി അല്ലേ, അപ്പോൾ അതിൻ്റെ മൈനസ് എടുക്കുമ്പോൾ എ ബൈ ബി കിട്ടും. അത് ഇച്ചിരി ലെങ്തിയാണ്, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അത് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ ലൈൻ ഇതോടെ സോൾവ് ചെയ്ത് ഈ പോയിന്റ് കണ്ടുപിടിക്കുക, ഇതോടെ സോൾവ് ചെയ്ത് ഈ പോയിന്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ ലൈൻ്റെ ഇക്വേഷൻ എഴുതുക. അത് പാസ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്, അത് പാസ് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ട്, അതായത് മിഡ് പോയിന്റ് തന്നിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു പാസ് ചെയ്യുന്ന പോയിന്റ് 1,5 ആണ്. അപ്പോൾ നമുക്ക് എയും ബിയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇച്ചിരി ലെങ്തിയാണ്, അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 107/3 ആണെന്ന് തോന്നുന്നു. ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കണം കറക്റ്റായിട്ട്. 107/3 കിട്ടുമെന്ന് തോന്നുന്നു. ഇച്ചിരി ലെങ്തിയാണ്, ഒരു സമയം എടുക്കും ചെയ്യണേ കേട്ടോ. അതായത് ഈ പോയിന്റ് കണ്ടുപിടിക്കുക, ഈ ലൈനും ഇതോടെ സോൾവ് ചെയ്ത് പോയിന്റ് കണ്ടുപിടിക്കുന്നു, ഇത് കണ്ടുപിടിക്കുക. അപ്പോൾ 2 പോയിന്റ് കിട്ടും. ആ 2 പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ആ ലൈനിൻ്റെ ഇക്വേഷൻ അതോടെ 1,5 എന്നുള്ള പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ 107/3 കിട്ടുമെന്നാണ് തോന്നുന്നത്. അത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഞങ്ങൾ സ്പീഡിൽ ചെയ്തതാണ്. 107/3 കിട്ടുമെന്ന് തോന്നുന്നു ചെയ്ത് തരും കേട്ടോ.